തുടങ്ങി. ദീപക് ഇൻട്രോ ഇട്ടോ, വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊരു ഇൻട്രോ കൊടുക്കൂ ദീപക്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ പറഞ്ഞ പിന്നെ കോൺഫിഡൻ്റ് ആവാൻ പറഞ്ഞ കോൺഫിഡൻസ് പോവും. ആ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പിന്നെ നമ്മൾ കോൺഫിഡൻസ് ഇല്ലാതെ പറയും. ഇതാണ് നമ്മുടെ പ്രശ്നം ഇന്നത്തെ അല്ലേ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് ഡൗട്ട്. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിറ്റ് ടോക്സ്. യെസ്, അപ്പോൾ ആസ് എ ടോപ്പ് ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് ഇൻ ദ കേരള ഇൻഡിപെൻഡൻറ്റ് സീൻ, റിൻഷാദ് കുര്യനിയൻ, what does it mean to be a confident artist? ഞാൻ മഞ്ജുവിന്റെ പെണ്ണ ആ ചേച്ചി കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ, അത് ഒരു ആർട്ടിസ്റ്റിന് ഒരു കലയോടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വാട്ട് കോൺഫിഡൻസ് ഇസ്. നീ ഉദ്ദേശിക്കുന്നത് സേഫ്റ്റി അല്ലേ? അവരാ മനസ്സിലായില്ലല്ലേ? മനസ്സിലായി എന്താണ് ആ റീലിന്റെ ആ റീലിന്റെ അല്ല, അതിൽ എങ്ങനെയാണ് കോൺഫിഡൻസ് നിനക്ക് നിന്റെ കലയോടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഒരു എന്താ പറയാ, ദീപക് എല്ലാം ഡയറക്റ്റ് ആയിട്ട് വൈകിട്ട് അത് ചെയ്തിടുക. കലൂര് പോയപ്പോ എന്റെ ഒത്തിരിട്ട് ലൈനിടാൻ നോക്കിയത് അല്ലേ. ബാക്കി പറഞ്ഞോളൂ. ബാക്കി പഠിച്ചു വന്നേക്കണ ആരാ ഇവിടെ അല്ലേ? അതിന്റെ ഒരു കോൺഫിഡൻസ് ദീപകിയുടെ റിൻഷാദ് ഓക്കെ സഹിക്കണം. ഞാൻ ഇന്നലെ ഞാൻ മഹാദേവനുമായിട്ട് തൃശ്ശൂർ ഒരു ക്രൗഡ് വർക്ക് ഷോ ചെയ്തിരുന്നു. ഞാൻ മഹാദേവന്റെ ക്രൗഡ് വർക്കിൽ വളരെ വലിയൊരു ഗ്രോത്ത് കാണുന്നുണ്ട്. അതായത് ഇപ്പൊ മഹാദേവൻ വളരെ കോൺഫിഡന്റ് ആണ്. പണ്ട് മഹാദേവന് നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ട് കുറെ നാളായാണ്. പക്ഷെ പണ്ട് മഹാദേവന് സ്റ്റേജിൽ കയറുന്ന മുമ്പേ ഒരു പേടിയില്ലായിരുന്നു, മുട്ടെടുപ്പ്. ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ കറക്റ്റ് ഒരു ഫ്ലോ ഉണ്ട്. അതായത് അവൻ തന്നെ ഒഴുകുക അല്ലേ. എന്തെങ്കിലും ക്രൗഡ് വർക്ക് ടിപ്സ് തരാമോ മഹാദേവന്റെ എക്സ്പീരിയൻസ്? ഇല്ല, അത് വേറെ ചെയ്യരുത്. ജസ്റ്റ് ബി യുവർസെൽഫ് ഓൺ ദ സ്റ്റേജ് അല്ലേ. എന്നാ പിന്നെ നീ കയറി ചെയ്യാത്തത്? ഞാൻ ചെയ്യാം. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മളിത് ഓരോ പരിപാടി ഇങ്ങനെ ഓരോന്ന് ചെയ്തുള്ളൂ നമുക്ക് ആ ഒരു സാധനം കിട്ടുന്നത്. ശരിക്കും ഞാൻ നിങ്ങളുടെയൊക്കെ എടുക്ക സംസാരിക്കുമ്പോൾ നമ്മൾ അത്ര കൂളായിട്ടിരിക്കുമ്പം നമ്മൾ ഭയങ്കര നമ്മുടെ മുഖത്ത് പറഞ്ഞ എക്സ്പ്രഷൻ എന്താണെന്നോ അല്ല അതിന്റെ ഭംഗിയൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ വാണത്തരം കാണിക്കുമല്ലോ. കാരണം ഫണ്ണാക്കുക എന്നുള്ളതാണല്ലോ അവിടുത്തെ പ്രധാന പരിപാടി. ഞാൻ ക്രൗഡൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ്, കാരണം ഒരു പോയിന്റ് നമ്മുടെ ഈ വേറെ കണ്ടന്റ് ഇല്ലല്ലോ, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ ഒരു പോയിന്റിലൊക്കെ നമ്മൾ മറ്റേ ഏതോ ഒരു എപ്പിസോഡിൽ മറ്റേ ഡാൻസ് കളിച്ചു. ഞാനൊന്ന് സ്റ്റേജിൽ അതൊന്നും അല്ലേ പോലും ചെയ്യൂല. പക്ഷെ ആ ക്രൗഡർക്ക് എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കണം. അപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ചെയ്ത് നമ്മൾ എങ്ങനെയാണോ ഞാനിപ്പോൾ സാധാരണ കൂട്ടുകാരോടൊക്കെ സംസാരിക്കണ പോലെയാണ് അവിടെ പോയി സംസാരിക്കുക. എനിക്ക് അതിൻ്റെ പേടിയുണ്ട്, കാരണം നമ്മൾ അത്ര ഫ്രീ ആയിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അതാ കൂട്ടുകാരോടൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊക്കെ ഈ ആൾക്കാരിങ്ങനെ വന്നിട്ട് ഇവൻ ഇങ്ങനെ അല്ലല്ലോ, ഇതിനകത്ത് എന്തോ വ്യത്യാസമുണ്ട്, ഞാൻ ഏതാണ്ട് അടിച്ചിട്ടിരിക്കണമെന്നൊക്കെയാണ് ആൾക്കാർ. എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ മനോരമ ഇപ്പോൾ അവർ പറയണമല്ലേ ചെയ്യാൻ പറ്റും. അവിടെ പോയി കൈ നിന്നിട്ട് നമ്മുടെ എക്സ്ട്രാ പെർഫോമൻസ് ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ അവന്മാർ അവിടെ ഈഗോ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അത് നമുക്ക് അത്ര ഫ്രീ ആയിട്ട് വേറൊരു ചാനലൊന്നും പോയി കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ചാനലുള്ള മഹാദേവനും സ്റ്റേജിലുള്ള മഹാദേവനും തമ്മിൽ, അതായത് ഒരു ലൈവ് ഷോ ചെയ്യുന്ന സ്റ്റേജിലുള്ള മഹാദേവനും ചാനലിലെ ഫ്ലോറിൽ നിൽക്കുന്ന മഹാദേവനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ 2-3 നിന്റെ പെർഫോമൻസിൽ നീ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് പെർഫോം ചെയ്തത്. കുറെ അല്ല കംഫർട്ട് വന്നിട്ടുണ്ട് നിനക്ക്, സ്റ്റേജിലൊരു കംഫർട്ട് വന്നിട്ടുണ്ട്. അതാണോ കോൺഫിഡൻസ്? ഇല്ല, ഞാൻ നിന്റെ മറ്റേ മുകേഷിന്റെ പെർഫോമൻസിലൊക്കെ നീ ഡെലിവറി ചെയ്യുന്നതും ഒക്കെ വളരെ ഒരു പണ്ടത്തെയും കാട്ടിക്കൂടും. എനിക്ക് തോന്നുന്നു നീ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ചിരിച്ച് ഡെലിവറി ചെയ്യുന്ന സ്റ്റൈലാണ്. അത് സ്റ്റൈലൊന്നും അല്ല, എനിക്ക് അതും പറയേണ്ടത്. എനിക്കൊരു 10 പേര് ഇത് കേട്ടാലും മതി. പക്ഷെ ചില ആൾക്കാർ ഇപ്പോഴും ഏറ്റവും കൂടുതൽ പറയണത് ഞാൻ എന്തിനാ ഇത് ചിരിക്കണേ, നീ ചിരിക്കണ്ട, ഭയങ്കര മോശമായിട്ടൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നീ ചിരിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ സാധാരണ ജീവിതത്തിൽ അങ്ങനെയാണ്. നമ്മളൊരാൾ തമാശ പറഞ്ഞ അയാളുടെ ചിരി കാണുമ്പോൾ നമുക്ക് ചിരി. നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ അങ്ങനല്ലേ, ഒരാൾക്കിട്ടൊരു അടി അടിച്ച് എല്ലാവരോടും ചിരിക്കാൻ പറഞ്ഞാലും ചിരിക്കും. എൻജോയ് ചെയ്യുന്നൊരു സാധനമാണല്ലോ. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അല്ലാതെ എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തമാശ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കലാണ്. ഞാനത് സീരിയസ് ആയിട്ട് നിൽക്കണമെന്നോ എനിക്ക് അതിൻ്റെ അങ്ങനെ ഒരു പ്രൊഫഷണൽ ചിന്തയേ ഇല്ല. ഞാനത് ഇത് 10,000 പേര് കമൻറ്റ് ഇട്ടാലും മാറ്റാനും ഉള്ള അതിൻ്റെ എഫേർട്ട് ഇടൂല. കാരണം ഇപ്പം ഞാൻ ഏറ്റവും കംഫർട്ടബിളായിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം അതിൽ വരുന്നത് ഇറക്കി വിടുകയെന്നേ ഉള്ളൂ. അത് ഇഷ്ടപ്പെടുന്നവർ മാത്രം വന്നാൽ മതി എന്നുള്ളൊരു സാധനത്തിലോട്ടും
കോൺഫിഡൻസ്. ഇത്ര സ്റ്റേജുകളായപ്പോഴേക്കും മാധവന് ഇത്രയും കോൺഫിഡൻസ് വന്ന സ്ഥിതിക്ക് അല്ല എന്ന് വെച്ചാൽ 10 സ്റ്റേജും കൂടെ കഴിയുമ്പോ അല്ല ശരിക്കും അത് അറിയാവുന്ന ആൾക്കാർ ഷോയ്ക്ക് വരുമ്പോ ഭയങ്കര വൈബാണ്. അവരും ഭയങ്കര അങ്ങനെ എടുക്കുന്നല്ല. ചിലരാണെങ്കിൽ ഫ്രണ്ട്സിനെ ഇട്ട് തരുമല്ലോ, കൊണ്ടുവരും കാണിക്കൂലേ എല്ലാം കൊട്ടേഷൻ വീട്ടിൽ ചെന്നപ്പോ അവിടെ നമ്മള് പരിപാടിക്ക് വിളിച്ച പിള്ളേര് വന്നിട്ട് നമ്മള് 2 കൂട്ടുകാർ പറ്റുന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് മറ്റേ ലിസ്റ്റൊക്കെ തിരിയടക്കി അവര് അത് സ്ഥിരമുണ്ട്. ഇപ്പൊ പിന്നെ ഷോയ്ക്ക് ആൾക്കാർ കൂടെ കൊണ്ടുവരും, ഇങ്ങനെ അടിക്കാൻ വേണ്ടി കൊണ്ടുവരും. അതിപ്പോ ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് കുറെ ദൂരത്തുനിന്ന് ട്രാവൽ ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ലാസ്റ്റ് 3 ഷോ ആയിട്ട് തിരുവല്ലേന്ന് കാർ ഓടിച്ച് കൊച്ചി വരെ വരുന്നൊരു 3 ആൾക്കാരുണ്ട്. അവര് അങ്ങനെ കുറച്ച് സ്ഥിരം ആൾക്കാർ അങ്ങനെയുള്ള ടിക്കറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ കോൺഫിഡൻസ്. ടിക്കറ്റ് എടുത്ത് വരുന്നത് പിന്നെ പകുതി പേർക്ക് വേണ്ട, പകുതി പേര് തന്നെയാന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു അല്ല. നമ്മൾ എസ്പെഷ്യലി ക്രൗഡ് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ക്രൗഡ് വർക്ക് ആണെന്ന് അറിയാതെ വരുന്നവരിങ്ങനെ എന്തിനാണ് ഇവ എന്നോട് സംസാരിക്കുന്നത്, എനിക്ക് ആരോട് സംസാരിക്കാൻ താല്പര്യം. ടിക്കറ്റ് വരുന്ന ഒരു നല്ല സെറ്റ് ഓഫ് ആൾക്കാരാണ്. പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ നമ്മൾ ഗിഗിന് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഭയങ്കര റിസ്ക് ഉണ്ട്. ഒരു ഓർഗനൈസർ നമ്മളെ വിളിച്ചു, അല്ലെങ്കിൽ ഒരു കോളേജ് നമ്മളെ വിളിച്ചു, പക്ഷേ അകത്തിരിക്കുന്ന ആൾക്കാർ ഒരു നല്ല ശതമാനം ആൾക്കാരും ചിലപ്പോൾ വന്നിരുന്നു അവനെന്തെങ്കിലും പെർഫോം ചെയ്ത് ഞാൻ കണ്ടിരിക്കുന്നു എന്നുള്ള മോഡലായിരിക്കും. പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒന്ന് കലിപ്പായാൽ ആ എനർജി മാറും, റൂമിൻ്റെ ആരെങ്കിലും കലിപ്പായാൽ അല്ലെങ്കിൽ ആരെങ്കിലും വളരെ ശോകം പറഞ്ഞ ആ ഒരു എനർജി മാറും. പിന്നെ നമുക്ക് തമാശ പറയാൻ പറ്റില്ല. പിന്നെ തിരിച്ച് ആ ഒരു വൈബിലോട്ട്, പ്ലേഫുൾ ഫൺ വൈബിലോട്ട് കൊണ്ടുവരണം. അതുകൊണ്ട് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അതും നമ്മൾ ഈ പറഞ്ഞ പോലെ ആ സ്റ്റേജ് ടൈമിന്റെ ആയിരിക്കും. നമ്മൾ പണ്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വെറുതെ ആൾക്കാരൊന്ന് ചൊറിയ വരുമല്ലോ, അപ്പൊ നമുക്കും ദേഷ്യം വരും, പക്ഷെ ഒന്നും പറയാനും പറ്റൂല. ഇപ്പൊ അങ്ങനെ ഇപ്പൊ എന്തോ ദേഷ്യമൊന്നും വരുന്നില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ നമ്മളെ അല്ലേ അതിനെല്ലാം പാകപ്പെടുത്തി എന്നെ പറഞ്ഞ ഒരു പ്രശ്നമില്ല, നീ പറഞ്ഞത് എനിക്ക് വരില്ല എന്നിട്ടായിരിക്കും. ഇത് പണ്ട് ഒരു കോമിക്ക് പറഞ്ഞൊരു അഡ്വൈസാണ്, അതായത് ഓവർ ടൈം നിന്റെ നാണം പോവും, നീ തമാശ കൂടുകയല്ല. അല്ലെ, നാണം കെട്ട് നിന്റെ നാണം പോകുന്നതിലാണ് ഈ ഒരു കോൺഫിഡൻസ്. അതിൽ എന്നുവെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ എന്ത് ചിന്തിക്കും, അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് എഫേർട്ട് ഇടാൻ നോക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കും ഇതിൻ്റെ എൻറ്റയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ ഫണ്ണ്, ആ കിട്ടുന്ന ഫണ്ണ് മാത്രമേ ഇതിലൊരു ടേക്ക് അവേ ഉള്ളൂ. ആൾക്കാർ നമ്മളെ പറ്റി ചിന്തിക്കാനൊന്നും പോകുന്നില്ല. അതെ, അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനെക്കുറിച്ചൊരു ചിന്ത ഉണ്ടാവുകയില്ല. അതെ. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ കുറച്ചുകൂടെ എക്സ്ട്രാ ക്രിട്ടിക്കലാണ്. അതായത് ഒരു ഷോ നല്ലപോലെ പോയാലും നമുക്ക് തോന്നും അത്ര നല്ലപോലെ പോയില്ല എന്ന്. എനിക്ക് തോന്നുന്നില്ല ക്രൗഡിന് അങ്ങനെ തോന്നാറുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ഷോ നമുക്ക് തോന്നും വളരെ മോശമായിരുന്നു, പക്ഷെ ക്രൗഡിന് ആക്ച്വലി കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആകും. പക്ഷെ നമ്മുടെ അടുത്ത് തന്നെ പറയില്ല, നമുക്കൊരു എക്സ്പെക്ടേഷൻ. നിങ്ങൾ നിങ്ങളുടെ തലയിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇത്ര ഒരു ഫണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇവൻ്റെ കേസിൽ ഇവനിടയ്ക്ക് പറയും ഏറ്റവും ഭയങ്കര ഹിറ്റായ കുറച്ച് ക്ലിപ്സ് വന്ന ഒരു ഷോ ഉണ്ടായിരുന്നു, അതിൽ ഇപ്പം ഭയങ്കര ഫ്രീ ആയിരുന്നു. ചില ഷോ കഴിയുമ്പോൾ ഞാൻ പുറകിരുന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവൻ ഷോ കഴിഞ്ഞ് വന്നിട്ട് പറയുമ്പോൾ അത്രയ്ക്ക് ഇങ്ങോട്ട് വർക്കായില്ല. പക്ഷെ ഇവന്റെ തലയിൽ കയറ്റി വെച്ചേക്കുന്ന ഇവന്റെ തന്നെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ആ ഷോയിലുള്ള അത്ര പോലെ ഇങ്ങോട്ട് അഴിഞ്ഞാടാൻ പറ്റിയില്ല എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടാഴിക. അത് വേറൊരു മഹത് വ്യക്തിൻ്റെ അടുക്ക ഒരു പോയിന്റ് പറഞ്ഞത്, ട്രൂ ആർട്ടിസ്റ്റുകൾക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. ശരിയാണ്. അല്ലെങ്കിൽ അടുത്ത ഷോയിൽ നിനക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ഡ്രൈവ് ഈ ട്രൂ ആർട്ടിസ്റ്റുകൾ ടോർച്ചേർഡ് ആർട്ടിസ്റ്റുകൾ കൂടെ അതായിരിക്കും. ഇല്ല, ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ സെറ്റ് തന്നെ ചെയ്യുമ്പം ഒരിടത്ത് ഭയങ്കര ചിരി കിട്ടിയിട്ട് അടുത്ത തവണ അതിൻ്റെയും കാട്ടി കുറവ് ചിരി കിട്ടിയാൽ തന്നെ നമുക്കാണെങ്കിൽ അതെന്താ അത്രയും ചിരി കിട്ടാത്തതെന്നേ നമ്മൾ ചോദിക്കുകയുള്ളൂ. അല്ലാതെ ഇതിനിപ്പോഴും ചിരി കിട്ടിയെന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ എനിക്കാണ് നമ്മുടെ ഒപ്പീനിയൻ വളരെ ഷോ എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതിൽ ബയസ്ഡ് ആയിരിക്കും. നമുക്കാണെങ്കിൽ ഷോയിൻ്റെ നടുക്ക് നല്ല ഫ്ലോ കിട്ടി നല്ലപോലെ പോയാലും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന അവസാനത്തെ ജോക്ക് വർക്കായില്ല. ആ ഒരു സിനിമയുടെ കേസിൽ അങ്ങനെ തന്നെയല്ലേ. ഞാൻ പറഞ്ഞ സിനിമ നേരത്തെ പ്ലാൻ ചെയ്തൊക്കെ സെറ്റ് ചെയ്യാല്ലേ, ഇത് നമ്മൾ അപ്പം ചെയ്യുന്നതുകൊണ്ട് വിഷയം എന്ന് വെച്ചാൽ സമയം കഴിഞ്ഞു എന്നൊരു സാധനമായി നിർത്തണം. അപ്പം അവിടെ ഒരു നല്ല രീതിയിൽ സാധനം അത് ഭയങ്കര ചലഞ്ചാണ്. ഒരു ക്ലാപ്പിൽ ഭയങ്കര ഹൈല് നിർത്തുക ഭയങ്കര സംഭവം തന്നെയല്ലേ. ഒരു പെർഫോമറിന് പെർഫോമർ ജീവിക്കുന്ന ആ ഫീഡ് നിങ്ങളുടെ കാശിലല്ല, പക്ഷെ നിങ്ങളുടെ കയ്യടിയിലും നിങ്ങളുടെ ചിരിയിലും. അത് മറ്റേ
ഞാൻ നേരത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാം. പറഞ്ഞോളൂ. അതായത് ഞാൻ കനൻ ഗില്ല് പുതിയൊരു ബുക്ക് എഴുതിയില്ല. അപ്പോൾ ഞാൻ കനൻ ഗില്ലിൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി വെച്ചിട്ട് കനൻ ഗില്ലിൻ്റെ ഇതേപോലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ കനൻ ഗില്ല് പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു ആർട്ടിസ്റ്റിന് ആകെ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിൽ കിട്ടുന്ന ഒരു ഫണ്ണാണ്. മറ്റേ നമ്മളൊരു സാധനം പുറത്തിട്ടിട്ട് അതിൻ്റെ ഒരു വാലിഡേഷൻ എന്ന് പറയുന്നത് തന്നെ, ഐ മീൻ കാശ് അങ്ങനത്തെ സാധനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ കുറച്ച് കാശ് കിട്ടുമ്പോൾ ഓക്കെ സന്തോഷം, അല്ലെങ്കിൽ ആദ്യം ഒരു 10 പേര് നമ്മളെ തിരിച്ചറിയുമ്പോൾ സന്തോഷം, പിന്നെ ശല്യം പിന്നെ കുറേ പേര്, പിന്നെ അതൊരു അങ്ങനെ ഒരു ഓരോ ടൈമും നമ്മളെ ഹാപ്പി ആക്കുന്ന സാധനമല്ല. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ മേജർ ടേക്ക് അവേ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ കിട്ടുന്ന ഫണ്ണാണ്. അതുകൊണ്ടാണ് പലരും ഇത്രയും അച്ചീവ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ണ്, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ഈ ഇൻ ടേംസ് ഓഫ് ഫണ്ണ് നമ്മുടെ സെൽഫ് ഡൗട്ട് ബീറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് വർക്കാവൂല. എനിക്ക് നമ്മുടെ ഞാൻ പറയുന്നത് വെച്ചാൽ അത് ഒരു നമ്മൾ ഏത് ടാസ്ക് ആണെങ്കിലും നമ്മളൊരു മാത്ത് ചെയ്യുമല്ലോ, ആ മാത്തിൽ നമുക്ക് കിട്ടുന്ന ഫൺ നമ്മുടെ സെൽഫ് ഡൗട്ടും ആങ്സൈറ്റിയും ഓവർകം ചെയ്യുമ്പോഴാണ് നമ്മൾ ആ പ്രോസസ്സിലോട്ട് തുടങ്ങുന്നത്. പറയൂ റിൻഷ, എന്താ പറഞ്ഞത്? പക്ഷേ ഈ ഫൺ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ നിന്ന് ചിരിക്കുന്നത്. അത് മോശം, അതാണ് എൻ്റെ സെൽഫ് ഡൗട്ട്. അല്ലെ, ആ ഫൺ പിടിക്കണേലുള്ള ഇല്ല, ഞാൻ അവർ ചിരിക്കുന്ന പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാൻഡപ്പ് സെറ്റ് ചെയ്യുമ്പോൾ, അത് ഓരോരുടെ ഡെലിവറി സ്റ്റൈലാണ്. സ്റ്റാൻഡപ്പ് സെറ്റ് ചെയ്യുമ്പം ഞാനൊക്കെ പണ്ടിങ്ങനെ തമാശ വരുന്ന മുമ്പേ ചിരിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി തമാശ വരുന്നുണ്ട്. അപ്പോൾ ആ സർപ്രൈസിൻ്റെ എലിമെൻറ്റ് പറയും. ആ ഒരു ട്വിസ്റ്റ് ഭയങ്കര സഡൻ ആവുമ്പോഴല്ലേ, അതുകൊണ്ടാണ് ആൾക്കാർ പലപ്പോഴും കമന്റ് ഇടണം, സർപ്രൈസ് കിട്ടാഞ്ഞിട്ടൊന്നും അവരിത് കണ്ടിട്ട് സഹിക്കല്ല. പിന്നെ എന്താ വെച്ചാൽ, നമ്മൾ സ്റ്റേജിൽ ഇരിക്കും അല്ലെങ്കിൽ ഒരു ഷോയുടെ ഇടയിൽ നിന്നുള്ള ഒരു ക്ലിപ്പ് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൗഡ് വർക്കൊക്കെ എസ്പെഷ്യലി അതൊരു വൈബ് ഇങ്ങനെ സെറ്റ് ചെയ്ത് പോയിട്ട് പിന്നെയാണ് ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു തമാശക്ക് അങ്ങനെയുള്ളൊരു റെസ്പോൺസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓഡിയൻസിന്റെ കൂടെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വൈബ് ഈ ഒരു റീല് കാണുന്ന ഒരാൾക്ക് എങ്ങനെയാലും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിനെന്തിനും ഇങ്ങനെ ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു, നിങ്ങൾ ഒരു ക്രൗഡ് വർക്ക് ഷോ നേരത്തെ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ മേക്ക് സെൻസ്. ക്രൗഡ് വർക്കിന്റെ ലൈവ് വൈബ് അറിയാത്ത ഒരാൾക്ക് വീഡിയോ കാണുമ്പോൾ അതല്ലെന്നേ വേറെ ചിലരുടെ പ്രശ്നം എന്താണ്, നീ മാക്സിന് അമ്മിനിയാവാൻ നീ നോക്കണ്ട, നീ രാഹുൽ സുബ്രഹ്മണ്യാവാൻ നോക്കണ്ട. അതെന്ത് വർത്താനാണ്? അല്ലേ, ഇത് ഇംഗ്ലീഷിലുള്ളത് ഇവിടെ ചെയ്യാൻ പാടില്ല എന്നൊരു സാധനം. അതെന്ത് ഞാൻ ആലോചിച്ചതല്ലേ, അങ്ങനെ നോക്കിയാൽ എല്ലാ ജോലിയും അവിടെ മലയാളത്തിൽ പമ്പർച്ചിരി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്റ്റാൻഡപ്പ് നിന്ന് ചെയ്യുന്നൊരു ഫോർമാറ്റ് ഉണ്ട്, അത് തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ ഹിന്ദിക്കാരനോട് ഇംഗ്ലീഷുകാരോട് നീ മലയാളത്തിൽ വേറെ തൊലിക്കാൻ വേറെ നടക്കൂ. ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ഉണ്ട്, അതങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു സാധനം ഒറിജിനൽ അല്ല. അല്ലേ, ഞാൻ ഒരു പുതിയ സാധനം കണ്ടുപിടിച്ച് ചെയ്തോളാം, ഞാൻ അത് വെച്ച് ജീവിച്ചോളാം. മാക്സിമം ഇനി പറഞ്ഞ സാധനം തന്നെ എഴുതി മലയാളത്തിലാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ പറഞ്ഞാൽ അങ്ങനെ കംപ്ലൈന്റ് പറയുന്നില്ല, അർത്ഥമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു ഫോർമാറ്റ്. ചില ആൾക്കാർ വിചാരിക്കണം നമ്മൾ ഇത് ആരാണ്ട് പഠിപ്പിച്ചിട്ട് അവിടെ അത് കൊടുത്തിട്ട് ഇത് ഭയങ്കര ആർട്ടിഫിഷ്യലാന്നൊക്കെ പറയാ. എന്താ അല്ലേ, എന്നാ അതിലെന്തെളുപ്പം കണ്ടന്റ് എഴുതി ചെയ്താൽ പോരെ. അത് ഇതിപ്പോ പഠിച്ചിട്ടും കാര്യമില്ല, പഠിച്ചു പോയാലും ഇത് ചെയ്യാൻ സാധനമല്ല. അത് ആ മൊമെന്റിൽ വന്നാലേ വരുള്ളൂ, അത് പെട്ടെന്ന് വരണം. ഈ തമാശയുടെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് കൗണ്ടർ അടിക്കുമ്പോൾ അത് പെട്ടെന്ന് പോകണം. അല്ല, നമ്മൾ ഇപ്പം നീ തന്നെ ഇന്നലെ പറഞ്ഞൊരു സാധനം നീ ജസ്റ്റ് ഒരു 3 സെക്കൻഡ് ഡിലേ ചെയ്തിട്ട് അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ചിന്തിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ തമാശ ഇല്ല. അത് ആ ഒരു പോയിന്റിൽ കുറേയെല്ലാം നമ്മുടെ ആ ഒരു ഇൻഡ്യൂഷൻ ഫോളോ ചെയ്യണതാണ്. അത് എനിക്ക് തോന്നുന്നു ഓവർ ടൈം അതിങ്ങനെ, അതായത് നമ്മുടെ ഇൻഡ്യൂഷൻ, നമുക്കൊരു ഇൻസ്റ്റൻസിൽ ഒരു ഫണ്ണി റിയാക്ഷൻ വരും, അത് എപ്പോഴും ഫണ്ണി ആവണം എന്നില്ല. പക്ഷെ നമുക്ക് ഇനഫ് എക്സ്പീരിയൻസും ഫീഡ്ബാക്കിലൂടെ നമുക്ക് മനസ്സിലാവും ഇത് ഫണ്ണിയാവും അത് ഫണ്ണിയാവും. പക്ഷെ ഇവരായിട്ടുള്ളൊരു ഒരു കണക്ട് ഉണ്ടാവില്ല, ഒരു കുറച്ച് നേരത്തിനകത്ത് ആ സെറ്റാ. അപ്പം നമുക്കറിയാം ഇവരിത്, അതാണ് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് റീൽസ് കാണുമ്പോൾ കണക്ട് ആവാതെ. പിന്നെ റീൽസ് കാണുമ്പോൾ കണക്ട് ആവുന്നുണ്ടല്ലോ ആൾക്കാർ. ഇപ്പോൾ അമിനി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, രാഹുൽ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ അയാൾ പറയുന്ന തമാശകൾ, സ്പോട്ടിൽ വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹൂ ഈസ്. ഇപ്പോൾ മാക്സ് അമിനി പറഞ്ഞ പേഴ്സൺ ചിലപ്പോൾ അല്ലാത്തൊരു ഒരു സെറ്റിംഗിൽ ഇരിക്കുമ്പോഴും ചിലപ്പോൾ അയാൾ സംസാരിക്കുമ്പോൾ അയാളുടെ വായിന്ന് വരുന്ന സാധനങ്ങൾ സ്റ്റേജിൽ നിന്നും ചെയ്യുന്നേ, അത്രയേ ഉള്ളൂ. അപ്പൊ അതുപോലെ ശരിക്കും പറഞ്ഞാൽ മഹാദേവൻ ആസ് എ പേഴ്സൺ നമുക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ കൗണ്ടറുകൾ വന്നുകൊണ്ടിരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കും, അവനും ചിരിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയാണ്. അപ്പോൾ അത്രയും നിന്നെ ആസ് എ പേഴ്സൺ ആൾക്കാർ ആ സ്റ്റേജിൽ ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ നിന്റെ ക്യാരക്ടർ ആസ് ഹൂ യു ആർ
അത് ആൾക്കാർ അത്രയും ഇഷ്ടപ്പെട്ട് നിന്നെ ഫോളോ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നിനക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വലിയൊരു ഗ്രോത്ത് വരുന്നത്. അതിപ്പോ ഇയാളുടെ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മതി ഇഷ്ടമുള്ളവർ മതി, വേണ്ടവർ വന്നാൽ മതി എന്നൊരു സാധനം. ഇല്ല, ഈ ഒരു നമ്മൾ മാക്സ് അഭിനയുടെ 15 വീഡിയോ ഉണ്ട്, നമുക്ക് മാക്സ് അഭിനയെ പോലെ സംസാരിക്കാൻ പറ്റും അല്ലേ? പിന്നെ എനിക്ക് മമ്മൂട്ടിയെ പോലെ അഭിനയിക്കാൻ കൂടുതൽ കാശ് കിട്ടൂലേ? അതെ. ഇല്ല, ഈ ഒരു ബീയിങ് യുവർ സെൽഫ് എന്നുള്ളൊരു സാധനം തന്നെയാണ് ആ ഒരു ആർട്ട് വർക്കാക്കുന്ന ബീയിങ് യുവർ സെൽഫ്. നമുക്കിപ്പം ഞാനൊരു കോർപ്പറേറ്റ് ജോലിക്ക് പോകുമ്പം അവിടെ സ്ട്രെസ്സ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഐ കനോട്ട് ബി കംപ്ലീറ്റ്ലി മൈ സെൽഫ്. എനിക്ക് തോന്നുന്ന കാര്യങ്ങളും അങ്ങനെയാണ് കോർപ്പറേറ്റ് ഇൻസെൻറ്റീവ്. അതാണ് എനിക്ക് തോന്നുന്ന കാര്യങ്ങളും എനിക്കല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളും അല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് കോർപ്പറേറ്റിൻ്റെ ഒരു പ്രശ്നം. അതാണ് ഭയങ്കര സ്ട്രെസ്സ്. കാരണം എനിക്ക് അത് ചെയ്യണം, പക്ഷെ ചെയ്യാൻ പറ്റില്ല, വേറെയുള്ളവരെ പ്ലീസ് ചെയ്യാനാണ് ചെയ്യുന്നത്. ആർട്ടിൽ തിരിച്ച് ഓപ്പോസിറ്റാണ്. അതായത് മാക്സിമം നിനക്ക് തോന്നുന്നത് നീ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ മാക്സിമം നീ ആവുന്നതാണ് ആൾക്കാർക്ക് എൻജോയബിൾ ആയിട്ട് തോന്നണം. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ സിഗ്നേച്ചർ വരുന്നത്. അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം ഇത്രയും ഇപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഓരോരുത്തരുടെ ഐഡന്റിറ്റി വരുമ്പോഴാണ് അത് വ്യത്യസ്തമാവുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് പലരും പറയും ഇംഗ്ലീഷ് ചെയ്യാൻ പറയും, ഞാനും പറയാറുണ്ട്. അതെ, പക്ഷേ എനിക്ക് ചെയ്തോണ്ടിരുന്നപ്പോൾ ഇംഗ്ലീഷിലോട്ട് ഇംഗ്ലീഷിൽ നീ ഡെലിവറി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് വർക്ക് ആവാറുണ്ട്. അതിങ്ങനെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പക്ഷെ എനിക്കാണെങ്കിൽ തോന്നാറില്ല. കാരണം ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ കയറിയപ്പോഴേ ദീപക് ജി ചെയ്ത് കഴിഞ്ഞ് പറയാനുള്ള കയറി, അപ്പം ഞാൻ പറയണമെന്ന് വിചാരിച്ച ദീപക് ജി അതെന്ന് വെച്ചാൽ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ, എന്നെ അറിയത്തൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നല്ല, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ പുള്ളി ഇതുപോലെ പുള്ളി ജെന്യൂനായിട്ട് ഇങ്ങനെ സംസാരിക്കണം. ദീപക് ജിയുടെ മീശ പോലെ കണ്ടാ ഫേക്കാന്ന് തോന്നും, പക്ഷെ ഒറിജിനല്ല അല്ലേ? അപ്പോൾ നമുക്ക് അതെ കോൺഫിഡൻസ് വന്നു. എനിക്ക് ചെയ്യുന്ന മുമ്പേ എനിക്ക് മീശ വെക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം മറ്റേ മീശ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊരുമാതിരി പൂച്ചയ്ക്ക് അതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെയൊക്കെ വെച്ചാലേ അത് നിൽക്കുകയുള്ളൂ. അതിൻ്റെ എഫേർട്ട് വെക്കാത്തതുകൊണ്ട് ഞാൻ ഷമ്മീനെ പോലെ. നമുക്ക് അതിലൊരു സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാം. ഇല്ലേ ആൾക്കാർ നീ ലാലേട്ടൻ്റെ പോലെ മീശ പിരിച്ചു വെക്കണ്ട. എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ മറ്റേ മൂക്കിൻ്റെ ഷേപ്പ് മാറിയ ഷേപ്പ് ഇതിൽ തന്നെ ആൾക്കാർ ഓവർ ടൈം കണ്ട് ഇഷ്ടപ്പെടും അല്ലേ? ആൾക്കാർ ആദ്യം പറയും. അപ്പോൾ ഇത് വെച്ച് പോകുമ്പോൾ ആൾക്കാർക്ക് ആദ്യം പ്രശ്നം വരുന്നത് ഇത് മോശമായതുകൊണ്ടല്ല, ഇത് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 2 കമന്റ് വന്നാടാ. അതായത് നീയാണ് ആദ്യം പറഞ്ഞു തോന്നുന്നത് ഇത് കണ്ട് ബാംഗ്ലൂർ പോലീസുകാരെ പോലെ. ഇത് കഴിഞ്ഞ് നമ്മുടെ ഷോയ്ക്ക് ചെന്നപ്പോൾ അവിടുന്ന് ഒരാൾ പറഞ്ഞു ദീപക് ജിയെ കണ്ട ഇപ്പൊ ഒരു ബാംഗ്ലൂർ പോലീസുകാരെ പോലെ ഉണ്ടെന്ന്. അതെങ്ങനെ ഈ ബാംഗ്ലൂർ പോലീസുകാരൊക്കെ നീ ഫേസ് ആണ്? അതാ ഞാനത് പറഞ്ഞപ്പോൾ കണക്ട് ആയില്ല നിങ്ങളൊക്കെ. എനിക്കത് അപ്പം ഞാൻ വർക്കായില്ല. പക്ഷേ കറക്റ്റാണ്, ഇതുപോലെ ഇരിക്കുന്നത്. ബാംഗ്ലൂരുള്ളവർ പറയും ഇത് ബാംഗ്ലൂർ പോലീസുകാരുടെ ലുക്ക് ഉണ്ടെന്ന്. കൂടുതലും ഇങ്ങനെ തന്നെ ഇരിക്കണം. ആണോ? എനിക്കറിഞ്ഞൂടാ. നമുക്ക് തിരിച്ച് കോൺഫിഡൻസിലോട്ട് വരാം. കോൺഫിഡൻസും സെൽഫ് ഡൗട്ടും. അതെ, അപ്പോൾ പെർഫെക്ഷനിസം ഒരു വളരെ വലിയൊരു പ്രശ്നമാണ്. അതാണെന്ന് തോന്നുന്നു കോൺഫിഡൻസ് കുറയ്ക്കേണ്ട ഒരു സാധനമല്ലേ? അതായത് എനിക്ക് തോന്നുന്നു എക്സ്പെക്റ്റേഷൻ വെക്കുന്നതാണ് കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരു സാധനം. അതായത് നമ്മളിപ്പോൾ സ്റ്റേജിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ ചിന്തിക്കുകയാണ് ഈ ഷോ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സാധനം പറയാം. നമ്മൾ സ്റ്റേജിൽ പോകുമ്പോൾ നമ്മൾ ഔട്ട്കം ആൾക്കാർ പോകുമ്പോൾ ഹാപ്പി ആയിട്ട് പോകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്ന എക്സ്പെക്റ്റേഷൻ എങ്കിൽ അതിൻ്റെയും കാട്ടി കൂടുതൽ ആൾക്കാർക്ക് അതിൻ്റെയും കാട്ടി കൂടുതൽ നല്ലൊരു ഒബ്ജക്റ്റീവ് ഞാൻ ഫണ്ണാകട്ടെ എന്നുള്ളതാണ്. എനിക്ക് ഫണ്ണാവുന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എക്സ്പെക്റ്റേഷൻ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കും ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ. അത് നമുക്ക് ആ പ്രോസസ് ഓഫ് ഹാവിങ് ഫണ്ണിൽ നിന്നും, അതാണ് ഞാൻ ഇംഗ്ലീഷ് ചെയ്യണമെന്ന് പറയണത് അല്ലേ, പ്രോസസ് ഓഫ് ഫണ്ണിൽ നിന്ന് ടേക്ക് അവേ ചെയ്യും. അതെ, അപ്പോൾ എക്സ്പെക്റ്റേഷൻ വെക്കണതാണ്. പെർഫെക്ഷനിസം ഒരു ടൈപ്പ് ഓഫ് എക്സ്പെക്റ്റേഷനാണ്. പെർഫെക്ഷനിസം എന്ന് പറയുമ്പോൾ നീ നിന്റെ ഏറ്റവും വലിയ ഈ സാധനം തന്നെ ഇറക്കി വെക്കുള്ളൂ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതെ. അതായത് നമുക്കിപ്പോൾ അത് തമാശയുടെ കേസിലും അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുമ്പോൾ നമ്മൾ അല്ലാതെ കാണുന്നത് ഭയങ്കര നല്ല സ്റ്റാൻഡപ്പ് കോമിക്കുകളെയാണ്. എല്ലാവരുടെ ബെസ്റ്റ് സാധനമാണ്. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റോറി തന്നെ കാണുമ്പോൾ അവരവരുടെ ബെസ്റ്റാണ് ഇറക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെ, അവരും നല്ലല്ലേ ഈ പറഞ്ഞ മറ്റേ ക്രൗഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം മാക്സ് അഭിനയാണെങ്കിൽ പോലും പുള്ളിയുടെ നല്ല വേർഷനിലെ പുറത്തിറക്കും. ഇത് ഒറിജിനൽ പോയി ഇവിടുന്ന് ആരും കണ്ടിട്ടില്ലല്ലോ. 1 മണിക്കൂർ പുള്ളിയുടെ സ്പെഷ്യൽ 1 hourന്റെ സാധനം കണ്ടപ്പോൾ എൻട്രി ഒക്കെ ഭയങ്കര ഗ്രാൻഡ് പരിപാടിയായിരുന്നു കേട്ടോ. പുള്ളി മറ്റേ ബൈക്കിലൊക്കെ വന്നിറങ്ങി. എവിടെ? മുംബൈ
എവിടെ മുംബൈ ചെയ്തല്ലോ, പുള്ളി പുറത്ത് ചെയ്താ ബൈക്കിൽ വന്നിറങ്ങി, നെറ്റ്ഫ്ലിക്സിലല്ലേ നമ്മൾ കണ്ടത്, എവിടെ കണ്ടു? നമ്മൾ കണ്ടോടി കുറച്ച് കഴിഞ്ഞപ്പോൾ. പക്ഷേ പുള്ളിയുടെ യൂട്യൂബ് ക്ലിപ്സിൽ കാണുന്ന പറഞ്ഞാൽ ഷോ എന്നുള്ള നല്ല ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സ്, മൾട്ടിപ്പിൾ ഷോസ് എന്നുള്ളത് കൂടെ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഫണ്ണ് നിനക്ക് ആ ഒരു പുള്ളിയുടെ സ്പെഷ്യൽ ശരിക്കും കിട്ടില്ല. എനിക്കത് വർക്കായില്ല എന്ന് കണ്ടിട്ട്. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ഒരു സിനിമ കാണുമ്പോൾ എത്ര നല്ല സിനിമ കണ്ടാലും അതിൻ്റെ ചെറിയ ചില ഭാഗങ്ങൾ ബോറിംഗ് തന്നെയാണ്. പക്ഷെ ആ ഒരു ബോറിംഗ് ഭാഗത്തിലാണ് കഥയൊക്കെ സെറ്റാവുന്നത്, ഭാവിയിൽ പേ ഓഫ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ടേ ഒരു സാധനം, അപ്പോൾ അങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ എൻഗേജിങ് ആയിട്ടിരിക്കാൻ ഭയങ്കര പാടായിരിക്കും. അത് ഏതൊരു ഷോ ആയാലും. ഇപ്പം എന്താ സാക്കിർ ഖാൻ്റെ തന്നെ 2.5 ഷോയിൽ 2.5 മണിക്കൂർ 3 മണിക്കൂർ ഷോയിൽ 15-20 മിനിറ്റ് ബോറടിക്കും നമുക്ക്. നമ്മൾ തീരാത്ത അത്രേ ബോർ. പക്ഷെ എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ്ലി ആൾക്കാർ നോക്കുന്നത് 2-3 ഹൈ പോയിന്റ്സ് തന്നെയാണ്. പിന്നെ അവസാനത്തെ ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമയുടെ കേസിലൊക്കെ ഒരു 2-3 മാസ് പോയിന്റ്സും അവസാനം ഒരു കിടിലൻ സാധനവും വെച്ചിട്ട് തീർക്കുകയാണെങ്കിൽ സിനിമ ഹിറ്റാണ് ആക്ച്വലി. അല്ലാതെ അത് ത്രൂ ഔട്ട് എൻഗേജിങ്ങും അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഫണ്ണായിരിക്കണം എന്നൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലെന്നാണ്. ഈ ഒരു ഫോർമുല ആൾക്കാർക്ക് അറിയാന്നിരിക്കും എന്തുകൊണ്ട് കൂടുതൽ. അല്ല അങ്ങനെയല്ല, വിനീത് ശ്രീനിവാസൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളി ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഈ ഹൈ പോയിന്റ്സിന് വേണ്ടിയിട്ട് തന്നെയാണ്. എന്നിട്ട് അതിലോട്ട് ബിൽഡ് കഴിഞ്ഞ അതെല്ലാം തീർന്നു തട്ടത്തി മൃത്. അങ്ങനെ പല റൈറ്റേഴ്സും ഒരു ഇങ്ങനെ ഈ നമ്മൾ ഈ സ്റ്റോറി ബീറ്റ്സ് എന്ന് പറയുന്നത് തന്നെ, ഒരു സ്റ്റോറിയിൽ ബീറ്റ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഹൈ പോയിന്റ്സ് ബിൽഡ് ചെയ്യണതാണ് ഒരു സ്റ്റോറി സ്ട്രക്ചർ. ഒരു സംശയം ചോദിക്കട്ടെ, അതായത് ഇങ്ങനെ സംശയം ചോദിക്കാൻ ഞാൻ അങ്ങനെ സ്റ്റോറി ഇതിങ്ങനെ എവിടെ എന്തൊക്കെയോ ടെക്നിക്കലായിട്ടുള്ള സാധനങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അല്ല ഈ ശരിക്കും ഈ ബീറ്റ്സിൻ്റെ ഈ ഫോർമുലയൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കുറേ ആൾക്കാർ എഴുതി ഹിറ്റ് അയക്കുന്ന ഒരു ഫോർമാറ്റിൽ നിന്ന് അതൊന്നും ഇങ്ങോട്ട് എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇത്ര ഒരു 1000 അല്ലെങ്കിൽ 2000 ഹിറ്റ് സാധനങ്ങൾ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഏകദേശം ആവറേജ് ഇത്ര സമയത്തിനകത്ത് ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഫോർമുലേഷൻ ആയിരിക്കുമല്ലോ ഈ സാധനമൊക്കെ. ഈ പറയുന്ന വലിയ സ്ക്രീൻ പ്ലേയുടെ സേവ് ദ ക്യാറ്റ് ഇങ്ങനത്തെ ഒരു സാധനമാണ്. അതിങ്ങനെ ഒരു ചട്ടക്കൂട് വെച്ച് തരുന്നില്ല. പക്ഷെ അതിനകത്ത് എല്ലാ സാധനം കൊണ്ടിട്ടാലും അൾട്ടിമേറ്റ്ലി ഒരു സാധനം ഫോഴ്സ്ഡ് ആണെങ്കിൽ അത് ഫോഴ്സ്ഡ് ആയിട്ട് ആൾക്കാർക്ക് തോന്നും. അതിലൊരു ഭംഗിയില്ല കാണാൻ. കുറച്ച് ഇംപെർഫെക്ഷൻ സാധനമായിരിക്കും വർക്കാവണം ചാൻസ്. നമ്മൾ ഈ കോൺഫിഡൻസിനെ പറ്റി എന്താണ് ദീപക് കോൺഫിഡൻസ്? വാട്ട് ഈസ് കോൺഫിഡൻസ് ഫോർ യു? അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ്, അതെ ഇടയ്ക്കൊരു ചിരി മുഖത്ത് എന്താ പ്രോസസ് ചെയ്യുക. സിഗ്മണ്ട് ഫ്രോയിഡ് കോൺഫിഡൻസിനെ പറ്റി പറയുന്നത്. അപ്പോൾ കോൺഫിഡൻസിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈഗോനെ പറ്റി മനസ്സിലാക്കണം. അപ്പോൾ 2 എപ്പിസോഡായിട്ട് അപ്പോൾ ഈഗോ, സിഗ്മണ്ട് ഫ്രോയിഡ് ഈഗോ ഡിഫൈൻ ചെയ്യുന്ന പോലെയല്ല. നമ്മൾ സാധാരണ ഈഗോ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ജാട. അവന് ഭയങ്കര ജാടക്കാരൻ. മലയാളത്തിൽ എനിക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അവന് ഭയങ്കര ഈഗോ എന്ന് പറഞ്ഞാൽ ഭയങ്കര തലക്കനുള്ള ഒരാളാണ്. ഈഗോ ഇല്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ഈഗോ ഇല്ലാത്ത ഒരു സാധാരണക്കാരൻ, ഒരു പാവം, കൂളാണ്, കൂൾ അബൌട്ട് എന്നുള്ള സാധനം. എന്നുവെച്ചാൽ ഈഗോ ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ അയാൾക്ക് വാലിഡേഷൻ്റെ വളരെ വലിയൊരു നീഡും ഉണ്ട്. അയാൾക്ക് അയാളുടെ മനസ്സിൽ തന്നെ അയാളെ പറ്റി ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് ആൾക്കാർ ഫോളോ ചെയ്യണം. ഈഗോ ഉള്ള ഒരാൾ, അതായത് എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ആൾക്കാരെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് ഉള്ളൊരു ഇമേജ് പുള്ളിയുടെ മൈൻഡിലുണ്ട്. അതാണ് നമ്മൾ സാധാരണ ഈഗോ എന്ന് പറഞ്ഞത്. അപ്പോൾ വലിയ ഈഗോ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഈഗോ ഇല്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്ത് നമുക്ക് എന്തും പറയാം, നമുക്കൊരു എഫേർട്ട് ഇടണ്ട അയാളെ പ്ലീസ് ചെയ്യാൻ. കാരണം അയാൾ അതിൽ നിന്നൊന്നും ഡ്രൈവ് ചെയ്യുന്നില്ല. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സൈക്കിള് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ഇഡാണ്. ഇഡെന്നോ ID എന്നാണ് പറഞ്ഞത്, അതെനിക്കറിഞ്ഞൂടാ. ഇഡാണ് നമ്മുടെ പ്ലഷർ സീക്കിംഗ് ഭാഗം. അതായത് ഇഡാണ് എനിക്ക് ഇപ്പോൾ ഒരു ഫുഡ് വെച്ചാൽ കഴിക്കണം, അങ്ങനെ എനിക്കത് വേണം, വാലിഡേഷൻ വേണം, അങ്ങനെ വരുന്നത് തൃശ്ശൂർ വേണം പറയുന്നത് ഇഡാണ് നമ്മുടെ പ്ലഷർ പ്രിൻസിപ്പിളിലാണ് ഇഡിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ലസ്റ്റ്, ഹങ്കർ, അഗ്രഷൻ അങ്ങനത്തെ ഉള്ള പ്രൈമൽ നമ്മുടെ പ്രിമിറ്റീവ് ഫീലിങ്സ്, ഡിസയർസ് ഒക്കെ വരുന്നത് നമ്മുടെ ഇഡിയിൽ നിന്നാണ്. അപ്പോൾ ഒരു കുട്ടി കരയുമ്പോൾ കുട്ടിക്ക് ഒന്നെങ്കിൽ ഭക്ഷണം വേണം, അല്ലെങ്കിൽ ഇമോഷണൽ ഇൻറ്റിമസി വേണം, അല്ലെങ്കിൽ വാലിഡേഷൻ വേണം. ഇതൊക്കെ ഇഡാണ്. അതെന്താണ് കുട്ടി? കാരണം കുട്ടി കിഡാണ്. രണ്ടാമത്തേതാണ് ഈഗോ. ഈഗോ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഈഗോ അല്ല. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ്.
അതായത് എനിക്കിപ്പോൾ ഒരു ബർഗർ കണ്ടപ്പോൾ കഴിക്കാൻ തോന്നുന്നു, പക്ഷേ ഇത് കഴിച്ചാൽ എനിക്ക് കാലറീസ് കൂടും എന്ന് ചിന്തിക്കുന്നത് ഈഗോ ആണ്. അതായത് കോൺസിക്വൻസ് ബേസിസിൽ ഈ ആക്ഷൻ ചെയ്യണ്ടേ എന്ന് ഒരു തോട്ടിലാണ് എന്ന ഒരു പ്രോസസ്സിങ്ങിലാണ് നമ്മൾ വാട്ട് ഡു ഐ ഡു എന്നൊരു ചോദ്യം ചെയ്യുന്നത്. അതാണ് ഈഗോ. ഓക്കെ, ഇനി മൂന്നാമത്തേതാണ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഈ മൊറാലിറ്റി തുടങ്ങിയ സാധനം, അതായത് ആൾക്കാർ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ആൾക്കാർ എന്നെപ്പറ്റി നല്ലത് ചിന്തിക്കണം, അല്ലെങ്കിൽ ഈ എമ്പതിയൊക്കെ സൂപ്പർ ഈഗോ ആണ്. അതായത് ഞാൻ ഇങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ധർമ്മം ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് സൂപ്പർ ഈഗോ ആണ്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഈഗോയാണ് അല്ലേ? സൂപ്പർ ഈഗോ എന്ന് വെച്ചാൽ ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അത് വേണം എന്ന് വെച്ചാൽ സൂപ്പർ ഈഗോ ഇല്ലാത്തവരാണ് സൈക്കോപാത്സ് ആവുന്നത്. എന്ന് വെച്ചാൽ ഇഡിലിപ്പം എനിക്കാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സാധനം വേണം. ഓക്കെ, ഇഡ് എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ആ സാധനം വേണം. ഓക്കെ, ഈഗോ പ്രോസസ്സ് ചെയ്യുന്നു ആ സാധനം ചെയ്യുന്നതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യുന്നു, അത് ചെയ്യുന്നു. പക്ഷേ ആ സാധനം ഇനി കിട്ടണമെങ്കിൽ ഒരാളെ കൊല്ലണം. ഞാൻ കൊല്ലാതെ ഇരിക്കുന്നത് അതെൻ്റെ ഹ്യൂമാനിറ്റിയാണ്. അതായത് ഞാൻ അങ്ങനത്തെ ഒരാളല്ല, ഞാൻ വേറൊരാളെ കൊന്നിട്ടല്ല ഞാനത് മേടിക്കേണ്ടത്. അപ്പം ഒരു ഗോൾ അച്ചീവ് ചെയ്യുക എന്ന് മാത്രമല്ല, ഞാൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് അതിന് ഞാൻ അക്കൗണ്ടബിൾ ആണെന്ന് നമ്മളെ കീപ്പ് ചെയ്യുന്നത് സൂപ്പർ ഈഗോ ആണ്. അപ്പോൾ സൂപ്പർ ഈഗോ ഒട്ടുമില്ലെങ്കിൽ പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനിങ്ങനെ പ്രോസസ് ചെയ്യായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സാധനം ആദ്യം നമുക്കുള്ളൊരു ആഗ്രഹം, പിന്നെ അതിനെ നമ്മുടെ അകത്തുള്ള നമുക്കുള്ള ഡയറക്റ്റ് കോൺസിക്വൻസിന്റെ ഒരു അനാലിസിസ്, പിന്നെ സൊസൈറ്റൽ നമ്മുടെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു അനാലിസിസ്. ഇതാണ് ഒരു ഈഗോയുടെ ഒരു സൈക്കിന്റെ 3 പടുന്ന ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ ആണ്. എനിക്ക് ഇപ്പൊ ഒരു തമാശ പറയണം, ഒരാളെഫ്രണ്ടിൽ നിൽക്കുന്നത് തമാശ ക്രൗഡ് വർക്ക് പറഞ്ഞേ. അതെ, ഒരു ക്രൗഡ് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഒരാളൊരു സാധനം പറഞ്ഞു, ഒരു സാധനം പറഞ്ഞു. അത് ഇന്നലത്തെ തമാശ പറയാം ആൾക്കാർ ഷോയിൽ ബാക്കി നടക്കുന്ന ഫണ്ടൊന്നും ഷെയർ ആദ്യം പറഞ്ഞു. അപ്പൊ നമ്മൾ പ്രൊഫഷണൽ ആണല്ലോ. 7 മണിയായപ്പോ ക്രൗഡ്, പക്ഷെ എന്നാലും ഒരു 40 പേര് വരാനുണ്ട്, പക്ഷെ നമ്മൾ അറിഞ്ഞില്ല. ഞാൻ ഒരു ചിത്ര വരെ വന്നിട്ടുള്ളൂ. 7 മണിയായപ്പോ ദീപക് ജി സ്റ്റാർട്ട് നേരെ ഹലോ തുടങ്ങ. എന്റെ അടുത്ത് റിൻഷാദ് പറഞ്ഞു തൃശ്ശൂർ എന്തുട്ടാ നമുക്ക് തുടങ്ങിയാലോ, ഞാൻ സ്റ്റേജിൽ പോയിട്ട് എന്തുട്ടാ നമുക്ക് തുടങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞു ദീപക്. അപ്പൊ അവിടുത്തെ ഒരു മാനേജർ ഓടി വന്നു, ഒരു 40 പേര് വരാൻ, നമുക്ക് ഒരു 15 മിനിറ്റ്സ് നമുക്ക് കാത്തിരിക്കാൻ എന്നാ പോയിട്ട് പിന്നെ അവിടാണ് മാനേജറിന്റെ റോഡ് പറഞ്ഞല്ലേ. കട്ടക്ക് എടുത്തിട്ട് പറഞ്ഞു ഇതിൽ കൂടുതൽ ഒന്നും നാണങ്ങളായില്ല, ഈ ഷോ ഇനി മേളിലോട്ട് കയറേ ഉള്ളൂ, ഇനി ഈ ഷോയിൽ നാണം കെടാനോ ഒന്നുമില്ല, ഇനി നീ എന്ത് പറഞ്ഞാലും സെറ്റാ. ആ പറഞ്ഞ് നാവെടുത്ത് അണ്ണാക്കിലോട്ട് ഇട്ടത് പട്ടേന്ന് ഇരുന്നല്ല, കാല് പൊട്ടി പൊട്ടി ഞാൻ താഴെ പോയി. അപ്പൊ എല്ലാരും എണീറ്റ് പിന്നെ അവിടുന്ന് ഷോ ഭയങ്കര കയറ്റായിരുന്നു. നല്ലൊരു ഷോ ആയിരുന്നു, സന്തുഷ്ടം കിട്ടിയ ഒരു ഷോ. തിരിച്ച് അപ്പോൾ മഹാദേവൻ സ്റ്റേജിൽ നിൽക്കുകയാണ്, ഒരു പെർട്ടിക്കുലർ ഒരാളൊരു സാധനം പറഞ്ഞ് മഹാദേവന് തിരിച്ച് കൗണ്ടർ അടിക്കാൻ തോന്നി. അപ്പോൾ നമ്മുടെ നീഡ് ഫോർ വാലിഡേഷൻ, ബേസിക് നീഡ് ഫോർ വാലിഡേഷൻ ഇഡാണ്. തമാശ പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കും, അത് ഇഡാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കും, ഈ തമാശ പറഞ്ഞാൽ എനിക്ക് അടി കിട്ടുമോ, അല്ലെങ്കിൽ ആൾക്കാർ ഒഫൻഡഡ് ആവുമോ, ഷോയിൻ്റെ ഫ്ലോ പോവോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഈഗോ ആണ്. അത് പറയണോ വേണ്ടയോ എന്നുള്ളൊരു സാധനം. ഇനി മൂന്നാമത്തെ സാധനം ബോഡി ഷേമിങ് തമാശയാണെങ്കിൽ ഞാൻ പറയൂല എന്ന് ചിന്തിക്കാൻ. എന്താ ഞാൻ അവിടെ എന്താണ്, ഈ ഈഗോ ഇസ് ബേസിക്കലി വാട്ട് ഡു ഐ ഡു, സൂപ്പർ ഈഗോ ഇസ് ബേസിക്കലി വാട്ട് വിൽ പീപ്പിൾ തിങ്ക് ഓഫ് മീ, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പം ഞാൻ ബോഡി ഷേമിങ് തമാശ പറയുന്ന അത് ഈഗോയുടെ പാർട്ടും ആവാം, അല്ലെങ്കിൽ ഇപ്പം നിൻ്റെ പൊളിറ്റിക്സ് അത് നിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ നിനക്കാണെങ്കിൽ ഒരു പക്ഷെ പറയും ഞാൻ അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്, അത് സൂപ്പർ ഈഗോ ആണ്. അപ്പോൾ ഈ പറഞ്ഞതും നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ സൂപ്പർ ഈഗോ. റിക്കി ജെർവൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, അത് ഇതായിട്ട് കൂട്ടിക്കെട്ടിയ കുറച്ചുകൂടെ ബെറ്റർ ഒരു എക്സാമ്പിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ റിക്കി ജെർവൈസ് ഹ്യൂമറാണ് തന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞതാണ്. അതായത് പുള്ളി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഈഗോയുടെ സ്റ്റേജസ് വെച്ച് നോക്കുമ്പോൾ പുള്ളി പറഞ്ഞത്, പുള്ളി അങ്ങനെ നോക്കുമ്പോൾ ഒരു സൈക്കോപാത്തിക് സൈഡിലാണ് നിൽക്കുക ഈ പറഞ്ഞു വെച്ചിട്ട് അല്ലേ.
അതെ അതെ അതെ. സി ബേസിക്കലി കോർപ്പറേറ്റിലും ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത് സൂപ്പർ ഈഗോ ഇല്ലായ്മ ആണ് ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ സക്സസിൻ്റെ ഏറ്റവും വലിയ സാധനം എന്ന് പറഞ്ഞാൽ, അതായത് വേറൊരാൾ ചിന്തിക്കുന്നത് എന്താണ് എന്ന് കൺസിഡറേഷൻ ഇല്ലാത്ത ആൾക്കാരാണ് ശരിക്കും സക്സസ്സിലോട്ട് വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ പലരും ചിന്തിക്കുന്നതാണ് ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആവണം എന്നുള്ള. കണ്ടൻറ് ക്രിയേറ്റർ ആവാൻ സക്സസിൻ്റെ ഫോർമുല കൺസിസ്റ്റൻസിയാണ്. റെഗുലറായിട്ട് കണ്ടൻറ് ഇടുക എന്നുള്ളത് തന്നെയാണ്. കഴിവ് ഓവർ ടൈം ഡെവലപ്പ് ആവുന്ന ഒരു സാധനമായിരിക്കാം. അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചുമ്മാ കഴിവില്ലാത്ത എത്ര പേര് നന്നാവുന്നുണ്ടല്ലേ അല്ലേ? അത് പക്ഷെ അങ്ങനെ ചെയ്യാന്ന് ഒരു കഴിവാണ്. എന്നുവെച്ചാൽ ഈ ഒരു ഇപ്പോൾ മഹാദേവന് കഴിവുള്ളത് കൊണ്ടാണ്, നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നതുകൊണ്ടാണ് മഹാദേവൻ കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലേ? ഒരു ബേസിക്കലി നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അല്ലാതെ മഹാദേവന് ഇപ്പോൾ ഒരു 10 ഷോ ചെയ്തിട്ട് അത് വളരെ മോശമായിട്ട് വേണമെങ്കിൽ നീ ചെയ്യൂലായിരുന്നു. അപ്പോൾ അവിടെയാണ് കഴിവിൻ്റെ റോൾ. അതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് വേണം. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സൈക്കോപാത്ത് ആണെങ്കിൽ അതും കെയർ ചെയ്യാതെ ചിലപ്പോൾ അയാളൊരു 30 ക്രൗഡ് വർക്ക് ഷോ ചെയ്തിട്ട് ചിലപ്പോൾ അയാൾ ചിലപ്പോൾ നന്നാവും. അതെ, 30-40 ഒരു പോയിന്റിൽ ഇത് ഡെവലപ്പ് ആവും. നമ്മൾ എന്തായിരുന്നു പറഞ്ഞതെന്ന്? റിക്കി ജെർവൈസിൻ്റെ ഇഡ് അതല്ല സൈക്കോപാത്തി. അപ്പോൾ ബേസിക്കലി കോർപ്പറേറ്റിലും അല്ലെങ്കിൽ ആർട്ട് പെർസ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയാം ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആവണം, കണ്ടൻറ് ഇടണം എന്നുള്ളൊരു സാധനത്തിൽ വരുന്ന ഒരു സാധനം സൂപ്പർ ഈഗോ അവിടെ ഒരു ബാരിയറാവും. ഒന്ന് ഇഡ് ബാരിയറാവും. അതായത് ഇഡ് ബേസിക്കലി പ്രിഫർ ചെയ്യുന്നത് കംഫർട്ടും സാധനങ്ങൾ. അതായത് നിനക്കിപ്പോൾ ഒരു കണ്ടൻറ് ഇടുന്നതിന് കിട്ടുന്ന ഒരു വാലിഡേഷൻ ഇഡ് ഡ്രിവൺ ആണ്. അപ്പോൾ എനിക്ക് കണ്ടൻറ് ഇട്ടാൽ ആൾക്കാർ ഇഷ്ടപ്പെടും എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ കണ്ടൻറ് ഇടാൻ പോകുന്നു. പക്ഷേ ഞാൻ 2-3 കണ്ടൻറ് ഇട്ട് എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് വരാത്തപ്പം എൻ്റെ ഇഡിന് പിന്നെ അതിൽ നിന്നൊരു വാലിഡേഷൻ അല്ല കിട്ടുന്നത്. അപ്പോൾ ഇഡ് കണ്ടൻറ് ഇടുന്ന വർക്കിൻ്റെയും കാട്ടി കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഞാൻ വെറുതെ ഇരുന്ന് സ്ക്രോൾ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഇഡൊരു കാരണമാണ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യാതെ ഇരിക്കുന്നത്. ഓക്കെ, സൂപ്പർ ഈഗോ വന്നിട്ട് പറയും ആൾക്കാർ നിന്നെപ്പറ്റി മോശമാണ് പറയുന്നത്, ആൾക്കാരെന്ത് ചിന്തിക്കും, ആങ്സൈറ്റിയൊക്കെ വരുന്ന സൂപ്പർ ഈഗോയിൽ നിന്നാണ്. അപ്പോൾ ബേസിക്കലി തെറപ്പി അല്ലെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് തെറപ്പി കൂടെ ഉദ്ദേശിക്കുന്നത് ഈഗോ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സ്ട്രോങ് ആക്കുക. ഇതിൻ്റെ മീഡിയേറ്ററാണ് ഈഗോ. നടുക്ക് നിൽക്കും. ഈ ഇഡ് നമ്മളെ ഈ ഡിസയർസും കംഫർട്ടിലോട്ട് പുള്ളി ചെയ്യുന്നു. സൂപ്പർ ഈഗോ ആൾക്കാരെന്ത് ചിന്തിക്കുന്നു എന്ന് പേടിപ്പിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇത് മീഡിയേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഈഗോ ആണ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അകത്ത് ഒരു ചൈൽഡ് വോയിസ് ഉണ്ട്, ഒരു കുട്ടിത്വമുണ്ട്. കുട്ടിത്വം എന്ന് പറഞ്ഞാൽ കോൺസിക്വൻസ് ഇല്ലാതെ നമുക്ക് അത് വേണം ഇത് വേണം. നമ്മളിപ്പോൾ പല കാര്യങ്ങളും പൊട്ടത്തരവും വിളിച്ചു പറയും. കാരണം നമ്മൾ കോൺസിക്വൻസ് ചിന്തിക്കാതെ ചെയ്യുന്നതാണ് ഒരു ചൈൽഡ്. അതാണ് ഇഡ് ബേസിക്കലി. പിന്നെ ഒരു വളരെ ക്രിട്ടിക്കലുണ്ട്, നീ ചെയ്യരുത്, അത് നീ ചെയ്യരുത്, ഇത് നീ ചെയ്യരുത്. അത് നമ്മുടെ പേരൻസിൽ നിന്ന് വരുന്ന ഒരു വോയിസാണ്. അല്ലെങ്കിൽ തന്നെ ഷേമിങ്, നീ കൊള്ളൂല, അത് ആ ഒരു സാധനം, അതാണ് സൂപ്പർ ഈഗോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റാഷണൽ അഡൽറ്റിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുന്നതാണ് ഈഗോ. അപ്പോൾ ബേസിക്കലി കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈഗോയിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. റാഷണൽ അഡൽട്ട്, അതായത് ഇത് കേട്ടിട്ട് മനസ്സിലാവാത്ത പാവപ്പെട്ടൊരു 10,000 പേരുടെ കോൺഫിഡൻസ് ഇന്ന് പോകല്ലേ. എനിക്കിത് മനസ്സിലാവുള്ള, എനിക്കിത് മനസ്സിലായില്ല എന്നൊക്കെ ഓർത്ത് കോൺഫിഡൻസ്. വെള്ളം കുടിപ്പിക്കുകയാണോ? ഒരു ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ എഴുതി കാണിക്കണം കേട്ടോ, ഇങ്ങനെ ഒരു പടത്തിൽ ഇട്ട് നടുക്ക് ഈഗോ പുറത്ത് സൂപ്പർ ഈഗോ കാണിച്ചോ, ഞങ്ങള് പോവാ. ഇതാവുമ്പോ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്താൽ മതി. പക്ഷെ ഡീറ്റെയിലിംഗിലോട്ട് പോയി ഇപ്പൊ എന്താണ് കൺഫ്യൂഷൻ? ചോദിക്കും ഞാൻ പറയാം എന്താണ് കൺഫ്യൂഷൻ. അല്ല, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ത് നടന്നാലും, അതായത് ആൾക്കാർ എന്ത് ചിന്തിച്ചാലും, ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷനിൽ തന്നെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാനിത് കമ്മിറ്റ് ചെയ്തു, ഞാനത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു സാധനമാണ്. ഞാനിപ്പോ സീരീസ് തുടങ്ങിയിട്ട് നീ നിർത്തിയില്ലടാ. ഈ ഫ്രോയിഡിയൻ തിയറി അല്ലാതെ കോൺഫിഡൻസിനെ കുറിച്ച് വേറെ എന്തെങ്കിലും തിയറി ഉണ്ടോ കയ്യിൽ? ഞാൻ ഈ ഫ്രോയിഡിയൻ തിയറിയുടെ ഒരു സാധനം കൂടെ പറഞ്ഞു തീർക്കട്ടെ. അതായത് നമ്മൾ കോർപ്പറേറ്റ് സെറ്റിങ്ങിലും അല്ലെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേഷൻ ആർട്ടിലും വളരെ ആൾക്കാരെന്ത് ചിന്തിക്കൂല എന്ന് ചിന്തിച്ച് ആ ഗോൾ പെർസ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ നന്നാവുന്നത്. അപ്പോൾ സൂപ്പർ ഈഗോ ഇല്ലായ്മ തന്നെയാണ് പേഴ്സണൽ സക്സസ്സിനൊരു മേജർ സീക്രറ്റ്. അപ്പോൾ കോർപ്പറേറ്റിലും ഔട്ട്കം ബേസ്ഡ് ആണ്. ഒരു ഗോൾ അച്ചീവ് ചെയ്യുക, റവന്യൂ അച്ചീവ് ചെയ്യുക, സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. അല്ലാതെ അത് എങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ളത് കോർപ്പറേറ്റിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ വളരെ റിലൻലെസ് ആയിട്ട് ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച്, അല്ല ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ് അയ്യോ അവന് ഭാര്യയും പിള്ളേരും ഉണ്ടാവും വീട്ടിൽ പോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക്, ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് ഒക്കെ അങ്ങനത്തെ ആളാണെന്ന് പറഞ്ഞത്. സ്റ്റീവ് ജോബ്സ് ഒരു സാധനം വേണമെങ്കിൽ അത് തന്നില്ലെങ്കിൽ ആൾക്കാരെ പറഞ്ഞു വിടുക,
അയാൾക്ക് അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ല. അതായത് ഇവർ കുറേ നാൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്, ഇവരെ പെട്ടെന്നൊരു ദിവസം പറഞ്ഞു വിട്ടാൽ ഇവൻ്റെ ജീവിതം എന്താകും എന്നൊരു എമ്പതിയൊന്നും അയാൾക്കില്ല. അപ്പം വളരെ സക്സസ്ഫുൾ ആവുന്ന ആൾക്കാരും ക്രിമിനൽസും തമ്മിൽ ഉള്ളൊരു സാധനം ഈ ഒരു സൈക്കോപാത്തിക് ട്രേറ്റ് ആണ്. അപ്പോൾ ഇവര് സൂപ്പർ ഈഗോ ഇല്ലായ്മയാണ്. അങ്ങനെ ഈ ലോകത്ത് ഇങ്ങനെ ഇപ്പൊ ഈ പുള്ളിയാണെങ്കിൽ ഒരു ഐഫോൺ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു, അല്ലെങ്കിൽ അതിൽ ഫോൺ ഒരു പുള്ളി ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു സാധനത്തിലോട്ട് അതിനെ ഭയങ്കര കൂളാക്കി, അല്ലെങ്കിൽ ഭയങ്കര പോഷ് ഒരു സാധനം കൊണ്ടുവന്നു, അല്ലെങ്കിൽ അതിനകത്ത് പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നു. അങ്ങനെ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഈ ലോകത്ത് കാര്യമായിട്ട് ചേഞ്ചസ് കൊണ്ടുവരുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂപ്പർ ഈഗോ ഇല്ലാത്തവരാണ്. സൂപ്പർ ഈഗോ ഇല്ലാത്തവരാണ്. അവർക്ക് അത്ര എമ്പതി ഇല്ലാത്ത ആൾക്കാരാണ്. മഹാത്മാഗാന്ധിജി ഇല്ല വെള്ളം എന്നുവെച്ചാൽ വേറെ ഗാന്ധിയെ പോലെ തന്നെ വേറെ ആൾക്കാരും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷെ ഗാന്ധി ആക്ച്വലി വെന്റ് ഔട്ട് ആൻഡ് പബ്ലിസൈസ്ഡ് ഹിസ് ഐഡിയാസ് അല്ലേ. അത് ഗാന്ധി അയ്യോ ആൾക്കാർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും, ഇപ്പൊ ഗാന്ധി തുണിയില്ലാതെ എല്ലായിടത്തും നടത്തും, നീ അതുപോലെ നടക്കുമോ? സൂപ്പർ ഈഗോ ഇല്ലാത്ത മനുഷ്യൻ. ഈഗോ ഉണ്ടായി കാണും. പക്ഷെ ഗാന്ധിജിക്ക് എമ്പതിയും സാധനമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഇതുണ്ട്. അപ്പോൾ ഫ്രൂയിഡൻ തിയറിയിൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ നമുക്കൊരു റാഷണൽ സ്ട്രോങ് അഡൽട്ട് ഒരു ഡിസിഷൻ മേക്കിങ്ങിലുണ്ട്. ആ അഡൽട്ടിന് കോൺഫിഡൻസ് അല്ലേ പുള്ളി ഇത് പറഞ്ഞേക്കോ ഇതാ ഒടുക്കത്തെ കോൺഫിഡൻസ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ലൈൻ എഴുതല്ലേ തിയറി വെച്ച് സൈക്കോപാത്തിക് എന്ന് പറയുമ്പോൾ ഓക്കെ അത് നോട്ട് ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിലല്ല, അല്ല അത് നെഗറ്റീവ് കൊണോട്ടേഷൻ തന്നെയാണ്. ഇപ്പോൾ ഒരു സീരിയൽ കില്ലർ ബ്രോ സീരിയൽ കില്ലർ സൈക്കോ ആണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? സീരിയൽ കില്ലർ ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? അതായത് ഞാനിപ്പോൾ റിൻഷാദിനെ നോവിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും റിൻഷാദിന് നോവുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവും നോവുന്നതൊരു മോശം സാധനമാണ്, കാരണം ഞാൻ ചിന്തിക്കുന്നുണ്ടോ നോവ്. അപ്പോൾ ഞാൻ വിചാരിക്കും റിൻഷാദിന് അങ്ങനെ തോന്നരുത് എന്ന് ചിന്തിക്കും. പക്ഷേ ഒരു സൈക്കോപാത്ത് ഒരു സീരിയൽ കില്ലറിന് അങ്ങനെ തോന്നൂല. പുള്ളിക്ക് ഈ പെയിനിൽ നിന്നും പുള്ളിക്ക് അതെ, പുള്ളി ഇഡാണ്. പുള്ളിക്ക് ആ ഒരു കൺട്രോളിൽ കൂടെ കിട്ടുന്ന പ്ലഷർ പുള്ളിയുടെ സൂപ്പർ ഈഗോ പിടിച്ച് വലിക്കുന്നില്ല. ഇത് തെറ്റാണ് ഇങ്ങനെ ചെയ്യരുതെന്ന്. അല്ലെങ്കിൽ ഞാൻ വേറൊരാളെ നോവിപ്പിക്കുന്നത് അയാൾക്കൊരു മോശം സാധനമാണ്, അത് എന്നെ ബോധർ ചെയ്യാൻ ഞാൻ സമ്മതിക്കാത്ത അയാളുടെ ലാക്ക് ഓഫ് സൂപ്പർ ഈഗോ ആണ്. സീരിയൽ കില്ലർ എൻ്റെ ഫേവറേറ്റ് സീരിയൽ കില്ലർ ആരാണ്? ഞാൻ കുറച്ച് ക്രൈം ഡോക്യുമെന്ററീസ് കണ്ടിട്ടുണ്ട്. ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ചെയ്യാനാ ഈഗോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏത് സൂപ്പർ ഈഗോ ബ്രേക്ക് ചെയ്യാനാ? സീരിയൽ കില്ലർ ആവാനാ? സീരിയൽ കില്ലർ ആവാൻ ഈ ദീപക് കൊല്ലുന്നുണ്ടല്ലോ ബാംഗ്ലൂർ ഷോ ഇട്ട ആൾക്കാർ ഉറക്കിപ്പിച്ച്. വീരദാസിന്റെ ഒരു സീരീസ് ഇല്ലേ, പുള്ളി കൊന്നാലേ കോമഡി വരുള്ളൂ. അതെ, ഒരു നല്ലൊരു സ്റ്റാൻഡപ്പ് കോമിക് ഒരുപക്ഷെ ചിലപ്പോൾ സൂപ്പർ ഈഗോ ഇല്ലായ്മയാണ്. കാരണം നീ ചിന്തിക്കുന്നില്ലല്ലോ എന്നെ പറ്റി ആൾക്കാർ എന്ത് ചിന്തിക്കും, നിനക്ക് ഒന്നെങ്കിലോ എന്നെ പറ്റി. അതാണ് നീ ആദ്യം പറഞ്ഞില്ല, എൻ്റെ ആ ഒരു കോൺഷ്യസ്നെസ് ഈ കളക്ടീവിലെ ഏറ്റവും ബെസ്റ്റ് കോമിക് വിൽ ബി അനീസ് ലത്തീഫ്. അങ്ങനെ ചിന്തയില്ല എന്നുള്ളതാണോ? അനീസ് ലത്തീഫിന് ചിന്തയില്ല എന്നാണോ അതോ അങ്ങനെ വാലിഡേഷന്റെ ആവശ്യമില്ല അങ്ങനെ കണ്ടേക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോ സിക്ക വിൽ ബി ബാക്ക് വിത്ത് മോർ ഷോസ്. ശരിയാ, സിക്ക അത് ചെയ്യുമ്പോൾ ഇച്ചിരി കൂളായിട്ട് തോന്നും അല്ലേ? എനിക്കത് സിക്കയുടെ സന്തോഷത്തിന് തന്നെയാണ്. സിക്ക സ്റ്റേജിൽ സിക്ക സന്തോഷിക്കും, അത് കാണാൻ പറ്റും. നമ്മുടെ ഇൻസൈഡ് സാധനം അത് പറഞ്ഞ കണക്ട് മാത്രമേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് ചിരി കിട്ടിയില്ലെങ്കിലും അതേപോലെ തന്നെ ചെയ്യും അല്ലേ? കഥ പറയാൻ വന്ന കഥ പറഞ്ഞ് തീർത്തിട്ടേ പോകും. സിക്ക തുടക്കം തൊട്ട് അവസാനം വരെ പുള്ളിയുടെ എനർജി ഭയങ്കരമാണ്, ഭയങ്കരമായിട്ട്. ആ ഒരു അൺബോധേർഡ് എനർജിയാണ്. അതിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, അതായത് ഞാൻ സിക്കേനെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. സിക്കേനെ ഒരു എക്സാമ്പിൾ, അതായത് സിക്ക ഇപ്പോൾ ജോലി കുറ്റി ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് സിക്കയുടെ പേരൻസിന് ഒരുപാട് വിഷമം കൊണ്ടുവന്നതും, അല്ലെങ്കിൽ സിക്ക ഇപ്പോൾ ഒരു റെഗുലർ ഇൻകം ഇല്ലാത്തൊരു ഫീൽഡിലാണ് നിൽക്കുന്നത്. അത് ആക്ച്വലി സിക്കയുടെ പേരൻസിന് ഭയങ്കര ബോധർസം ആയിരിക്കാം. അല്ലല്ല, ആ വീട്ടിൽ വേറെ ഉത്തരവാദിത്തങ്ങളും അടിപൊളിയായിട്ട് ചെയ്ത് തീർത്തിട്ട് പുള്ളിക്ക് എന്നാലും എല്ലാ പേരൻസിനും സിക്കയെ പറ്റി സിക്കയുടെ അച്ഛനുള്ള ഐഡിയ എത്രത്തോളാന്ന് വെച്ചാൽ അവരുടെ വീഡിയോ കണ്ടിട്ടില്ലേ? 3 മക്കള് 3 നില ആ പ്ലാൻ ആയിരുന്നു.
2 നില സെറ്റാണ്, 2 മക്കള് സെറ്റാ, 3ാമത്തെ നിലയിൽ വാഴയാണ്. ടെറസിൽ മണ്ണ് നിറച്ച് വാഴ വെച്ചേക്കുക സിക്കയുടെ അച്ഛൻ. അത് സിക്കയ്ക്ക് വീട് പണിയാൻ വെച്ചിരുന്ന അതായിരുന്നു പുള്ളിയുടെ പ്ലാൻ. പുള്ളി അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, അവിടെ കൃഷി തുടങ്ങി. ഇല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ കല്യാണം കഴിക്കാതെ സിക്കയുടെ പേരൻസിൻ്റെ ആഗ്രഹം സിക്ക കല്യാണം കഴിക്കണം, സിക്ക ഒരു റെഗുലർ ജോലിയിൽ നിൽക്കണം എന്നുള്ളതാണല്ലോ, അല്ലേ? ആണല്ലോ, എല്ലാ പേരൻസിൻ്റെ ആഗ്രഹം അത് തന്നെയല്ലേ. അത് ഡിസ്റിഗാർഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു കൈൻഡ് ഓഫ് സൂപ്പർ ഈഗോയുടെ കുറവാണ്. ചില ആൾക്കാർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ സൂപ്പർ ഈഗോ പറയുന്നത് ഞാനൊരു ഐഡിയൽ സൺ ആയിരിക്കണം എന്നുള്ളൊരു സൂപ്പർ ഈഗോ ആണ്. അപ്പോൾ അവർ വിചാരിക്കുന്നു എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡി ഫുൾ ടൈം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ അതിലോട്ട് ജോലി കളഞ്ഞ് വരാത്ത ഒരു സാധനം എൻ്റെ പേരൻസിന് ഞാൻ എന്തിനാണ് ആങ്സൈറ്റി കൊടുക്കുന്നത്? എൻ്റെ പേരൻസിനെ പ്ലീസ് ചെയ്യാം. മാസം ഒരു 5-6 ലക്ഷം കിട്ടിയിരുന്നെങ്കിലും എൻ്റെ പേരൻസിന് ആങ്സൈറ്റി കാശ് എവിടെ സ്റ്റാൻഡപ്പ് കോമഡി കൂടെ കാശ് കിട്ടണം. അവർ പറയും കുറച്ചുകൂടെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ പറയും. അതൊക്കെ എൻ്റെ പേരൻസ് അല്ലേ വരും ഇപ്പൊ. അപ്പോൾ ഈ ഒരു ഓൺട്രപ്രണർ ആവുമ്പോൾ ഒരു പുതിയ ഐഡിയയിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്ന ഒരാൾക്ക് അയാൾക്ക് ഒരുപാട് ഡെല്യൂഷൻ വേണം. കാരണം അയാൾ കാണുന്ന ഒരു വിഷൻ അയാളുടെ അടുത്ത് അയാൾ മീറ്റ് ചെയ്യുന്ന ഒരു 10 പേരിൽ 8 പേര് പറഞ്ഞ് ഇത് നടക്കൂല. പക്ഷെ ഹി ഡസൻ കെയർ, കെയർ ചെയ്യാതെ അത് പെർസീവ് ചെയ്യുന്ന അത് അപ്പം അത് കെയർ ചെയ്യാതെ ആ ഒരു ഗോളിൻ്റെ പിറകെ അത്രയും കണ്ട് എത്ര സമയം വന്നാലും കുഴപ്പമില്ല, അത്രയും പേഷ്യൻസിലൊക്കെ നിൽക്കുന്നത് അതൊരു കോൺഫിഡൻസ് ആണ്. അതെ. അപ്പോൾ ഫ്രോയിഡിയൻ ഫ്രോയിഡിയൻ തിയറി മാറ്റി വെക്കാം. ഇനി അടുത്ത തിയറി ഇറങ്ങി. അടുത്ത തിയറിയാണ് എന്താണ് കോൺഫിഡൻസ്? നിങ്ങളും കൂടെ പറയൂ. എന്താണ് മഹാദേവ കോൺഫിഡൻസ്? പഠിച്ചിട്ടില്ലല്ലോ. എനിക്ക് ബേസിക്കലി ഞാൻ ഇപ്പം ചിന്തിക്കുന്നതേ ഉള്ളൂ. അത് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം, ഞാൻ നേരത്തെ ഭയങ്കര സെൻസിറ്റീവ് ആണ്, ആ ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ. ഞാൻ ഇതുപോലെ വല്ലാണ്ട് ആൾക്കാരും ചിന്തിക്കും, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം, ആ ഒരു സാധനം അത് പിന്നെ പോയി ഓൾറെഡി. അപ്പം അതിനെ പറ്റിയുള്ള ടെൻഷൻ ഇപ്പം ഇല്ല. അപ്പം നമുക്കറിയാം എന്ത് ചെയ്താലും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. ഇത്രയും സാധനങ്ങൾ ചെയ്തിട്ട് മമ്മൂക്ക് എന്തെങ്കിലും ചെറിയൊരു പരിപാടി വെച്ചോണ്ട് മമ്മൂക്ക് ഇത്രയും ആൾക്കാർ കളിയാക്കും. എനിക്കത് കാണുമ്പോൾ ഭയങ്കര ബാഡടിക്കാറുണ്ട്. എന്തിനാണെന്നൊരു സാധനം എന്ന് വെച്ചാൽ അത് ആൾക്കാരുടെ ഒരു ഇതായിരിക്കും. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ഏതായാലും നമ്മൾ ഒറ്റ ലൈഫേ ഉള്ളൂ, എല്ലാവരും പല കാര്യങ്ങൾ ചെയ്യണം, നമ്മളിത് ചെയ്യണം. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇതിൽ. എനിക്കിപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴല്ലേ എനിക്ക് ഇനി ജോലിക്ക് പോകണതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. നേരത്തെ എനിക്ക് ആ ട്രാക്ക് ഉണ്ടായിരുന്നു. ആ ഒരു എൻ്റെ അന്നത്തെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ പോയാലും എനിക്ക് സൈഡിൽ സംഭവം സെറ്റാണ്, ഞാൻ അല്ലല്ല അതിപ്പോഴും പറ്റും. അതെന്ന് വെച്ചാൽ അപ്പം എൻ്റെ കോൺഫിഡൻസ് അതായിരുന്നു. ഇതിപ്പോൾ പറ്റിയില്ലല്ലോ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അത് ഭയങ്കര എന്തോ പണ്ട് തൊട്ട് തലയിൽ കയറിയിട്ടുള്ളൊരു കോൺഫിഡൻസ് ആണ്. രക്ഷപ്പെടും എന്തായാലും, അത് തോക്കൂല എന്നുള്ളൊരു സാധനമുണ്ട്. അത് പിടിക്കാന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതാണ് ഭയങ്കര കംഫർട്ടബിൾ. അപ്പോൾ ഞാൻ ബാക്കി ചില 10 പേർക്ക് ഞാൻ ചെയ്യണ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. ഞാൻ എന്തിനും ഇവൻ്റെ അഭിപ്രായം അവനെ ബാധിക്കണേ ഇല്ല. അതിപ്പോൾ എന്നോട് ഒരാൾ ഞാൻ അതാണ് പറഞ്ഞത്, വേണ്ടവർ മാത്രം വന്നാൽ നെഗറ്റീവ് കമന്റ്സ് എന്നെ ബാധിക്കണം. ഞാൻ കട്ടക്കിരുന്ന് വായിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കമന്റ്സ് വായിക്കുന്നത്. കാരണം അത് എന്തോ നമ്മളൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഭയങ്കര എക്സൈറ്റാണ്. നമ്മളിങ്ങനെ തമ്മിൽ പറഞ്ഞിരിക്കും. അപ്പോഴാണ് നമുക്ക് അടുത്ത് ഇടാൻ തോന്നുന്നത്. ആ ഒരു പ്രോസസ്സൊക്കെ നന്നാക്കണം എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഞാൻ കമൻസ് തന്നെ പക്ഷെ ശരിക്കും ബാധിക്കുന്നില്ല. കാരണം ഞാനത് അതാണ് ഇപ്പോഴത്തെ എൻ്റെ കോൺഫിഡൻസ്. എനിക്കതുകൊണ്ട് ഞാൻ ഭയങ്കര കൂളായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ അത് മാത്രം നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ. പക്ഷേ ഇപ്പം നല്ല ക്രൗഡ് വർക്ക് ഷോസ് നല്ലപോലെ വർക്ക് ആവുന്നുണ്ട്. ഷോ വൈസ് നല്ല ഹൈ ക്വാളിറ്റി ഷോ ആണ്. ടിക്കറ്റ് നല്ലപോലെ പോകുന്നുണ്ട്. ഇടുന്ന കണ്ടന്റിന് നല്ല റെസ്പോൺസും കിട്ടുന്നുണ്ട്, അല്ലേ? ഇതില്ലാത്തൊരവസ്ഥയിൽ നീ ഇതിനെപ്പറ്റി ഇത്രയും കോൺഫിഡൻ്റ് ആയിരിക്കുമോ? നിൻ്റെ സെൽഫ് ഡൗട്ട്, അതായത് നീ ഇപ്പം ഷോ ചെയ്തു, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം, ഇപ്പം നീ ഒരു 4 ഷോ ചെയ്തു, 4 ഷോ വർക്കായില്ല, നീ കണ്ടന്റ് ഇട്ടു, കണ്ടന്റ് ഓടിയില്ല, നിനക്ക് ടിക്കറ്റ് പോകാത്തൊരവസ്ഥയിലൊക്കെ നിനക്കാണെങ്കിൽ വീണ്ടും ഞാൻ ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തോന്നാറുണ്ട്. അവിടെ നമ്മൾ ഇച്ചിരി ചിലപ്പോൾ ബാക്കിലോട്ട് പോകായിരിക്കും. പക്ഷെ നമ്മൾ ആ പ്രോസസ്സിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. നമ്മൾ എങ്ങനെ കളിച്ചാലും ഒരു തവണ ഏതൊരു ഒരു ദിവസം തിരിച്ചു വരും. ആ ഒരു സാധനമുണ്ട്. നമുക്ക് ആ സ്റ്റേജ് ഉണ്ടായിരുന്നല്ലോ. നമ്മൾ എത്ര പ്രാവശ്യം തിരിച്ചു വന്നിട്ട് ഞാൻ നേരെ വരുമ്പോൾ നമുക്ക് കിട്ടണ എന്താ, ഒന്നും ഇല്ലാത്തടത്തുനിന്ന് മറ്റേ ബമ്പർ ചെയ്ത് വരുന്നു. നേരെ ഭയങ്കരമായിട്ട് ആൾക്കാർ മറ്റേ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ കണ്ടന്റ് ഓടുന്നു. അങ്ങനെയുള്ള ആൾക്കാർ, കുറച്ചറിയാവുന്ന ആൾക്കാർ തിരിച്ചറിയാനുള്ള പരിപാടി അങ്ങനെയൊക്കെ വന്ന്.
പക്ഷെ അവിടുന്ന് നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് കൺവേർഷൻ ഇല്ലായിരുന്നല്ലോ, ടിക്കറ്റ് ഒന്നും ആരും എടുക്കൂലായിരുന്നല്ലോ. അങ്ങനത്തെ നല്ല സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ടായിരുന്നല്ലോ. നെഗറ്റീവായിട്ടുള്ള സ്പേസ് തന്നെയാണ് ഇത് ബിൽഡ് ചെയ്ത്. ഇപ്പൊ നമ്മൾ 150 രൂപ ടിക്കറ്റ് ഉണ്ടായിടത്തുനിന്ന് ബിൽഡ് ചെയ്ത് ഈ പറഞ്ഞ സിറ്റുവേഷനിലൂടെ നമ്മൾ പോയിട്ടുണ്ട്. അവിടെ നിന്നും ആ ഒരു പെർസിസ്റ്റൻസ് എന്ന ഒരു സാധനം ഉണ്ടല്ലോ. അവിടെ ഈ പറഞ്ഞ വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അവിടെ നമ്മൾ ഷോ ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പിയാ ആ സാധനം. പക്ഷെ ഇപ്പം അത് ചെയ്ത് സ്റ്റേജിലും ഭയങ്കര ഹാപ്പിയാണ് ഞാനിതുകൊണ്ട്. ആൾക്കാർ ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഞാൻ ഈ പറഞ്ഞ പെർഫോമൻസിൻ്റെ കേസാണേലും പണ്ടൊക്കെ ഞാൻ ശരിക്കും ഭയങ്കര ഇൻട്രോവേർട്ടാണ്. എവിടൊക്കെ എന്തൊക്കെ കഴിവുകൊണ്ട് എല്ലാം ചെയ്യണമെന്നുണ്ട്. പക്ഷെ കയറുമ്പോൾ അത് മൊത്തം ഒന്നും കാണിക്കാൻ തോന്നാറില്ല, ചമ്മലുണ്ട് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അത് എന്നെ ചാനലിൽ ചെയ്യുമ്പോഴൊക്കെ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഇച്ചിരി ഫ്രീ ആയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവരായിട്ട് ഇൻട്രാക്ഷൻ, അവർക്ക് അടിക്കുക. എൻ്റെ തലയിൽ 100 സാധനം വരും, പക്ഷെ എനിക്ക് പേടിയാണ്. അല്ല ഞാൻ ആ ബഹുമാനം കൊടുക്കുന്നതുകൊണ്ട്, അല്ല അവിടെ ഈഗോ പ്രശ്നങ്ങളൊക്കെ കാരണം അങ്ങനെയൊന്നും പറയാറില്ല. പക്ഷെ ഇത് പതുക്കെയാണല്ലോ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പം എൻ്റെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നൊരു വീഡിയോ കാണുമ്പോൾ എനിക്ക് പണ്ടില്ലായിരുന്നൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ഞാൻ പെർഫോം ചെയ്യുന്നതിൽ മാറിയതായിട്ട് എനിക്ക് മനസ്സിലാവും. അപ്പം ഞാൻ അന്ന് ചിലർ കമൻറ്റ് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ ഞാനിത് ആ സാധനങ്ങളൊക്കെ എനിക്ക് വാലിഡായിട്ടൊക്കെ തന്നെ തോന്നാറുണ്ട്. അങ്ങനെ അത് ഈ പറഞ്ഞ ഓവർ ടൈം ശരിയല്ല. എനിക്ക് തോന്നുന്നു കമന്റ് ഒന്ന് നിന്നെ ടാർഗറ്റ് ചെയ്യുന്ന കമന്റ് ഉണ്ട്, അതായത് നീ ഇത് ചെയ്യരുത്, വേറെ പണിക്ക് പോടാ. അത് മോശം കമന്റ് ആണ്. പക്ഷെ ഇപ്പൊ വല്ലവരും പറയുവാണ് മഹാദേവ ഇങ്ങനെ ഈ സാധനം കൂടെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ അങ്ങനെ പറയല്ലായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു യൂസ്ഫുൾ. ഈ ഷെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഷെയിം ഞാൻ പറയട്ടെ, പലർക്ക് അതാണ് നമ്മൾ ഇതിപ്പോ ഒരു പുള്ളിക്കാരൻ നമ്മളൊരു കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ കഴിച്ചുകൊണ്ടിരുന്നു. ഞാൻ നേരത്തെ പോഡ്കാസ്റ്റ് പറഞ്ഞു, ഒരു പുള്ളി ഭയങ്കര ഫാൻ. ചിലർക്ക് ഓവറായിട്ട് സ്നേഹം കൂടി കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്ന രീതിയൊക്കെ മാറും. അത് നമ്മൾ വിട്ടോക്സ് ഫാൻസ് പ്രശ്നക്കാരാ. ചിലരൊന്ന് സ്നേഹിച്ച് കമന്റ് ഇടും, പക്ഷെ നമ്മളതിന് ചിലപ്പോൾ വാടടിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണേ ഇത് ആ സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് പറയണമായിരിക്കും. അതുപോലെ ഒരു പുള്ളി വന്നിട്ട് പറഞ്ഞു, പുള്ളി മറ്റേ ഹെഡ്സെറ്റ് സ്ഥിരം എൻ്റെ ഇത് വെച്ചോണ്ട് കേട്ടോണ്ടാണ് പുള്ളി ബൈക്ക് ഓടിച്ച് വീട്ടിൽ പോകണമെന്നൊക്കെ. ഇത് ഞാൻ ഹെഡ്സെറ്റ് പാട്ട് കേൾക്കുന്ന പോലെ കോമഡി കേട്ടോണ്ട് ഓടുന്ന ആൾ ആദ്യമായിട്ട് കാണും. അപ്പം ഞാൻ ഓർത്ത് അത്രയും ഇഷ്ടമാണെന്നൊക്കെ. പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞു, പക്ഷെ ഒരു തവണ പാളി എന്ന് പറഞ്ഞിട്ട് പുള്ളി, ഞാൻ മറ്റേ സീരിയസ്ലി ഫണ്ണിക്കാത്തൊരു സാധനം മറ്റേ സെക്ഷൽ ഓറിയന്റേഷൻ ആണെന്ന് വെച്ചപ്പോൾ സ്ട്രെയിറ്റ് ആണെന്ന് ചെറിയ വളവുണ്ടായിരുന്നാണ്, അത് വേണ്ടായിരുന്നു, അത് കയ്യിൽ നിന്ന് പോയതല്ലേ, അത് അങ്ങനത്തെ പറയാത്തതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അത് പുള്ളിയുടെ വിശ്വാസമാണ്. ഞാനതും പറയും, എനിക്ക് മറ്റിടത്തത് പറയാൻ പറ്റൂല ചാനലിൽ, അതുകൊണ്ട് ഞാൻ അത് പറയാത്ത. അപ്പം എനിക്കിപ്പോൾ അങ്ങനത്തെ ആൾക്കാരെന്നെ പറ്റി എന്ത് ചിന്തിക്കും, അല്ലെ ഞാൻ ഇങ്ങനെ പാവമാണെന്ന് അങ്ങനെയൊന്നും ഞാൻ എൻ്റെ ഏറ്റവും വലിയ സാധനം അതായിരുന്നു. ഞാൻ മനസ്സുകൊണ്ട് വേറെ ആരും ഉപദ്രവിക്കാനുള്ള, ഞാൻ ഇന്ന് വരെ നെഗറ്റീവ് കമൻ്റ് ഒന്നും ഒരിടത്തും പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഈ അടുത്തൊരു പടം കണ്ടിട്ട് ഞാൻ ഇൻ്റർവെല്ലിന് ഭയങ്കര ബോറായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഞാൻ ഓർത്തത് ചതിയാണല്ലോ, ആൾക്കാരത് ഭയങ്കരമായിട്ട് അവിടെ ഇവിടെയൊക്കെ നല്ലതാന്ന് പറഞ്ഞാണ് പോയി കണ്ടത്. അപ്പം ഞാൻ ഓർത്തൊരു സ്റ്റോറി ഇട്ടാലോ, കാരണം എനിക്ക് അത്ര ദേഷ്യം വന്നു. ഞാൻ ചെയ്തില്ല, കാരണം എനിക്ക് ആ ശീലമില്ല. കാരണം ഞാൻ നല്ലതാണെങ്കിൽ എനിക്ക് നല്ലതെന്ന് വല്ലാണ്ട് ഞാൻ പറയും, പക്ഷെ മോശം പറയാറില്ല. അപ്പം എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ എന്തിനാണ് നമ്മളെ ഇങ്ങനെ ആൾക്കാർ ആവശ്യമില്ല ഉപദ്രവിക്കുന്നതൊരു ഞാൻ ആ മൈൻഡാണ് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ വിഷമം വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കുറച്ചുകൂടെ പ്രായമായതിൻ്റെ ആയിരിക്കും ഇപ്പം അങ്ങനെ. ഇല്ല, നമ്മൾ വേറെയുള്ള ആർട്ടിസ്റ്റുകളെയും വേറെയുള്ള ആർട്ടുകളെയും ജഡ്ജ് ചെയ്യാതെ ഇരുന്നാലേ നമ്മൾ നമ്മുടെ സാധനം ജഡ്ജ് ചെയ്യാതിരിക്കുകയുള്ളൂ. ഈ നാട്ടുകാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഈ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലോട്ട് അത്ര ഇൻ്റർഫിയർ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്കും തോന്നുന്നത് എന്നോട് പാതിരത്തിൽ പറയും നീ നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ജഡ്ജ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. അവർ ജഡ്ജ് ചെയ്യുന്നോണ്ടും അവർ കാണാൻ വരുന്നോണ്ടൊക്കെയാണല്ലോ ഇത് ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നിന്ന് പോകുന്നതല്ല, ആ ഒരു എൻഗേജ്മെന്റ് കിട്ടുന്നതും ശ്രദ്ധ കിട്ടുന്നതൊക്കെ. പക്ഷെ ഈ വിമർശനത്തിന്റെ അതിർവരമ്പുകൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിനക്ക് എത്രത്തോളം കേറി വിമർശിക്കാം, അത് ഈ വ്യക്തിയെ വിമർശിക്കണോ. ഞാൻ പറഞ്ഞ വ്യക്തികളെ പറ്റിയല്ല, ഞാൻ പറഞ്ഞ കലാകാരന്മാർ. നമ്മള് ഇപ്പോൾ ഞാനിപ്പോൾ നാട്ടുകാരുടെ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചില ഒരു മാമനെ കാണുവാണെങ്കിൽ, ഓക്കെ, ആ മാമൻ നാട്ടിൽ എന്ത് നടന്നാലും അതിനെപ്പറ്റി പുള്ളിക്കൊരു അഭിപ്രായമുണ്ട്, ഒരു മോശം അഭിപ്രായമുണ്ട്. അയ്യേ മോഹൻ്റെ മോൻ, ആ ഒരു സാധനം, ഈ കുരിനിയൻ്റെ മോൻ, ആ ഒരു സാധനമുണ്ട്. അപ്പോൾ പുള്ളിയുടെ ജീവിതത്തിലും, അപ്പോൾ പുള്ളി വിചാരിക്കുന്നത് പറഞ്ഞാൽ നാട്ടുകാരെല്ലാം അങ്ങനെയാണെന്നാണ്. അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ നാട്ടുകാരെ പ്ലീസ് ചെയ്യാൻ നോക്കുന്നത്. കാരണം പുള്ളിയുടെ വീട്ടിൽ ഒരു സംഭവം നടക്കുമ്പോൾ പുള്ളി ആദ്യം ചിന്തിക്കുന്നത് എന്താ, അവരെന്ത് ചിന്തിക്കും എന്നുള്ളതാണ്. അത് പുള്ളി ഇത്രയധികം ജഡ്ജ് ചെയ്യുന്നതിൽ നിന്ന് വരുന്ന ഒരു ബയസാണ്.
പുള്ളി ഇപ്പം എത്ര അധികം ജഡ്ജ് ചെയ്തില്ല. പുള്ളി ഇപ്പം എല്ലാവരെയും പറ്റി നല്ലത് പറയുന്ന ഒരാളായിരുന്നു. ഈ പുള്ളിയുടെ വീട്ടിലൊരു സാധനം നടക്കുമ്പോൾ പുള്ളിക്ക് തോന്നും എല്ലാവരും നല്ലതേ പറയുള്ളൂ എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മളിപ്പോൾ ഗൂറായത് എന്തെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ നമ്മുടെ ആർട്ട് കാണുമ്പോഴും അത്ര ഒരു ഹാർഷ് ജഡ്ജ്മെൻറ്റ് കൊണ്ടുവരാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ അവന്മാർ അങ്ങനെയാണ് ചിന്തിക്കണേ എന്നാണ്. മനസ്സിലായി ഒരു ബ്ലോക്ക് തരൂലേ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും എടുക്കുന്നതെന്നൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ അതാണ് അത് തലേന്ന് മാറി. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, അല്ലേ ചെയ്യാൻ പറ്റുമല്ലോ എന്തായാലും. അത് മതി, അവർക്ക് മതി എന്നുള്ള. പിന്നെ എനിക്ക് നീ പറഞ്ഞു ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ അതാണ് പറയാൻ വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ദിവസത്തേക്ക് പെട്ടെന്ന് വീട്ടിൽ പോകേണ്ടി വന്നപ്പോൾ ഞാൻ മറ്റേ ജനറൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സ്ലീപ്പർ കയറി. അപ്പോൾ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ബോഗി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഫ്രീ ആയിട്ട് സീറ്റ് കിട്ടുമ്പോൾ ഇരിക്കുക, TTR വരുമ്പോൾ കൺവേർട്ട് ചെയ്യുക ആ പ്ലാന് വേണ്ടി. അപ്പോൾ ഞാൻ ഒരു പുള്ളിയുടെ ഒക്കെ ഇപ്പുറത്ത് സീറ്റ് ഒഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ ചേട്ടാ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി ഇരുന്നോ എന്ന് പറഞ്ഞു. പുള്ളിക്കപ്പോൾ ഒരു ഇവനായിട്ട് ടിക്കറ്റിലാകെ കയറിയേക്കുന്ന ഇരുന്നോ എന്നൊരു സ്ഥാനത്ത് ഇരുന്ന്. അപ്പം ഞാൻ ഇരിക്കും, പുള്ളി ഇങ്ങനെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് ഇയാൾക്ക് അറിയാവോ ഇല്ലെന്ന് അറിയത്തില്ല. പുള്ളിയോട് ഇങ്ങനെ പറഞ്ഞു അങ്ങ് ടൈറ്റ് ആവുക അല്ലേ, പാക്കാവുക എല്ലാവരും. ഏകദേശം ട്രെയിന് ആള് കയറുന്ന പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് പുള്ളി ഫുൾ എല്ലാവരും അങ്ങ് കയറുവാങ്ങ് അല്ലേ, ഇതങ്ങ് കൂടുതലങ്ങ് പാക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തീയാക്കണ്ട ആൾക്കാർക്ക് യാത്ര ചെയ്യണമല്ലോ ട്രെയിൻ. പുള്ളിക്കത് പുള്ളി ഫ്രസ്ട്രേറ്റ് ആവുക. കുറച്ചേരം കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തി ഇതെല്ലായിടത്തും അങ്ങ് നിർത്തുക. സത്യമായിട്ടും തള്ളുകല്ല, ഇതെല്ലായിടത്തും അങ്ങ് നിർത്തുവാണ് എല്ലാവരും കേട്ട്. പുള്ളി കയറി സാധനം ഇനി പുള്ളിയെ കൊണ്ട് ഇറക്കണം, അല്ലാതെ വേറെ ആൾക്കാർ കയറുന്ന എനിക്കറിയാന്നില്ല. അടുത്തിരുന്ന് പുള്ളിക്ക് എല്ലാ ഫ്രസ്ട്രേഷനും ആൾക്കാർ കയറുന്നത്, ട്രെയിൻ നിർത്തണത്, അത് ഞങ്ങൾക്ക് എന്തൊരു മനുഷ്യരാ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പം പലതരം മനുഷ്യന്മാരുണ്ട്. അപ്പം നമ്മളത് അല്ല, എനിക്ക് തോന്നുന്നു നമ്മളൊരു നല്ല കൈൻഡ് മനുഷ്യനാവുന്ന ഏറ്റവും വലിയ ഗുണം നമുക്ക് തന്നെയാണ്. കാരണം നമ്മൾ വേറൊരിടത്ത് കൈൻഡാണെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്തും കൈൻഡാവും. നമ്മൾ വേറൊരിടത്ത് ചുമ്മാ ഇറിറ്റേറ്റഡ് ഫ്രസ്ട്രേറ്റഡ് ആയി നമ്മളുടെ അടുത്ത് തന്നെ നമ്മൾ കൂടുതലാവുന്ന പറഞ്ഞാൽ അത് നമ്മുടെ ഭാഗത്ത് തന്നെ എനർജി കൺസ്യൂമിങ് ആണ്. പിന്നെ വെറുതെ നമ്മൾ ഭയങ്കര ജഡ്ജ്മെൻ്റൽ ഒരാളാണെങ്കിൽ നമ്മളോടും ഭയങ്കര ജഡ്ജ്മെൻ്റലും ക്രിട്ടിക്കും ഹാർഷും ഒക്കെ ആയിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ള പല സീനിയർ കോമിക്സും ഇതേപോലെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ചില സീനിയർ കോമിക്സ് ഭയങ്കര ക്രിട്ടിക്കലാണ്. അവർ ആക്ച്വലി അത്ര നന്നായിട്ടില്ല. ചില സീനിയർ കോമിക്സിന് നമ്മളൊരു വീഡിയോ കൊണ്ടുപോയി കാണിക്കണ അവരോട് ഇത് കൊള്ളൂല. പക്ഷെ അങ്ങനത്തെ ഒരു കോമിക്ക് വീഡിയോ ഇറക്കിയിട്ടില്ല. കാരണം പുള്ളിയുടെ വീഡിയോ കാണുമ്പോഴും പുള്ളി പറയുന്നത് അത് തന്നെ ആയിരിക്കാം. ആസ് ഒപ്പോസ് ടു പുള്ളിയുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കൊള്ളാടാ നീ ഇറക്ക്, അങ്ങനെ ഒരു സപ്പോർട്ടീവ് മൈൻഡ് സെറ്റ്, അങ്ങനെ ഒരു നോൺ ജഡ്ജ്മെന്റൽ മൈൻഡ് സെറ്റ് ആണെങ്കിൽ പുള്ളി ഒരുപക്ഷെ കുറച്ചുകൂടെ വീഡിയോസ് ഇറക്കുമായിരുന്നു കാണും. ഇല്ല ഞാൻ ആരെ ഉദ്ദേശിച്ചു, ഞാൻ പറഞ്ഞ ഈ കലയുടെ ആ ഒരു സ്പേസിൽ സീനിയർ കോമിക് ഇതെന്തോന്ന് കോമിക് അത്ര വർഷം വെച്ചിട്ടുള്ള കാര്യം വെച്ചിട്ട് വേണ്ട. അങ്ങനെ പ്രായത്തിന് നീ കലയിൽ അങ്ങനെ വലിയൊരു സാധനം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മമ്മൂക്ക ആക്ടറാണ്, ലാലേട്ടൻ ആക്ടറാണ്, അല്ലാതെ ഇപ്പോൾ വരുന്ന ആൾക്കാർ ആക്ടേഴ്സ് തന്നെ. ഇത് നമ്മളിപ്പോൾ കോൺഫിഡൻസിൻ്റെ ഒരു കാര്യം പറഞ്ഞതിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് പറഞ്ഞാലും ഇപ്പം ഇങ്ങനെ നീ എന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഐ ആം ദ ബെസ്റ്റ് എന്ന് കണ്ണാടി കുളിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് കൂടുതൽ. ഇപ്പം മഹാദേവൻ്റെ കേസിലും ജീവിതം പഠിപ്പിച്ചിട്ടാണ് നിന്നെ കോൺഫിഡൻ്റ് ആക്കിയിട്ടുള്ളത് അല്ലേ. ഇപ്പം നിൻ്റെ അടുത്ത് 4 വർഷം മുമ്പേ വന്ന് ഒരാൾ പറയണ ആരും പറയണതിൽ കാര്യമില്ല, ഇത് മോശമായാൽ തിരിച്ചു വരും, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ നീ അക്സെപ്റ്റ് ചെയ്യൂല. ഇന്ന് നീ അക്സെപ്റ്റ് ചെയ്യണ കാരണം എന്താണ്, നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി കോൺഫിഡൻസ് വരുന്നത്, അതായത് നമ്മൾ കുറേ കണ്ടൻറ് ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരും കെയർ ചെയ്യണില്ലല്ലോ, എന്നാൽ പിന്നെ ഞാൻ ഇടാം. പക്ഷെ ആരെങ്കിലും ആദ്യം എന്ന് പറയുന്നത് നീ എന്ത് ചെയ്താലും ആൾക്കാർ അത്ര മൈൻഡൊന്നും ചെയ്യൂലടാ, നീ ഇട്ടോ, ആൾക്കാർ അത് ബോധറാക്കില്ലെന്ന് പറഞ്ഞാൽ ഇല്ല ആൾക്കാർ ചിന്തിക്കും, ആൾക്കാർ എന്നെ പറ്റി ആ ഇമ്പ്രഷൻ ഉണ്ടാവും ഈ ഇമ്പ്രഷൻ ഉണ്ടാവും എന്ന് തോന്നും. പക്ഷെ ഓവർ ടൈം ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളത്ര ഒരു ഇമ്പോർട്ടൻ്റ്. എനിക്ക് അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കുക എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ ഇല്ല. എന്തായാലും ആൾക്കാർക്ക് എനിക്ക് കുറേ പേർക്ക് ഇഷ്ടമായിരിക്കും, കുറേ പേർക്ക് ഇഷ്ടമല്ലായിരിക്കും. പിന്നെ നമ്മൾ ആ ഇഷ്ടമുള്ളവരെ വെച്ച് പരിപാടി മുന്നോട്ട് പോകാൻ ഒരു 10% ആൾക്കാർക്ക് നമ്മളോട് വെറുപ്പായിരിക്കും, വെറുതെ വെറുപ്പുള്ള ആൾക്കാരൊക്കെ. അല്ല നമ്മളപ്പോൾ ഒരു 1,00,000 ആൾക്കാർക്ക് 20% ഉള്ളായിരുന്നു, അതാ 10%. എന്നാൽ 20% ഒരു ഫിക്സഡ് റേഷ്യോ ഉണ്ട് നമ്മളെ വെറുക്കുന്നത്. അപ്പോൾ നമ്മൾ 1,00,000 ആൾക്കാർക്ക് അറിയാമെങ്കിൽ
അതിലൊരു 20,000 ആൾക്കാർക്ക് നമ്മളോട് കണ്ണുകടിയായിരിക്കും. നമ്മളൊരു സാധനം തുടങ്ങുമ്പോൾ നമ്മൾ ആക്ച്വലി വിചാരിക്കുന്നത് എന്താ, ഈ 20,000 ആൾക്കാർ എന്നെ വെറുക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷെ അത് ചെയ്യുമ്പോൾ ആ 80,000 ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. കലയിലോട്ട് അങ്ങ് കയറി പോണേ. നീ നിന്റെ ചുറ്റുമുള്ള നിന്റെ അച്ഛനും അമ്മയുടെ ഒരു 10 പേരെ എടുത്ത് നോക്ക്, അതിനകത്ത് തന്നെ അത് തന്നെ എത്ര പേർക്ക് ഇഷ്ടമല്ല, എത്ര പേർക്ക് ഇത് കൊള്ളില്ല എന്ന് പറയുന്ന എത്ര പേരുണ്ട്. ഞാൻ പറഞ്ഞു അതിനേക്കാളും കുറച്ച് ബെറ്റർ റേഷ്യോ ആയിരിക്കും പുറത്ത്, എനിക്ക് തോന്നുന്നു. അതെ അതെ. ഏറ്റവും മോശം കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കാണുമായിരുന്നു. മോഹൻലാലിൻ്റെ കസിൻ എന്തോ ഒരാളിങ്ങനെ തിയേറ്ററിൻ്റെ അടുത്തിരുന്ന് കൊടുക്കുമായിരുന്നു. ഈ ജയിലറിൽ എന്തിനാണ് മോഹൻലാലിന് 8 കോടി രൂപ കൊടുത്തത്? വിനായകനല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ പ്രധാന റോൾ. വിനായകൻ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് പോലും കിട്ടിയിട്ടില്ല. മോഹൻലാലിന് ഇത്രയും കാശ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ഇയാൾ ഇത്രയും കോൺഫിഡൻ്റ്ലി പറയുന്നത് ഒരു മോഹൻലാൽ. അപ്പോൾ അതിൻ്റെ കമൻസിൽ ആൾക്കാർ ഇത് മോഹൻലാലിൻ്റെ വീട്ടുകാരനായതുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന്. നമുക്ക് ഏറ്റവും കൂടുതൽ ഹേറ്റ് തുടങ്ങുമ്പോൾ കിട്ടുന്നത്, കാരണം എനിക്ക് തോന്നുന്നു അവർ വളരെ കൺസേൺഡ് ആണ്. അത് പുള്ളിയുടെ കസിൻ എന്താണ് ഇയാൾ പുള്ളി ചോദിച്ചിട്ട് ഫണ്ട് കൊടുക്കാത്ത അങ്ങനത്തെ റീൽ അയാളിങ്ങനെ മുന്നേ പുള്ളി ആക്റ്റീവായിട്ട് മോഹൻലാലിനെതിരെ സംസാരിക്കണ്ടായിരുന്നു. മോഹൻലാൽ എന്തിനാണ് സിനിമയ്ക്ക് ഇത്രയും കാശ് മേടിക്കുന്നത്? അത് പുള്ളിക്ക് ഫണ്ട് മോഹൻലാൽ കൊടുക്കല്ല, കസിന് അങ്ങനെന്തോ സ്കീമാ. കുറെ ആൾക്കാരുടെ അതാ ഞാൻ പറഞ്ഞേ. നമ്മള് എനിക്കെന്തോ അത്ര പ്രായമായിട്ടില്ല, എന്നാലും ജീവിതം ഭയങ്കര ലളിതമാണ് അല്ലേ, ഭയങ്കര ചെറുതല്ലേ. ഞാൻ നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും കുറച്ചധികം കാലം വിഷമിക്കും. അല്ലാതെ വേറെ ആരും വലുതായിട്ട് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ ഒരു ദിവസം നേരെ ആ വിഷമത്തിൽ ഒരാഴ്ച ആദ്യമായിട്ട് നേരത്തെ ട്രൈ അടിച്ച് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണേ. ചുമ്മാ അത് സത്യം. അപ്പം അല്ല, എനിക്ക് തോന്നുന്നു കോൺഫിഡൻസിന്റെ ഏറ്റവും കൂടുതലൊരു സാധനം ആൾക്കാർ എന്ത് ചിന്തിക്കും എന്ന് കൺസിഡറേഷൻ കൊടുക്കാതിരിക്കുന്നതിലാണ് കോൺഫിഡൻസ് വളരെ. നമുക്ക് വേണ്ടത് എന്താണ് അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് സന്തോഷം തരുന്ന സാധനം അങ്ങോട്ട് ചെയ്യുക. അതിനകത്ത് അല്ലാതെ വേറെ ആരും നെഗറ്റീവ് പറയാനുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അതങ്ങോട്ട് വിട്ട് കളയുക. ഞാൻ ഇടയ്ക്ക് ഈ സോഷ്യൽ മീഡിയ കമന്റ്സ് പരിപാടി ഇല്ലായിരുന്നെങ്കിൽ ലോകം കുറച്ചുകൂടെ സുന്ദരമായിരുന്നല്ലേ. ഇല്ലേ, നമ്മുടെ ലോകത്തിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നത്. പക്ഷെ ഇതില് നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാനും കുറച്ചുകൂടെ എളുപ്പമാണെന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു സാധനം. അൽഗോരിതം കുറച്ചുകൂടെ എക്സ്ട്രീം നെഗറ്റീവ് എക്സ്ട്രീം പോസിറ്റീവ് ആണ് കൂടുതൽ പുഷ് ചെയ്യുന്നത്. എക്സ്ട്രീംസിനാണ് അൽഗോരിതം പുഷ് ചെയ്യുന്നത്. ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം എനിക്ക് എന്റെ മൊത്തം കോണ്ടെക്സ്റ്റ് ഒന്നും അറിയത്തില്ല. സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ടൊരു ആളില്ലേ, മറ്റേ റീലൊക്കെ പുള്ളിയുടെ ഭാര്യ പ്രഗ്നന്റ് എന്തായിരുന്നു. അപ്പൊ അങ്ങനെ എന്തോ ഭയങ്കര പോലീസ് കയറിയോ എനിക്കറിയത്തില്ല. പുള്ളി പോലീസായിട്ട് അഭിനയിച്ചായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് പുള്ളി അവർ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടന്റ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തോ എനിക്ക് പുള്ളി കഴിഞ്ഞ ദിവസം ഒരു കണ്ടന്റാണ് ഞാൻ കണ്ടത്. അതായത് ഇവരുടെ കുട്ടി മരിച്ചു പോട്ടെ അങ്ങനെ എന്തോ ഭയങ്കര നെഗറ്റീവ് ഒരു കമന്റ് ഒരുത്തനിട്ടിട്ട് ഇവർക്ക് അവരുടെ കുട്ടീനെ അവരെന്തായാലും അവർ ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പോൾ ഇവരും കംപ്ലൈന്റ് കൊടുത്ത് അങ്ങനെ പൊക്കിയപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കണ പയ്യൻ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ആൾ ഈ അടുത്തതുപോലെ ടെലിഗ്രാം വഴി കുറേ മറ്റേ പിക്ചേഴ്സൊക്കെ മോർഫിങ് പരിപാടി പോലെ വെച്ച് കുറേ അങ്ങനത്തെ കണ്ടന്റ് ഉണ്ടാക്കി പൈസയ്ക്ക് കൊടുക്കണ പരിപാടിയൊക്കെ ചെയ്യണ കുറേ പിള്ളേർ, അതും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കണ പിള്ളേർ. അപ്പോൾ ഈ 10ൽ പഠിക്കുമ്പോൾ നമുക്ക് എന്തോരം ബോധം ഉണ്ടായിരുന്നുള്ളത് KDK KSRTC അറിയാമല്ലോ. അപ്പോൾ അവന്മാർക്കായിരിക്കും വന്ന് അഭിപ്രായം പറഞ്ഞിട്ട് പോകണേ. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഞാനിത് വായിക്കുമ്പോൾ എനിക്കിതറിയാം. നമ്മളൊന്നിൽ എനിക്ക് ഈ പറഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇപ്പം ഇതിനകത്ത് നല്ല ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടുണ്ട്. നമ്മളിത് ഓവർ ടൈം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ അവിടെ നമ്മളൊരു പ്രോസസ്സ് വലിയ കാര്യം, നമ്മൾ ഇത്രയും നാൾ ചിന്തിച്ചൊരു സാധനം പെട്ടെന്ന് ഒരുത്തം 10 സെക്കൻഡിൽ കണ്ടിട്ട് അവൻ്റെ അഭിപ്രായം നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 5-6 വർഷമായിട്ട് ഇതിനകത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. നമുക്കറിയാലോ എന്ത് ചെയ്യണം ചെയ്യണ്ട. അങ്ങനത്തെ ഒരു കമന്റ് ഇടുന്നതിൽ അവനാണ് പ്രശ്നക്കാരൻ. നമുക്ക് നമ്മുടെ ബ്രെയിൻ നാച്ചുറലി നമ്മളിപ്പോ ബസ്സിൽ പൊക്കോണ്ടിരിക്കുക, വഴിയിൽ നിന്ന് ഒരുത്ത നീ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്നാ പറയാ അവരോടൊന്ന് പറയുന്ന അങ്ങനെ ചിന്തിച്ചാൽ മതിയെന്നേ ഉള്ളൂ. അല്ലാതെ ഇല്ല, ചില ആൾക്കാർ എല്ലാത്തിനും കാരണം വേണം എന്നില്ലല്ലോ. ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയണം നീ ചിരിക്കുന്നില്ല അതിന്റെ ആൾക്കാർ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പോയെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഞാൻ വലിയ തമാശക്കാരനാണെന്ന് ഞാൻ പറയുന്നു എന്നുള്ളതാണ് ആൾക്കാർക്ക് ഏറ്റവും വലിയ. എന്നുവെച്ചാൽ തമാശ ഒരു ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. എല്ലാവർക്കും പക്ഷെ പറയുകയും വേണം. അതായത് ഞാനായിരിക്കണം തമാശക്കാരെന്നൊരു സാധനം എല്ലാവർക്കും ഇല്ലേ.
ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു സാധനം ഇതിനകത്ത് വല്ലാണ്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരുത്തും തമാശ പറയണമെന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ആ ഒരു അംഗീകാരം നല്ല തമാശ ഞാൻ പറയുന്നുള്ളൊരു സാധനം ഉറപ്പായിട്ടും കാണും. ഉറപ്പായിട്ടും ഇപ്പൊ കമന്റ്സിലൊക്കെ തന്നെ എന്തോരം നല്ല ഫണ്ണി കമന്റ്സ് ഒക്കെ ഇടുന്ന ആൾക്ക് നമുക്കത് നല്ല കഴിവുള്ളൂ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മളെന്തോ സമയം കൊണ്ട് കയറി ചിലപ്പോൾ ബമ്പർച്ചിരി കിട്ടിയില്ലായിരുന്നു, എനിക്ക് വരാനൊന്നും പറ്റൂലായിരുന്നായിരിക്കും, നമ്മളിത് ചെയ്യൂലായിരുന്നു. ഇല്ല ഈ പുല്ല് അല്ലാതെ നമ്മള് മറ്റേ ഇല്ല ഈ ചില ഈ പുല്ല് തിന്ന് തീറ്റിപ്പിക്കാത്തവന്മാരുണ്ട് അല്ലേ, പുല്ല് തിന്നാതെ തീറ്റിപ്പിക്കാത്തവന്മാരുണ്ട്. അവന്മാർ പുല്ല് തിന്നേയില്ല, അവന്മാർ വേറെയുള്ളതിനെ തീറ്റിപ്പിക്കാത്ത മറ്റേ എല്ലാവരെയും പിടിച്ച് എൻ്റെ താക്കുന്ന അതാണ് അവൻ. ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല ആർട്ടിസ്റ്റുകളെല്ലാം വേറെ ആർട്ടിസ്റ്റുകളെയും വളരെയധികം എൻകറേജിങ്ങും സപ്പോർട്ടിങ്ങുമാണ്. ഈ ഭയങ്കര ഈ ഇപ്പം നിനക്കും അറിയാമല്ലോ, അതായത് ഭയങ്കര ഈ ടോക്സിക് ആൾക്കാർ ഒരിക്കലും കയറിപ്പോവില്ല. കാരണം അവർ വേറെ ഉള്ളിടത്തും ടോക്സിക്കാണ്, അവരും പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. ഈ കമൻ്റ് ഇടുന്നവന്മാർ, നെഗറ്റീവ് കമൻ്റ് ഇടുന്നവന്മാർ ജീവിതത്തിൽ ഒന്നും ചെയ്യാത്തവന്മാരാണ്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല അല്ലേ റിൻസ? നീ ഇടാറുണ്ടോ രാത്രി? എനിക്കൊരു പണ്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ, ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് നിന്നെ പോലുള്ളവനൊക്കെ ഇച്ചിരി തെറി വിളിക്കണേ. അപ്പൊ ഞാൻ ആലോചിച്ച് സന്തോഷിച്ചോട്ടെ, അവനതാ സുഖം കിട്ടണേ. അതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ, അല്ലാതെ പുള്ളിയുടെ റിലീസ് അത് സൈക്കോപാത്തിക്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് നല്ലവനായ ഉണ്ണിയാവാനും പറ്റില്ല, അത് മോശമാണ്. പക്ഷെ പേഴ്സണൽ പെർസ്യൂട്ടിന് ഈ ഒരു ആൾക്കാർ എന്ത് ചിന്തിക്കുന്നു? ഇപ്പം ക്രൗഡ് വർക്കിൽ ചിലതൊക്കെ നീ ഇപ്പോൾ ചിന്തിക്കുകയാണ്, ഇത് മീനാവോ, ഇയാളുടെ ഫീലിങ്സ് ഹെർട്ടാവോ? അത് നീ ഇപ്പോൾ ഒരു സാധാരണ കോൺവെർസേഷനിൽ സംസാരിക്കുമ്പം അത്രത്തോളം ഫിൽറ്റർ നിനക്ക് സ്റ്റേജിൽ ക്രൗഡ് വർക്ക് ചെയ്യുമ്പോൾ ഇല്ല. കാരണം നീ ഒരു പ്ലേഫുൾ മൂഡിലാണ്, പ്ലേഫുൾ വൈബിലാണ്, അത് കാണാൻ വന്നിരിക്കുന്ന ഒരു പ്ലേഫുൾ വൈബിലാണ്. അവർ നിനക്കൊരു പെർമിഷൻ തന്നിട്ടുണ്ട്, കുറച്ച് മീനാവാനും കുറച്ച് ഒഫെൻസീവായിട്ട് എന്തെങ്കിലും പറയാനും നിനക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. പക്ഷെ നീ സാധാരണ അവരെ ഇങ്ങനെ ഒരു ബസ്സിൽ കാണുകയാണെങ്കിൽ നീ ഉടനെ മാമൻ്റെ മൂഡ് നിന്ന് ശരിയാവാത്തെന്ന് ചോദിക്കൂലല്ലോ. ഇല്ലില്ല, പക്ഷെ ഞാൻ ഒരു എക്സ്റ്റെൻറ്റ് വരെ സംസാരിക്കും. അങ്ങനെ ആദ്യമായിട്ട് മിണ്ടുമ്പോൾ ഞാൻ ആൾക്കാരോട് അങ്ങനെ ഇച്ചിരി ക്രൗഡ് വർക്ക് പോലെ തന്നെയാണ് സംസാരിക്കാറ്, കുറച്ച് ആ ഒരു സാധനം. പക്ഷെ ഞാൻ ഈ കമൻസിലൊക്കെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തിന് ഇത് ഏത് സാഹചര്യത്തിൽ എങ്ങനെ നടക്കണം എന്നുള്ളൊരു ഐഡിയ ഇല്ല. ആക്ച്വലി ഇപ്പം ഞാൻ ബമ്പർച്ചിരിയിൽ ആ മുകേഷിൻ്റെ എപ്പിസോഡ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മുകേഷ് ആ കണ്ടന്റിനകത്ത് മുകേഷിന് ഒരു 3 തവണ ചുമ്മാ ഇങ്ങനെ ചെറുതായിട്ട് ചെറിയുണ്ട്. പക്ഷെ അത് എൻ്റെ മനസ്സിലത് ക്യൂട്ടാണ്, പക്ഷെ പുള്ളി അത് ഏത് മൂഡിലിരിക്കുമായിരിക്കും എന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അത് ഒരിക്കലും പുള്ളിയെ നമ്മളൊരിക്കലും ഒരു സാധനം പറയുമ്പോൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷനിലല്ല പറയുന്നത്, അവരും രസിക്കണം എന്നൊരു സാധനത്തിലാണല്ലോ. എനിക്ക് അതിൻ്റെയൊക്കെ ടെൻഷനുണ്ട്. പിന്നെ ഫ്ലോർ എന്ന് പറയുമ്പോൾ എപ്പോഴും മറ്റേ ഇത്രയും ക്യാമറയും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് AC ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര തണുപ്പാണ്. നമ്മൾ ഓൾറെഡി ചെറിയ ഈ പറഞ്ഞ 6 മണിക്ക് എഴുന്നേറ്റാണ് മറ്റേ ഷൂട്ടിന് പോകണത്, 6:30 അവിടെ ചെല്ലണം. ആൾക്കാർ ഇത് 8:30 TV കാണുന്നത്. അപ്പോൾ ആ ചില ആൾക്കാർ ഇപ്പോഴും ഇത് ഈ സമയത്താണ് നടക്കണമെന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. നമ്മൾ മറ്റേ ഇന്നലെ പോയിട്ട് വന്നോന്നൊക്കെ ചെയ്യാം. അല്ല, അതൊന്നും തെറ്റൊന്നുമല്ല, ആൾക്കാർക്ക് അത് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ 6 മണിക്ക് നമ്മളാ ഉറക്കപ്പിച്ച് തലേ ദിവസം നമ്മളെ ചിലപ്പോൾ ഗ്രൂമിങ് കഴിഞ്ഞ് രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും വിടുന്നത്. റൂമിൽ പോകും, കിടക്കും, ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് തിരിച്ച് വണ്ടി ഓടിക്കുമ്പോഴൊക്കെയാണ് പഠിക്കുന്നത് അങ്ങോട്ട് സ്റ്റുഡിയോ പോകും. അപ്പോൾ നമ്മൾ അത്ര ഇതിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ കട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സീനാണല്ലോ. പിന്നെ ചിലപ്പോൾ അവരതിലാണ് ഇമോഷണലാക്കി സെൻറ്റിയാക്കി ഇറക്കാം, മൊത്തത്തിൽ ടാസ്ക്കാണ്. അപ്പോൾ കട്ട് വരരുത്, അതിൻ്റെ ഫ്ലോ പോകുന്നുണ്ട്. അപ്പം വായിൽ വെള്ളം ഭയങ്കരമായിട്ട് പറ്റും. നമ്മളെ സ്ഥിതി നമുക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കുക, ഇത് മറ്റേ അവിടെ നിന്ന് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മിക്കവാറും സംഭവിക്കുന്ന ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിൽ വെള്ളം ഫുള്ള് വറ്റിയിട്ട് എനിക്ക് അന്നാണ് ഏറ്റവും ഡാർക്കടിച്ച് ഈ മേളിൽ ഈ ചിറി ഇവിടെ പോയി ഒട്ടിയിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലാണ്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഒന്നും പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് തീർക്കാം, പിടിക്കാം, അത് പ്രശ്നമില്ല, അതൊട്ടിയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് വൃത്തികേടായിരിക്കുമോ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് ഏറ്റവും കിടിലായിട്ട് അവിടെ നിർത്തണം. അല്ലാതെ എന്നോട് എൻ്റെ മുടി വെട്ടുന്ന ചേട്ടനോട് ചോദിച്ചത് എന്ത്, ഞാൻ പഴയ എപ്പിസോഡൊക്കെ ഉണ്ട് ഭയങ്കര അലമ്പ് എന്നൊക്കെ, മുടി ചെയ്യുക, എന്നെ കാണാൻ ഞാൻ ഹെയർ സ്റ്റൈൽ നോക്കാറില്ല, അങ്ങനെ ഇങ്ങനെ. ആ സമയത്ത് നമ്മളത് ചിന്തിക്കൂല, നമുക്ക് സാധനങ്ങളിൽ വൃത്തിക്കുന്നു. അപ്പോൾ ഒരാൾ കമന്റ് ഇട്ട് വന്നിട്ട് മറ്റേ ഞാൻ കൂള് വെച്ചിട്ടാണ് പെർഫോം ചെയ്യണേ. അവല്ലേ മനോരമയിൽ മഴവിൽ മനോരമയിൽ ഇത്ര വലിയ ഫ്ലോറിൽ ഞാൻ പോയിട്ട് കൂളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ
എന്നാണ് ചിന്തിക്കുന്നത്. ഞാൻ എന്താ ഈ മോനോട് പറയുന്നല്ലേ അവനോട്. അപ്പം അത് ആൾക്കാർക്ക് ആ സാധനം എങ്ങനെ പിന്നെ ഈ പറഞ്ഞ എനിക്കിപ്പോൾ അതും വേറെ പേടി. ഇപ്പോൾ ക്രൗഡ് വർക്ക് നമ്മൾ മറ്റേ അപ്പം ആ ഒരു മോഡിലാണല്ലോ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എനിക്ക് ക്രൗഡ് വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയാലും ഞാൻ ഇടയ്ക്ക് പിന്നെ നമ്മുടെ സംസാരത്തിൽ ഇങ്ങനെ എന്തേലും പറഞ്ഞുകൊണ്ടിരിക്കും. ലാസ്റ്റ് ഞാൻ പിന്നെ പറയും ഇങ്ങനെ മറ്റേത് ഇറങ്ങാൻ ആ ഒരു മോഡിൽ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി ഇതുണ്ട്. ആൾക്കാർ പിന്നെ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റ് ഇവന് ഇവിടെ വലിയ തമാശ പറയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ ഇവൻ ഇവിടെ പറയണല്ലോ. കാരണം അവിടെ പോയി നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രപ്ഷൻ ആയിരിക്കും. അപ്പോൾ ആൾക്കാർ അത് പലയിടത്ത് പല രീതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ആൾക്കാർ ഇവൻ ഇതിനെന്തോ അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇത് പറയണത്. എന്നാൽ പിന്നെ എല്ലാവർക്കും അടിച്ചിട്ടെന്ന് ചെയ്താൽ പോലെ. കുണാൽ കാമറ ഹാബിറ്റാറ്റിൽ ഷൂട്ട് ചെയ്തൊരു സ്പെഷ്യൽ ഇട്ടത് ആൾക്കാർ ഹാബിറ്റാറ്റ് തകർത്തില്ല, അതിന്റെ വീഡിയോ ഉണ്ട്. അപ്പൊ അതിൽ എവിടെ കുണാൽ കാമറ എവിടെ അവനെ വിളി ഇതൊക്കെ അത് അസീം ബനത്വാലയുടെ ഒരു ബിറ്റിൽ അവൻ പറയുന്നുണ്ട്. അതായത് ഈ വരുന്ന ആൾക്കാർക്ക് ജോക്ക് എന്താണെന്ന് മനസ്സിലാക്കുന്ന മുമ്പേ ആദ്യം ഇന്റർനെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കണം അല്ലേ? എവിടെ തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങണം. അല്ല, ഒരു സാധനം ഫണ്ണായിട്ടുള്ളൊരു സാധനം പിക്കപ്പ് ചെയ്യുക, അപ്പം നമ്മുടെ ഇഡ് ഹാപ്പി ആയിരിക്കും. ഇഡ് നമ്മുടെ അടുത്ത് പറയും വീണ്ടും വീണ്ടും അത് ചെയ്യണം എന്ന്. പിന്നെ സൂപ്പർ ഈഗോയിനെ കുറച്ച് സൈലൻസ് ചെയ്താൽ നിൻ്റെ ഈഗോയിന് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആകാം അല്ലേ? ഈഗോ ആ ഒരു റാഷണാലിറ്റിയാണ്. അതായത് സൂപ്പർ ഈഗോ ആണ് നമുക്ക് ആങ്ഷ്യസ്, ഈ ഇഡാണ് നമുക്ക് ഈ ഭയങ്കര നമ്മുടെ ഫീലിങ്സ്, ഭയങ്കര ബേസിക് ഫീലിങ്സ് വരുന്ന ഹങ്കർ, വാലിഡേഷൻ്റെ നീഡൊക്കെ വരുന്നത് ഇഡിൽ നിന്നാണ്. സൂപ്പർ ഈഗോ ആണ് ആങ്സൈറ്റി വരുന്നത്, ആൾക്കാർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും, ആ ഒരു സാധനം. ഇത് രണ്ടും കുറച്ച് സൈലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് രണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിലാണ് നമ്മൾ ശരിക്കും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ഞാൻ എന്തായാലും നല്ലപോലെ ചെയ്യും, ആ ഒരു സാധനം വരുന്നത് അവിടെ നിന്നാണ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ദീപകിന് ആ ഒരു ഫണ്ട് മനസ്സിലായിട്ടുണ്ട് സൂപ്പർ ഈഗോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. അപ്പോൾ ദീപക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് സീരീസ് അതിൽ കുറച്ച് ഫണ്ടും കൂടെ കൊണ്ടുവന്ന് അങ്ങനെ ദീപക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡിയാണോ? ഞാൻ ചെയ്യും. ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ ഫസ്റ്റ് ആദ്യമൊക്കെ പോഡ്കാസ്റ്റ് ഇരുന്ന പോലെ അല്ലല്ലോ ഇപ്പൊ ഇരിക്കണേ അല്ലേ? ഭയങ്കര ഫ്രീ ആ, കാരണം ചിന്തിക്കാനുള്ള. ഇല്ല, ഈഗോ ആക്ച്വലി സ്ട്രോങ്ങർ ആവുന്നത് എവിഡൻസ് ബേസിസിലാണ്. അതായത് എവിഡൻസ് കിട്ടുമ്പോഴാണ് ഈഗോയിന് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട്, ചെറുതായി. അപ്പോൾ എപ്പോഴും പറയാം, നമുക്കൊരു ഭയങ്കര സ്കെയറി ടാസ്ക് ചെയ്യണമെങ്കിൽ ചെറുതായിട്ട്, അതായത് ഒരു നോവൽ എഴുതാതെ നിങ്ങൾ 100 വേർഡ് എഴുതുക ആദ്യം. അത് കുറച്ചുകൂടെ ലെസ് സ്കെയറിയാണ്. അപ്പം കുറച്ചൊരു പ്രൂഫ് കിട്ടുമോ, എനിക്ക് 100 വാക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു എവിഡൻസ് ബേസ്ഡ് ആണ് നമ്മുടെ ആ ഒരു മസിൽ, കോൺഫിഡൻസിൻ്റെ മസിൽ ട്രെയിൻ ആവും. ഇൻഫോർമേറ്റീവ് റീൽ സീരീസ് ചെയ്യും. അപ്പൊ നമ്മള് ദീപകിന് വേണ്ടി ഒരു നല്ലൊരു എഡിറ്ററിനെ നോക്കുന്നുണ്ട്. നിനക്ക് വേണ്ടുന്ന ഒരു ടൈപ്പ് ഓഫ് എഡിറ്റ് ആരുടെ ആയിരുന്നു? ശശാങ്ക് ഉടുപ്പി, ശങ്കർ അൺറേബിൾ, എന്തൊരു ശങ്കർ. അപ്പൊ ആർക്കെങ്കിലും എഡിറ്റിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ദീപകിന് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക. നിങ്ങൾക്കറിയാലോ, എനിക്ക് കോർപ്പറേറ്റ് സൂപ്പർ അല്ലേ അങ്ങനത്തെ. അതായത് ഞാൻ വളരെ തിരക്കേറിയ ഒരു കോർപ്പറേറ്റ് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കില്ലാത്തത് സമയവും ഉള്ളത് കാശുമാണ്. അപ്പോൾ എനിക്ക് കുറേ റീല് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. അങ്ങനെ എനിക്കൊരു 5-6 റീല് കിടക്കുന്നുണ്ട്. അത് ഞാനിരുന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ഇനി ആ എഡിറ്റിംഗ് പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചു. എഡിറ്റിംഗ് വർക്ക്. ഇനി അടുത്തത് സെൽഫ് ഡൗട്ട്. അപ്പോൾ നമുക്ക് സെൽഫ് ഡൗട്ടിലോട്ട് വരാം. സെൽഫ് ഡൗട്ട് അഗൈൻ ഈ ഒരു സൂപ്പർ ഈഗോയിൽ നിന്ന് വരുന്നൊരു സാധനമാണ്. അതായത് നിന്നെക്കൊണ്ട് പറ്റൂല, എന്നെക്കൊണ്ട് പറ്റുമോ? അവിടെയൊക്കെ ഞാൻ വളരെയധികം ഇമേജ് കോൺഷ്യസ് ആവുകയല്ലേ. അതായത് ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ഞാനിപ്പോൾ ഒരു റീൽ ഇറക്കാൻ പോവുകയാണെങ്കിൽ അവിടെ മാക്സിമം നെഗറ്റീവ് എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? റീൽ ഓടൂല എന്നുള്ളതാണ്. അതെ, പക്ഷെ നെഗറ്റീവ്. പക്ഷെ നമ്മുടെ മനസ്സ് നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് പറയണത് അല്ലേ? എന്നെ കുറിച്ച് ആൾക്കാർ എന്ത് വിചാരിക്കും, ഞാൻ എന്തിനാണ് ആൾക്കാരെ ഇങ്ങനെ വെറുപ്പിക്കുന്നത്?
അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ആൾക്കാർക്ക് സമയം ഇമ്പോർട്ടൻ്റ് അല്ല, ഞാനത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഞാൻ ചിന്തിക്കുന്ന അത്രേ ഉള്ളൂ. അതായത് ഇൻസ്റ്റാഗ്രാം റീൽസ് ഒരിക്കലും തോണ്ടിക്കഴിഞ്ഞാൽ തീരൂല അല്ലേ. ഇഷ്ടംപോലെ ഇത് നമ്മളെ ഒരാൾക്ക് ഇഷ്ടമല്ലായിരിക്കും, സ്വാഭാവികം അല്ലേ. നമുക്കും ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. കാണുമ്പോൾ ഇഷ്ടമല്ല തട്ടിക്കളഞ്ഞെടുത്ത് കാണുന്നല്ലേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് നമ്മളെന്തുകൊണ്ട് അത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് ഇഷ്ടമുള്ള കാണുമായിരിക്കും. ചിലപ്പോൾ നമ്മളൊരു 5 വർഷം ഇട്ടു, രക്ഷയില്ല, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോളും. ഇല്ല, ഞാനിങ്ങനെ ചില കണ്ടൻറ്റൊക്കെ ഇടുമ്പോൾ ഓടുമ്പം എൻ്റെ മനസ്സ് ആദ്യം പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കണ്ടൻറ്റ് ഭയങ്കര മോശമാണ്. നമ്മളൊരു ആവറേജ് കണ്ടൻറ്റ് ഇട്ടാൽ തന്നെ അത് നല്ലപോലെ ഓടും. അവിടെ ഞാൻ ക്രെഡിറ്റ് കൊടുക്കുന്നത് എൻ്റെ കണ്ടൻറ്റ് നല്ലതായതുകൊണ്ടല്ല, ബാക്കിയുള്ള കണ്ടൻറ്റ് മോശമായതുകൊണ്ട്. കോൺഫിഡൻസിൻ്റെ മസിൽ നല്ലോണം ചെയ്യുക. മഹാദേവന് സെൽഫ് ഡൗട്ട് വരാറുണ്ട്? പിന്നെ അത് ഒരു പോയിന്റ് ഭയങ്കര, ഞാൻ പറഞ്ഞേ എൻ്റെ മെയിൻ എനിക്കൊന്ന് സ്ട്രോങ് പോയിന്റ് കിടക്കണം. ഞാൻ കൊച്ചിലെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ആ സമയത്ത് അറിയാം ഇത് ഞാൻ രക്ഷപ്പെട്ടിട്ട് വേണം ഇത് രക്ഷപ്പെടാൻ എന്നുള്ള സാധനം. അപ്പം അവിടെ സെൽഫ് ഡൗട്ടിനൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അതായത് നമ്മളെന്തായാലും സെറ്റ് ആവണം എന്നൊരു സാധനമുണ്ട്. പിന്നെ ഞാനിങ്ങനെ എനിക്ക് അപ്പം സ്ട്രഗിൾ ചെയ്യുന്നത് ഭയങ്കര ഒരു ഹരമായിരുന്നു. ഐ മീൻ എനിക്ക് അവിടെ എന്തോ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്ന സ്ട്രഗിൾ ചെയ്യുന്നതിന് രക്ഷപ്പെടും എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ അത്രയും വർക്കും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് അങ്ങനെ ഒരു ഡൗട്ടില്ല, അത് എന്തായാലും അടിക്കും, ഒന്ന് കിട്ടില്ല അടുത്ത പിടിക്കും, എന്തെങ്കിലും സെറ്റ് ചെയ്യുന്നൊരു സാധനം ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. ഞാനിപ്പോഴും നമ്മളിന്ന് സംസാരിച്ചില്ല, എറണാകുളത്ത് നിന്നിട്ട് ബസ്സിൽ കയറിയിട്ടുണ്ട്. ഞാൻ പണ്ട് ബസ്സിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ബസ്സിലൊക്കെ ഇടിച്ച് തൂങ്ങിയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കും എന്തൊരു ജീവിതമാണ് ദൈവമേ. അത് ഈ പറഞ്ഞ പോലെ ഓട്ടോയ്ക്ക് പോകാൻ പൈസ ഇല്ല, ഞാൻ 1.5 കിലോമീറ്റർ നടക്കുമായിരുന്നു ഡെയിലി അത്രയൊക്കെ. അപ്പോൾ ഇപ്പം ഞാൻ ഭയങ്കര ലക്ഷറിയിലൊന്നും അല്ല ജീവിക്കണം, പക്ഷേ സ്റ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അങ്ങനത്തെ ഒരു സ്ട്രഗിളൊന്നുമില്ല. എനിക്കത് ചെയ്യാൻ പറ്റിയല്ലോ. ഞാൻ മുന്നോട്ട് ഞാൻ ഭയങ്കര വലിയ ആഗ്രഹങ്ങളല്ല, പക്ഷേ നൈസായിട്ട് പോകുന്നുണ്ട്. എനിക്കത് മതി. ഞാൻ വേറെ ആരെയൊക്കെ അടിക്കാനോ ഒന്നുമല്ല ചെയ്യണേ. സെൽഫ് ഡൗട്ട് നമ്മളിപ്പോൾ ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ പരിപാടിയിൽ വരുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അത് എനിക്ക് ആ പെർഫെക്ഷനിസം പ്രശ്നമുണ്ട്. അതായത് അത് ഈ പറഞ്ഞ നമ്മൾ കൊടുക്കണ കണ്ടന്റ് ഒരു മിനിമം ക്വാളിറ്റി വേണം എന്നൊരു സാധനം, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നില്ല. ഞാൻ എനിക്ക് തന്നെ വിശ്വാസം ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ സമയത്തിൻ്റെയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടന്റ് എഴുതി ചെയ്യാത്തത് ഞാൻ മനോരമ മാത്രമേ മറ്റേ സെറ്റ് ചെയ്യുന്നുള്ളൂ പോയി, അല്ലാതെ നമ്മുടെ ഷോയിൽ 2 വർഷം എന്തോ ആയിട്ട് കണ്ടന്റ് എഴുതിയിട്ടില്ല. എനിക്കൊരു പോയിന്റ് തോന്നി, എനിക്ക് എപ്പോഴും ഇടയ്ക്കൊക്കെ ഇത് ഡെലിവറി ചെയ്യുമ്പം ഇത് എഴുതി വെച്ച സാധനമാണെന്നുള്ളത് ചിന്തിക്കാവുന്ന കാര്യമുള്ളല്ലോ. അതിലൊരു ആർട്ടിഫിഷ്യാലിറ്റി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ എഴുതുന്ന പ്രോസസ്സ് ഞാൻ നിർത്തിയത്. എനിക്ക് അപ്പോഴും ജെന്യുവിൻ സാധനം കൊടുക്കണമെന്ന് ഞാൻ ജെന്യുവിൻലി ആഗ്രഹിക്കുന്നുണ്ട്. അത്രയ്ക്ക് ജെന്യുവിനായ പോരെ ജീവിതത്തിൽ. പിന്നെ അത് അപ്പോൾ ഞാൻ പറഞ്ഞ പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ടന്റ് എത്രത്തോളം വൃത്തി വരുന്നുണ്ടെന്നുള്ള സാധനം അത് എനിക്കിപ്പോൾ മനസ്സിലായി. ആ സെൽഫ് ഡൗട്ട് മാറിയത് അങ്ങനെയാണ്. അതായത് നമ്മൾ പണ്ട് ചെയ്ത ക്ലിപ്പ് കഴിഞ്ഞ ദിവസം ഇരുന്ന് ഇതുപോലെ ചില ക്രൗഡർക്ക് തന്നെ അന്നൊക്കെ ട്രൈ ചെയ്ത സാധനങ്ങളൊക്കെ കാണുമ്പോൾ അന്നൊക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഒരു തമാശയിലോട്ട് എത്താൻ, അല്ലെങ്കിൽ അത് കടന്ന് എൻ്റെ അന്നൊരു സ്റ്റൈലൊന്നും നോക്കുന്നില്ലല്ലോ. ഇവനും സിക്കയും കൂടെ സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടാല് മറ്റേ 2 ബംഗാളികൾ പണി കഴിഞ്ഞ് അത് ഞാൻ കുറെ കാലം സിക്കായി ഇൻസ്പയർഡ് ആയിരുന്നു. ഇതിലൊന്നും അല്ല കാര്യം, ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യണം, കുറച്ച് സൂപ്പർ ഈഗോ വേണോ അല്ലേ? അതെ അതെ. അപ്പൊ അല്ല, പക്ഷെ ഇത് ആ സെൽഫ് ഡൗട്ട് അങ്ങനെയാണ് മാറും. അത് ഓവർ ടൈം തന്നെ മാറത്തുള്ളൂ, അല്ലാതെ നമുക്ക് എനിക്ക് തോന്നുന്നു തമാശയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2ാമത്തെയോ 3ാമത്തെയോ പ്രാവശ്യം കേൾക്കുമ്പോൾ തമാശയായിട്ട് ഇരിക്കൂല. അപ്പോൾ നമ്മളൊരു റീല് 2-3 ഫീഡ്ബാക്ക് കഴിഞ്ഞ് നമുക്ക് വരുമ്പോൾ നമുക്കൊന്ന് തോന്നും ഇതിൽ എന്താണ് തമാശ. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് തമാശയുടെയും കാട്ടി, കാരണം നമുക്ക് ആ തമാശയായിട്ട് തോന്നില്ല, കാരണം നമുക്കിത് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാം. പക്ഷെ അതിൻ്റെ കാട്ടി കൂടുതൽ അതിൽ ചിരി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു തമാശ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. എനിക്ക് തോന്നുന്നു കണ്ടന്റ് ഇടുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സെൽഫ് ഡൗട്ട് വരുന്നത് ഇത് തമാശയാണോ അല്ലയോ എന്നുള്ളതാണ്. അത് ഒരിക്കലും നമുക്കൊരു റീൽ ഒരു 3ാമത്തെ പ്രാവശ്യം ഇരുന്ന് കാണുമ്പോൾ നമുക്ക് തോന്നില്ല എന്താണ് തമാശ ഇതിൽ. അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ പണ്ടത്തെ റീല് കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നത്, കാരണം നമ്മൾ മറന്നുപോയി ഇതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമുക്ക് തമാശ ശരിക്കും അതാണ് ഈ കുറേ പേര് ഇതിനകത്ത് എവിടെ കോമഡി എന്നൊരു സാധനം ചോദിക്കുമ്പോൾ നമ്മൾ എവിടെയും പറയാനുള്ള ഞാൻ ഇത് സൂപ്പർ കോമഡി കണ്ടുപോയി പറഞ്ഞാൽ ഇത് ഇടണേ. നമ്മളാ വൈബ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ എനിക്ക് ആ ഒരു പ്രോസസ്സാണ് എനിക്ക് തരുന്ന കിക്ക്. അതായത് ആ സ്പോട്ടിൽ അവരോട് സംസാരിക്കുമ്പോൾ അതിനകത്തുനിന്നൊരു കഥ, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ടീച്ചറിൻ്റെ സാധനം ഇറക്കിയതിൽ അവരുടെ 3 ജനറേഷനിൽ അവരുടെ പേര് വെച്ചിട്ട് ഇന്ന പേരുള്ള ആൾക്കാർ ഇന്ന പേരിട്ട് അവരുടെ അടുത്ത തലമുറയിലെ പേരെന്താണെന്ന് ചോദിക്കുന്ന ക്യൂരിയോസിറ്റിയിൽ
അവരത് ബ്രേക്ക് ചെയ്തു. അത് ഒരു അന്വേഷണമുള്ളൂ. അതിനകത്തൊരു ഫൺ കണ്ടുപിടിക്കുന്നേ ഉള്ളൂ. അത് വേറൊരു ഇന്റർവ്യൂവിൽ ഇരുന്ന് ചെയ്യുന്നൊരു പരിപാടി, അത് വേറെ എവിടെ ഇല്ലല്ലോ. അതിനകത്തൊരു രസമുള്ളതുകൊണ്ടാണ് അത് ഇടുന്നത്. അത് ആൾക്കാർക്ക് മനസ്സിലാവണമെന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ അവനെ പറ്റി ചിന്തിക്കുകയല്ല. കിട്ടിയ ഏറ്റവും നല്ല വാലിഡേഷൻ പറഞ്ഞാൽ അവിടെ നല്ല കൈയടികളുണ്ടല്ലോ. പിന്നെ അവരത് ഞാൻ പറഞ്ഞു, ഞാൻ ആ ചോദിക്കും അവരെൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ള സാധനമാണ് ഞാൻ. ടീച്ചറും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് അത് പുള്ളിക്കാരി ഇവൻ ചിലപ്പോൾ അടുത്ത് നമ്മളടുത്ത് റീൽ ഇറക്കുമായിരിക്കും, ഒരു സാധനം ചോദിച്ചു വന്ന് സംസാരിച്ചു ആഹാ ഇങ്ങനെ എന്ത് മറന്നു പുള്ളിക്കാരി. ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്ന് വെച്ചാൽ ഷോ തുടങ്ങി അരമണിക്കൂറായിട്ട് പുള്ളിക്കാരി ഏറ്റവും ബാക്കിൽ ഇരിപ്പുണ്ട്. ഞാൻ വന്നപ്പോഴത്തേനും ഭയങ്കര നിഷ്കളങ്ക ഒരു പുള്ളിക്കാരി. അപ്പം എനിക്കിങ്ങനെ സത്യം എനിക്ക് എൻ്റെ അമ്മയെ പോലെ തോന്നി. അപ്പം ഞാനിങ്ങനെ അത് ഞാൻ പറയുന്നുണ്ട്, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഞാൻ അവിടെ കയറി ഇവിടെ മറ്റേ 3 സെക്കൻഡ് ഹുക്ക് വേണ്ടെടുത്ത് എൻ്റെ അമ്മയെ പോലെ ഉണ്ടെന്നും പറഞ്ഞ് എനിക്ക് അവിടെ അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് ശരിക്കും അത് ആ സാധനം തോന്നി. ഞാൻ ഇങ്ങനെ അവരെ കംഫർട്ടബിൾ ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തുടക്കം തൊട്ടേ. കാരണം അവർ മാത്രം അവർ ഒരു 3-4 പേര് മാത്രം ഇച്ചിരി ഇത് ഒരു ചെറിയ പേടിയുള്ള പോലെ ഏറ്റവും ലാസ്റ്റ് റോ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരെ കംഫർട്ടബിൾ ആക്കി വരുമ്പോൾ പുള്ളിക്കാരി എന്നെ ഇട്ട് കളിപ്പിക്കുക. അതായത് ഞാൻ എന്ത് ചോദിച്ചാലും പുള്ളിക്കാരിക്ക് ഓർമ്മയില്ല, മറന്നുപോയി, അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞു ഒരു പോയിന്റ് എത്തുമ്പോഴാണ് പുള്ളിക്കാരിയുടെ ഭർത്താവ് പറയുന്ന ആൾ ടീച്ചറാണ്, മാത്സ് ടീച്ചറാന്നൊക്കെ. അപ്പം ഞാൻ മനസ്സിലായി ഒരു ടീച്ചറിനുള്ളൊരു പരിപാടി നമുക്കറിയാമല്ലോ. അപ്പം അപ്പോഴാണ് എനിക്ക് ഫ്ലിപ്പ് അടിച്ചതൊക്കെ ഇത്രയും നേരം നമുക്കിട്ട് ഇതാക്കുമായിരുന്നു. അപ്പം ഞാൻ പിന്നെ അവിടെ നിന്നാണ് അടിക്കുന്നത് തിരിച്ച്. അപ്പോൾ മറവിയുടെ കാര്യം പറഞ്ഞിട്ട് ഡെസ്കിൽ കയറാൻ പറഞ്ഞു പുള്ളിക്കാരിയാണ് എഴുന്നേക്കെന്ന് പറഞ്ഞു. പക്ഷെ പാവം പുള്ളിക്കാരി എഴുന്നേറ്റൊക്കെ നിന്നല്ലേ. അവിടെ നിൽക്കുമ്പോ എനിക്ക് മഹാദേവനാണ് സാറെന്നൊക്കെ പറയല്ലേ. അല്ല ആൾക്കാർ വരുന്ന ലൈവ് വൈബ് ഭയങ്കര രസമാണ്. നമ്മള് സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് ഞാൻ കണ്ടന്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസർ ആവണമെന്നോ കണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്നോ ബ്രാൻഡ് കൊളാബ് വരണമെന്നോ മറ്റേ പേസ്റ്റിന്റെ പരസ്യം അഭിനയിക്കണമെന്നൊന്നുമില്ല. അത് കളഞ്ഞില്ലേ പ്രയാസം. എനിക്ക് ഞാൻ പറഞ്ഞ ഞാൻ വരില്ല. അത് എന്നോട് കാസർഗോഡ് ഒരു ഓഡീഷുണ്ട്, ഇപ്പൊക്കെ വേണ്ട ഇവിടുന്ന് മുകേഷിന്റെ പടം ഉണ്ട് കളഞ്ഞോളാം എന്നുവെച്ചാൽ അത് ഞാൻ ചെയ്തില്ല. എനിക്കത് അവിടെ നിന്ന് നമുക്ക് കളമശ്ശേരി ഷോ ഉണ്ടായിരുന്നു, അത് വേണേ കളയാമെന്ന് റിൻസ് പറഞ്ഞു. പക്ഷെ നമ്മൾ കളഞ്ഞില്ല. എനിക്ക് പക്ഷെ എനിക്കിതാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞ നമ്മൾ കണ്ടന്റ് ഇടുന്നതിന് വിദേശം കണ്ടന്റ് ക്രിയേറ്റർ ആകുന്നുള്ളതൊന്നുമല്ല. ഇത് കണ്ടിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ ടിക്കറ്റ് എടുത്ത് ഷോയ്ക്ക് വരണമെന്നൊരു കുറച്ച് വലിയ ഷോ ചെയ്യണം, ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് പറഞ്ഞപ്പോഴാണ് മാർച്ച് 1-ാം തീയതി ചെന്നൈ അൽവാർപേട്ട് ദ പഞ്ച് അവിടെ വെച്ച് മഹാദേവന്റെ ക്രൗഡ് വർക്ക് ഷോ ഉണ്ട്. ആൻഡ് മാർച്ച് 8-ന് ഇന്ദിരാനഗറിലെ ബിഗ് പിക്ചറിൽ വെച്ചിട്ട് മഹാദേവന്റെ ക്രൗഡ് വർക്ക് ഷോ ഉണ്ട്. ഇന്ദിരാനഗർ ബാംഗ്ലൂരിലാണ്. ഇന്ദിരാനഗർ ബാംഗ്ലൂരിലാണ്. അപ്പോൾ വലിയ ലൈവിന്റെ എക്സ്പീരിയൻസ്, ലൈവിന്റെ ഒരു ഫീൽ, എന്താ പറയാ, ലൈവിന്റെ വൈബ് അങ്ങോട്ട് എൻജോയ് ചെയ്യുക. ക്രൗഡ് വർക്കിന്റെ വൈബ് എൻജോയ് ചെയ്യുക. വെറുതെ ടിക്കറ്റ് എടുത്തിട്ട് വരണം. ബുക്ക് മൈ ഷോയിലുണ്ട്. ഞാൻ അടുത്ത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് മഹാദേവൻ പേഴ്സണലി നിൽക്കുന്ന കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ്. അടുത്ത് ഒരു കോൺഫിഡൻസ് നമ്മള് കാണുന്ന കുറവാണ്ട. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ കോൺഫിഡന്റ് ആയത്. എന്റെ ഉപദേശം കൊടുക്കാൻ ഫേസ് ചെയ്യുന്നില്ല. ഇല്ല, പക്ഷേ സെൽഫ് ഡൗട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വരും. എല്ലാ പോയിന്റിലും നമുക്ക് രാത്രിയൊക്കെ ഇരിക്കുമ്പോൾ തോന്നും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. പക്ഷെ അത് ഒരു കാര്യം നിർത്താതെ ഇരുത്തുക, അത് നമ്മുടെ ആക്ഷൻസിനെ എഫക്റ്റ് ചെയ്തിരിക്കുക. നമ്മുടെ തലയിൽ എപ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡ് എപ്പോഴും ശരിയാവുമോ തെറ്റാവുമോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇത് ചെയ്തിട്ട് കാര്യമുണ്ടോ, അങ്ങനെ സെൽഫ് ഡൗട്ട് തോന്നും, എന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനെയൊക്കെ തോന്നും. അത് എന്തത്ര ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും അതിൻ്റെ രണ്ടഭിപ്രായവും കാണും. പിന്നെ വെറുതെ അതിനെപ്പറ്റി അങ്ങനെ എസ്പെഷ്യലി നമ്മൾ വളർന്നു വരുന്ന സൊസൈറ്റി അങ്ങനെയാണല്ലോ, ഒരു ജനറലി ഒരു നെഗറ്റീവ് ഫേസ് ഉള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അതിന് എന്താ പറയുക, ഡിസ്കറേജ്മെന്റ് ആണ്. എസ്പെഷ്യലി അത് നമ്മളൊരു മിഡിൽ ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നീ ഒരു ബിസിനസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ചെയ്യില്ലേ. അതായത് ജോലിയാണ് ഏറ്റവും സേഫ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഒരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ പ്രായങ്ങളിൽ ചെയ്യേണ്ടത്, ഇത് ചെയ്യാത്ത ഒരാൾ അത് പറഞ്ഞ നീ വേറെന്തോ നീ പ്രശ്നം, നിനക്കെന്തോ പ്രശ്നമുണ്ടെന്നൊക്കെയാണ് ഇപ്പൊ നാട്ടിലെ സംസാരം. അതൊക്കെ അതാ ഞാൻ പറഞ്ഞത്, ബേസിക്കലി മരണത്തെ പറ്റി ചിന്തിക്കുക.
അപ്പോൾ ജീവിതം ലളിതമാകും. അതാണ് അല്ലേ? ഇതൊക്കെ കേട്ടിട്ട് വല്ല സീരിയൽ കില്ലർ അവൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവില്ലേ? ദീപക് ചേർന്ന് ഇവനെ അങ്ങ് കൊന്നാക്കാൻ. അല്ല നമ്മൾ അവസാനം പുള്ളി ദീപകിന്റെ അടുത്ത് വരും, നിങ്ങളാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഇതിട്ട് ഞാൻ എന്റെ റൈറ്റ് ഹാൻഡിനെ ഇട്ടുന്നത് ഇത് സൂപ്പർ വിളിക്കുന്നു, ഇതിന്റെ ഇടയിൽ അങ്ങനെ ആരെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ദീപക് അഡ്രസ് പറയട്ടെ. വണ്ടർഫുൾ ഓഫീസിൽ വന്ന് റിൻഷാദിനെ തൂക്കിയത്, റിൻഷാദ് എഡിറ്റിംഗ് ഷൂട്ടിൽ കാണും. എന്നെ കൊല്ലുന്ന റിൻഷായെ കൊല്ലുന്ന പോലെ അല്ലല്ലോ. എന്നെ കൊല്ലണമെങ്കിൽ ആദ്യം റിൻഷാനെ കൊല്ലണം, അതാണ് നമ്മുടെ ബോണ്ട്. എന്നെ ഒരാൾ വെടിവെച്ചാൽ റിൻഷാദ് ആ ബുള്ളറ്റ് എടുക്കും. അതാണ് ഒരു ചേട്ടനില്ലേ എന്താ ഭയങ്കര മാസിട്ട് കൊടുക്കില്ലേ, മറ്റേ തെറി വിളിക്കണ ആളാണ്. കട്ടിക്കടി മറ്റേ ചെറിയ പയ്യനാ, ചെറിയ 2 പയ്യൻ എന്നിട്ട് വിളിക്കുന്നത് ആദ്യം ഫുള്ള് നിന്ന് മാസിട്ട് കൊടുക്കും പുള്ളി. ഡയലോഗ് ഇവനെ തുടരണമെങ്കിൽ എന്റെ നെഞ്ചത്തൊക്കെ പറഞ്ഞ് മൊത്തം മാസിട്ട് കൊടുത്തിട്ട് പിന്നെ BGM പുള്ളി എന്നിടും. എന്നിട്ട് അവന് പയ്യെ നടന്നു വരുന്നത് റീലുണ്ട്, അയച്ചു തരാം. പറയുമ്പോ ഞാൻ ഉദ്ദേശിച്ച് മറ്റേ ആളാണെന്ന്. നീടക ശരിയല്ലേ അനീസിക്കൈൻ പാരൽ യൂണിവേഴ്സ് ഒരു തെറി വിളിക്കുന്ന ഒരാളല്ലേ, ഇങ്ങനെ കണ്ടിന്യൂസ് തെറി. വിഷ്ണു രാജ അങ്ങനെ എന്തോ ആണ്, കണ്ടിട്ടില്ല? ഒരു ആശാനെ എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ നല്ല രസമാണ്. അത് പുള്ളിയുടെ ഒരു സ്കില്ലാണല്ലേ, അങ്ങനെ പുള്ളിയുടെ സ്റ്റൈലാണ്. പുള്ളിയുടെ സൂപ്പർ ഈഗോ കുറച്ച് പുള്ളി ചെയ്യുന്നതാണ് അല്ലേ പുള്ളി. അത് ആ വഴിക്ക് ഒരു രസമുണ്ട്. അതാ എല്ലാത്തിലും ഒരു രസം. അത് ഓരോരുത്തരുതായിരിക്കും. എനിക്ക് മറ്റേ അഭിലാഷ് പ്ലാവിഡയിലൊക്കെ മറ്റേ കനാലി വെള്ളം എന്നൊക്കെ വീഡിയോ ഞാൻ അത് ഭയങ്കര ക്യൂട്ടായിട്ടാണ്. അത് വേറെ ചുമ്മാ ആൾക്കാർ കാശ് അയച്ചു കൊടുക്കുന്നോണ്ടായിരിക്കും. അപ്പൊ അതിന്റെ താഴെ പറഞ്ഞ് ഇല്ല ബ്രോ ഞങ്ങൾ പണിക്ക് പോയിട്ടാ ഞങ്ങൾ കഴിക്കുന്നത്, അതൊക്കെ അത്രയല്ലേ ഉള്ളൂ. അത് അവരവരുടെ ഹാപ്പിനെസ് കാണിക്കുന്നേ ഉള്ളൂ. അത് എന്തെങ്കിലും കേട്ടോ, അതൊക്കെ ഓരോരുത്തർ എന്താ നമ്മൾ പറയണ്ടല്ലേ. ഒരു ഇപ്പൊ നമ്മളൊരു ജോലി ക്വിറ്റ് ചെയ്യാൻ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സെൽഫ് ഡൗട്ട് വരുമല്ലോ. അതായത് എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെ സെൽഫ് ഡൗട്ട് വരുന്ന ഒരാളോട് അതെങ്ങനെ ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും? അതോ ഇപ്പൊ കോൺഫിഡൻസ് ആണെങ്കിൽ പുള്ളി ഇറങ്ങണ്ടേ? എനിക്ക് നടക്കും എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ഇറങ്ങണം. മറ്റേ നമ്മുടെ വിക്ടോക്സ് എന്നല്ല അഭിലാഷ് പിള്ളേർ 2013 എന്തോ ഇറങ്ങിയിട്ടാണ്. 8 വർഷം 9 വർഷം എടുത്ത് 19 കണ്ടത്. ആ പറഞ്ഞ പോലെ പുള്ളിക്ക് പുള്ളിയുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, പിന്നെ പുള്ളിക്ക് ഒരു കറക്റ്റ് കൺവിക്ഷൻ ഉണ്ടായിരുന്നു പുള്ളിയുടെ. അതെ നമ്മുടെ കഴിവിൽ ആ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങ് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ബാക്കി പുറത്തുനിന്ന് വരുന്ന ആ ഒരു സാധനങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് വരുന്നത് അത്രയ്ക്ക് നമ്മുടെ തലയിൽ കയറുന്ന എനിക്ക് തോന്നാനില്ല. ചെയ്യുക, ഇറങ്ങി ചെയ്യുക. അത് പക്ഷെ ചെയ്യാൻ പറ്റണം. ആരെന്ത് പറഞ്ഞാലും ചെയ്യാൻ പറ്റും. നിനക്ക് ഏത് സിറ്റുവേഷൻ വന്നാലും ചെയ്യാൻ പറ്റണം. അതായത് എനിക്ക് മാസം 50,000 മക്കളുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടന്നോളന്നില്ല. അതാണ് ഒരു എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. ചെയ്യണം. നിന്നോട് നീ ഇറങ്ങണ്ട, നിനക്ക് ഇതാണ് നല്ലത്. കുറെ തമാശകൾ നമുക്ക് ആവശ്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ സ്റ്റാൻഡപ്പ് ഒന്നുമില്ല. എനിക്ക് ദീപകിച്ചപ്പോൾ നല്ലൊരു ഇത്ര സാലറിയുള്ള കോർപ്പറേറ്റ് ജോലിയുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു തന്നെ. ഞാൻ കട്ടക്ക് ചെയ്ത് തന്നെ. കാരണം അങ്ങനെയാണ് എനിക്ക് വേറൊരു ലൈഫ് ഡിസൈൻ ചെയ്ത് സെറ്റാകും. എല്ലാം ഇത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ അതിനകത്ത് ഇതിനകത്തുള്ളൊരു സുഖം വെറുതെ കുറച്ച് കൂടുതലിരിക്കാം. ഇപ്പൊ എന്നുവെച്ചാൽ ഇന്ന സമയത്ത് വേറൊരാൾക്ക് വേണ്ടി പോയി ജോലി എടുക്കേണ്ടാവുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വല്ലാത്തൊരു സുഖമുണ്ട്. എല്ലാം കുറച്ച് അക്കരപ്പച്ചയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അയ്യോ ഇങ്ങനെ ഫുൾ ടൈം ഒക്കെ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ആ ദിവസങ്ങൾ എന്ത് രസകരമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് അക്കരപ്പച്ചയാണ്. അതായത് നമ്മൾക്ക് ഒരിക്കലും ഒരു 100% ടൈമും ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല. ഇല്ലില്ല, അതൊരു സാധനമാണ്. അതങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലേ, കിട്ടുന്നതിൽ സന്തോഷം. അതല്ലേ കോൺഫിഡൻസ് വരും. ഇപ്പൊ എനിക്കും അത്ര കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് വരുമ്പോൾ ഞാൻ ചെയ്യും. എനിക്ക് കോൺഫിഡൻസിന്റെ കുറവല്ല, എനിക്ക് ക്ലാരിറ്റിയുടെ കുറവുണ്ട്. അതായത് ഞാനിപ്പോൾ ക്വിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും എന്നൊരു ചോദ്യം. ഇപ്പം തന്നെ ഞാനിപ്പോൾ വീക്കെൻഡ്സ് ഫ്രീ ആണ്. വീക്കെൻഡ്സ് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ക്വിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഫ്രോയിഡ് പറഞ്ഞത് എന്താണ്, നമ്മുടെ ഈഗോ സ്ട്രെങ്തൻ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ലൈഫിൽ നല്ലൊരു ലൈഫ് വരുന്നതെന്നാണ്. ഓക്കെ, ഇനി സ്പിരിച്വാലിറ്റി പറയുന്നത് ഇതൊന്നുമല്ല. സ്പിരിച്വാലിറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ നമ്മളൊരു ഡ്രീം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ഡ്രീം സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡ്രീമിൽ നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രീമിൽ നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രീമിൽ എങ്ങനെ കുറവ് സഫർ ചെയ്യാം എന്നുള്ളതാണ്.
പക്ഷേ സ്പിരിച്വാലിറ്റി ഹിന്ദുയിസത്തിലൊക്കെ പറയുന്നത് വെച്ചാൽ ഇതൊരു ഡ്രീമാണെന്ന് മനസ്സിലാക്കുക. അണ്ടർസ്റ്റുഡ്? അതാണ് ഈ കോൺസെപ്റ്റ് ഓഫ് ഇതെന്നാണ് മാട്രിക്സ് എന്ന് പറഞ്ഞ സിനിമ. അല്ല, ഇപ്പൊ നമ്മൾ ഈ നമ്മളൊരു ഡ്രീം കണ്ടോണ്ടിരിക്കാന്ന് വിചാരിക്കുക. ലൈഫ് ജീവിതം മായയാണ്. അതാണ് ഹിന്ദുയിസത്തിൽ പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഓക്കെ, അതായത് ഹിന്ദുയിസത്തിൽ പറയാം അദ്വൈത എന്ന് പറഞ്ഞിട്ടുണ്ട്, നോൺ ഡുവാലിറ്റി, അതായത് ഒരു അവയർനെസ്സേ ഉള്ളൂ എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്താണ്, ഫോർ ഇൻസ്റ്റൻസ് നമ്മളൊരു വീഡിയോ ഗെയിം എടുക്കുകയാണ്. ഓക്കെ, വീഡിയോ ഗെയിമിൽ സൂപ്പർ ഈഗോ ആണ് ഗെയിമിൻ്റെ റൂൾസ്. ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യാതിരിക്കുക, അതാണ് ഗെയിമിൻ്റെ റൂൾസ്. ഓക്കെ, ഈഗോ ആണ് ആ പ്ലെയർ. ഓക്കെ, ഇഡാണ് ബേസിക്കലി പ്ലെയർ എന്ത് ചെയ്യുന്നു, അത് ചെയ്യൂ, ഇത് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, പക്ഷേ അപ്പോൾ എന്താണ് ഫ്രോയിഡിനൊക്കെ പറയുന്നത്, എന്താണ് നമ്മൾ ഈ ഈഗോ നല്ല രീതിയിൽ സൂപ്പർ ഈഗോ നാവിഗേറ്റ് ചെയ്ത് പോകുന്നതാണ് സക്സസ് എന്നുള്ളതാണ്. പക്ഷേ സ്പിരിച്വാലിറ്റി പറയുന്നത് സക്സസ് എന്ന് പറയുന്നത് ആരാണ് കൺട്രോളർ പിടിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിലാണ്. മനസ്സിലായില്ല? അതായത് ഇതൊരു സ്ക്രീനിൻ്റെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ സ്ക്രീനിൻ്റെ, അതായത് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു സ്ക്രീനിൻ്റെ ഇപ്പുറത്ത് നടക്കുന്നത് ഇപ്പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അത് ഒബ്സർവ് ചെയ്യുക. അതായത് നമ്മൾ ആ ഗെയിം കളിക്കുന്ന ആ പ്ലെയർ അല്ല, പക്ഷേ ഈ ഗെയിം കളിക്കുന്ന ആളാണ് ഞാനെന്ന് മനസ്സിലാക്കുന്നതിലാണ് സക്സസ് എന്നാണ് എന്താണ് സ്പിരിച്വാലിറ്റിയിൽ പറയുന്നത്. അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? രണ്ട് ഗെയിം കളിക്കുന്ന പ്ലെയർ കൺട്രോൾ ചെയ്യണമെന്നാണോ? അതിനും വേറെ ശക്തി കൺട്രോളിലായിരിക്കണം എന്നുള്ളൊരു സാധനം. അതായത് നിന്റെ ഓരോ ആക്ഷൻസിനെയും എന്താ പറയാ, വളരെ എന്താ പരിപാടി ഉണ്ടല്ലോ നമ്മുടെ ദേവദാസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കോഴ്സ്. ഈ ഞാൻ എന്നൊക്കെ പറയുന്നത് സെൻസ് ഓഫ് സെൽഫ് തന്നെ ഒരു ഇല്യൂഷൻ ആണെന്നാണ്, മായയാണെന്നാണ് പറയുന്നത്. അതായത് ഞാനെന്നൊരു സാധനം ഇല്ല. ഇതെല്ലാം ഒബ്സർവ് ചെയ്തിരിക്കുന്ന പിറകെ, അതായത് സ്ട്രീമിങ് കണ്ടോണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ പല ക്യാരക്ടേഴ്സായി മാറാം ഒരു സമയത്ത്. ഞാൻ വീട്ടിലൊരു ക്യാരക്ടറാണ്, മറ്റിടത്തൊരു ക്യാരക്ടറാണ്. ആ സ്ട്രീം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഫ്രോയിഡിനൊക്കെ പറയുന്നത് എങ്ങനെ ആ ഒരു പ്ലെയർ നല്ല പോലെ നീങ്ങാം എന്നുള്ളതാണ്. അത് യു ആർ ദ കൺട്രോളർ. അപ്പോൾ ഇതൊന്നും അൾട്ടിമേറ്റ്ലി ബോദർ ചെയ്യൂല എന്ന്, കാരണം ഇതൊരു ഗെയിമാണ് എന്ന് ചിന്തിക്കുന്നതിലാണ് പറയുന്ന സ്പിരിച്വാലിറ്റി പറയുന്നത്. നിനക്കാണെങ്കിൽ ഈ എപ്പിസോഡ് കഴിയുമ്പോൾ മറ്റേ റീലിൽ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു, ഇവന്മാരെല്ലാം അടിച്ചിട്ടുണ്ടല്ലേ. സന്തോഷമുണ്ട്. ഗെയിം ഓവർ ആവും വരെ കളിക്കുക. അല്ല, ഗെയിം ഓവറായി നിനക്ക് വേറൊരു ലൈഫ് കിട്ടും എന്നുള്ളതാണ്. പുനർജന്മം പരിപാടിയില്ലേ? അതെനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ. അടുത്ത ജന്മം ഇതൊക്കെ അറിയാൻ പറ്റുമോ അല്ലേ? അങ്ങനത്തെ ചില സാധനങ്ങൾ കേൾക്കാം. ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റ് അയാൾ പറയാണ് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇവിടെയായിരുന്നു അവിടെയായിരുന്നു, എന്നിട്ട് ചെന്ന് അന്വേഷിക്കുമ്പോൾ ചില കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് അല്ലേ. അതൊന്നും അങ്ങനെ ഭയങ്കര കിടിലായിട്ടൊന്നും എവിടെയും അത്ര സ്ട്രോങ് ആയിട്ടൊന്നും വന്നിട്ടില്ല അല്ലേ. അതായത് ഈ വരുന്ന സാധനങ്ങളൊക്കെ പണ്ട് 1945 എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം വരുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ എവിഡൻസ്. എനിക്കറിയാവുന്ന ഒരു അമ്മൂമ്മ, അവര് അമൃത ഹോസ്പിറ്റലായിരുന്നു കിടന്ന്, എന്നിട്ട് അവർ കുറച്ചു നേരം മരിച്ചിട്ട് തിരിച്ചു വന്നത്. അതായത് അങ്ങനത്തെ സാധനം നടക്കുമല്ലോ, കുറച്ചു നേരം ഇങ്ങനെ മരിച്ചിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ബേസിക്കലി എന്നെ ഒരു വെള്ള സാരിയൊക്കെ കൊടുത്തൊരു സ്ത്രീ വന്ന് എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ കാലിൽ ആദ്യം ഒരു കയറ് കെട്ടിയിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പതുക്കെ ആ കയറ് കെട്ടി ഞാൻ തിരിച്ചു വന്നതാണ് ആ വെള്ള സ്ത്രീ. അങ്ങനെ അവർ മാതാമൃതാന്തം എൻ്റെ ഭയങ്കര ഭക്തേ. കാരണം അത്രയും മോർഫിനും കീറ്റും ഇതൊക്കെ അടിച്ചിരിക്കുകയല്ലേ. അതൊക്കെ തോന്നണായിരിക്കും. മറ്റേ ഈ ലാസ്റ്റ് കുറെ ക്ലിപ്സ് പോലെ നമ്മൾ കുറെ വിഷ്വൽസ് കാണുന്ന സാധനമൊക്കെ അത് ഭയങ്കരമായിട്ട് ജീവിതം മൊത്തം നിന്റെ തലയിൽ കൂടെ ഓടിക്കൊണ്ട് അത് ഞാൻ വെള്ളത്തിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. ഒരു പോയി അത് കാരണം നല്ല ആഴത്തിൽ പോയി. അപ്പം ഞാൻ ഓൾമോസ്റ്റ് മരിക്കും എന്നൊരു സാധനം തോന്നിയപ്പോഴത്തേക്ക് പെട്ടെന്ന് കുറെ മൊമെന്റ്സ് അത്ര ഇതുള്ള അച്ഛൻ സംസാരിക്കണം അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ വെള്ളത്തിൽ പോണേന്റെ ഒരു സ്ലോ മോഷൻ വിഷ്വല് ഞാൻ അപ്പുറത്തുനിന്ന് എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. നേരെ ആ മറ്റേ ഇതിലോട്ട് അതെ 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 അവന്റെ ആത്മാവ് അപ്പുറത്തെ അത് കണ്ടു. അവിടുന്ന് പക്ഷെ പെട്ടെന്നൊരു പോയിന്റ് തിരിച്ചു പോയി. അപ്പൊ ഞാൻ അതുകൂടെ കണ്ടുപിടുത്ത് ദൈവം ഇത് അവിടെ ഞാൻ പ്രോസസ് ചെയ്യുന്നുണ്ട്. മരിക്കാൻ പോകാൻ തോന്നുന്നു ആ സാരം.
ടൈം ഡൈലേഷൻ ഉണ്ടാവും. അതായത് അത് ചിലപ്പോൾ ശരിക്കും ഒരു 20 സെക്കൻഡേ ഉണ്ടായിരുന്ന ഒരു സാധനമാണെങ്കിലും നിനക്ക് തോന്നിക്കാണും ഒരു 10 മിനിറ്റ്. ഒരുപാട് സമയം അതെ സംഭവം ശരിക്കും ബോട്ട് ചെട്ടി അവിടെ നിന്നാണ് താഴോട്ട് പോയത്. അവിടെ ഇപ്പോൾ ഒരു പാത്രം കഴുകാൻ പോയി അതെ ഒരു തെങ്ങിൻ്റെ ആയിട്ടുണ്ടെന്നൊക്കെയാണ് എന്ന് വെച്ചാൽ എക്സ്ട്രാ ഡിഗ് ചെയ്തിട്ടുണ്ട് ബോട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പം അത്രയും കുഴിയുണ്ട്. അപ്പം അതുകൊണ്ട് പോയപ്പോൾ അത്യാവശ്യം നല്ല ആഴത്തിലാണ് പോയത്. അപ്പം ഞാനൊരു ഇപ്പോൾ വേണ്ടാതെ താഴോട്ട് തന്നെ പോകണുള്ളൂ. ദൈവം അതിനെ തിരിച്ചു കയറ്റിട്ട് നീ ഇല്ല നിന്റെ മിഷൻ തീർന്നിട്ടില്ല. പോയി മാർച്ച് 1-ാം തീയതി ദ പഞ്ച് ചെന്നൈയിലും, മാർച്ച് 8-ാം തീയതി ബാംഗ്ലൂർ ബിഗ് പിക്ചറിൽ നീ തമാശ ചെയ്യും, തിരിച്ചു പോകും. ആൾക്കാരെ ചിരിപ്പിക്കണം. ആൾക്കാർ കമന്റ് ഇട്ട് കൊന്നോളും. അപ്പൊ ഞാൻ ചോദിച്ചെന്ന ചോദ്യം എന്താണ് റിയൽ എന്നുള്ളതാണ് അല്ലേ? എന്താണ് സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ ഉള്ള ഒരു അവസരം കിട്ടുന്നൊക്കെ പറഞ്ഞതിന്റെ ഒരു പ്രിവിലേജ് ആണല്ലേ ലൈഫിൽ. ബാക്കി പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി കഴിയുമ്പോഴാണ് ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നല്ലേ? സത്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോട് ചിന്തിക്കാനുള്ള സ്പേസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ കുറെ നേരം ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അത്രയൊക്കെ ചിന്തിക്കുന്നുണ്ട്. എനിക്കിത് ഞാൻ അങ്ങനത്തെ ചില കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ ആൾക്കാർ എനിക്ക് വട്ടാന്ന് വിചാരിക്കും. അതുകൊണ്ട് പക്ഷെ എനിക്ക് അങ്ങനത്തെ കുറെ ആ ഒരു ഐഡിയാസ് ഉണ്ട്. അതാണ് എനിക്ക് ഭയങ്കര കാര്യങ്ങൾ ഇപ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ അത് ആൾക്കാർ കിടന്ന് കമൻ്റ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെ അയ്യേ നിസ്സാരം അല്ലേ, ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പോഡ്കാസ്റ്റ് കുറേ നാൾ പോഡ്കാസ്റ്റ് വരാതിരുന്ന. ഞാൻ വിചാരിച്ചു എന്തിനാവശ്യമില്ല ഇത്ര സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഒരാളോട് ഇങ്ങനെ ജീവിക്കണം എന്നൊന്നും പറഞ്ഞു കൊടുക്കുക ആ ഒരു സാധനം ഇല്ല. അല്ലെങ്കിൽ എൻ്റെ ഐഡിയകൾ ഇങ്ങനെയാണല്ല ഐഡിയോളജി ആ ഒരു സാധനം എനിക്കിത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും. പിന്നെ ഞാൻ എങ്ങനെ പറയും അല്ലേ? എത്ര അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും നന്നാവില്ല. പറഞ്ഞു കേട്ട് എക്സ്പീരിയൻസിലെ ആൾക്കാർ പഠിക്കുകയുള്ളൂ. ലൈഫിൽ ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോ ആദർശങ്ങളായിരിക്കാം അല്ലേ? ഇപ്പൊ തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നത് അഖിൽ മാരാർ പുള്ളി NDA-യിലോട്ട് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞ പുള്ളി കട്ടക്ക് ഭയങ്കരമായിട്ട് ഹേറ്റ് താഴെ വരുന്നുണ്ട്. എന്നിട്ട് അതിൽ അധികം കമന്റ്സ് പറഞ്ഞാൽ നിലപാടില്ലായ്മ, അതായത് നീ മുമ്പ് പറഞ്ഞ ഇതല്ല ഇപ്പൊ എന്തായി, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല എനിക്ക് തോന്നുന്നു റിക്കി ജെർവൈസ് പറഞ്ഞില്ലേ, അതായത് പുള്ളിയുടെ പൊളിറ്റിക്സ് റിക്കി ജെർവൈസ് പറഞ്ഞ് റിക്കി ജെർവൈസിന്റെ ഹ്യൂമർ പൊളിറ്റിക്സ് ഹ്യൂമർ ഒന്നും അല്ല. എനിക്ക് തോന്നുന്നു ചിലരുടെ പൊളിറ്റിക്സ് റെലവൻസ് ആണ്. എങ്ങനെ കുറച്ചുകൂടെ റെലവെൻ്റ് ആയിട്ടിരിക്കുക. ഇപ്പോൾ കോൺഗ്രസിൽ പോയാൽ എനിക്ക് കൂടുതൽ ഫുട്ടേജ് കിട്ടുമോ, ഈ പാർട്ടി പോയാൽ അതിന്റെ ബേസിസിലായിരിക്കും പുള്ളിയുടെ പൊളിറ്റിക്സും ഫോം ആകുന്നത്. നമ്മൾ കേൾക്കണം, എന്തിനാ ചിന്തിക്കണം. എനിക്ക് പുള്ളി ഇഷ്ടമാണ്. ഞാൻ ബേസിക്കലി ഇത്ര ആലോചിക്കുന്നുള്ളൂ, നമുക്ക് ആൾക്കാർ ഇത്രയും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. അയാൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുക, ഇല്ലേ വേണ്ട, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് പുള്ളിയെ ഇത് കിട്ടിയിട്ടുള്ള ഇമ്പ്രഷൻ പുള്ളി അടിപൊളിയായിട്ട് സംസാരിക്കും. ഞാൻ അതിൻ്റെ ഭയങ്കര ഫാനാണ്. എനിക്ക് പുള്ളി സംസാരിക്കുന്നത് ഇഷ്ടമാണ്, ഭയങ്കര അടിപൊളിയായിട്ട് സംസാരിക്കുകയാണ്. അല്ലാതെ ഞാൻ പുള്ളിയെ ഫോളോ ചെയ്യാറില്ല. പുള്ളിയുടെ വരുമ്പോൾ ചിലപ്പോൾ കണ്ട ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കാണും. അല്ലാതെ പുള്ളി പറയണ പുള്ളിയുടെ ഐഡിയോളജി എന്താ, ഇത് ശരിയാണോ, അല്ലെ സംസാരിക്കാൻ നമ്മുടെ പ്രശ്നങ്ങൾ നിനക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, നന്നായിട്ട് കഥ പറയാൻ പറ്റും. ഈ രണ്ട് സാധനങ്ങളുണ്ടെന്ന് കുറേയൊക്കെ നിനക്ക് സോൾവ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് പുള്ളി നന്നായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു റെസ്പെക്ട് ഉണ്ട്, രസമായിട്ട്. അല്ലാതെ അതിനപ്പുറത്ത് പുള്ളി എല്ലാം പറയണം, എന്നെ പുള്ളിയുടെ ഏതെങ്കിലും അഭിപ്രായം അവിടെ പോയി വെറുതെ ആവശ്യമില്ലാത്ത അറ്റ്ലീസ്റ്റ് ഇറങ്ങുന്നുണ്ടല്ലോ അല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. പുള്ളി ഇതൊക്കെ തന്നെ, വേറെന്ത് ചെയ്യാനോ അല്ലേ, അതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. സിനിമയിൽ അഭിനയിക്കാം, സിനിമയിൽ ഡയറക്റ്റ് ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതെ, അതിനകത്ത് ഇപ്പൊ വേറെ റിയൽ അല്ല എന്നുള്ളതാണ്. എല്ലാം മായയാണല്ലോ, എല്ലാം മായയാണ്. നീ എന്ന് പറയുന്ന നീ തന്നെ ശരിക്കും ഇല്ല. ഇത് കഴിഞ്ഞ ദീപക് ഇടിക്കുക, ഇത് ഇടി കൊള്ളുന്നില്ല, ഇതൊക്കെ നീ ഇല്ല, നീ ഇവിടെ ഇല്ല, ഇത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇത് മുതൽ അതുവരെ കൊണ്ടുപോയിക്കോട്ടെ. ബേസിക്കലി ശരിക്കും നമ്മൾ വിറ്റോക്സ് അല്ലേ, വിറ്റോക്സിന്റെ ഫാൻസ് ഭയങ്കരമായിട്ട് ഷോസിന് വരുന്നത് ഭയങ്കര എവിടെ പോയാലും ഇപ്പൊ അല്ലേ, വിറ്റോക്സിൽ നിന്ന് ആൾക്കാർ ഭയങ്കരമായിട്ട് ഷോയ്ക്ക് വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ക്രൗഡ് വർക്കിന് വരുന്ന വിറ്റോക്സുകാരെ ഭയങ്കരമായിട്ട് താഴ്ത്തി അടിക്കാറുണ്ട്. കാരണം എനിക്കറിയാം ഇവർക്കത് അറിയാമെന്നുള്ളൊരു സാധനമുള്ളതുകൊണ്ട് വിറ്റോക്സ് കാണുമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തൊട്ട് അല്ലേ, എന്നുവെച്ചാൽ ആ ഭയങ്കര ഒരു രസമുള്ള പരിപാടിയാണ്. അങ്ങനെയാണ് വിറ്റോക്സിലോട്ട് ഒന്ന് തിരിച്ചു വരാം. അത് ടിക്കറ്റ് ഇരിക്കുന്നുള്ളതൊന്നുമല്ല, ടിക്കറ്റ് എടുത്ത് വരുന്ന ക്രൗഡിന്റെയും കാട്ടി നല്ലതാണ് നമ്മളെ നല്ലപോലെ അറിയാവുന്ന ആൾക്കാർ. നമ്മളൊരു ഇഷ്ടമുള്ള ഒരു ക്രൗഡ് വരുന്നത് ഭയങ്കര അവർക്ക് നമ്മുടെ മോഡ് അറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന തമാശകളാണെന്ന് അറിഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടൈപ്പ് ഓഫ് ക്രൗഡ് കൂടിയാണ്. ഇങ്ങനെ വിറ്റോക്സ് ഒന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈഗോ സൂപ്പർ ഈഗോ ഇതിനെ പറ്റി പഠിക്കുമായിരുന്നു. സത്യം അല്ലേ, ഉറപ്പായിട്ട് ഞാൻ ഈ വീഡിയോ കാണൂലായിരുന്നല്ലേ, ഇരുന്നോണ്ട്
കേൾക്കേണ്ടി വന്നു അല്ലേ. ഇതെങ്ങനെയും പോയി പറഞ്ഞു വന്ന ഭരജി നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഭരജി ഇടക്കിടങ്ങനെ ഒരു തവണ പറയാൻ ശ്രമിച്ചു, പിന്നെയും വേണ്ടിയിട്ടില്ല. ഇത് വേറെ വഴിയില്ലല്ലോ ക്യാമറയുടെ ഫ്രണ്ടിലായി പോയത്. പക്ഷെ കൊള്ളാം, നല്ലൊരു തിയറി. ഫ്രോയിഡിനോട് അന്വേഷണം പറയാ. അപ്പൊ നിങ്ങൾ ഷോയ്ക്ക് വരിക. ചെന്നൈ ആൻഡ് ബാംഗ്ലൂർ. ഇത് ഫെബ്രുവരി 28 മുമ്പേ ഇടുവോ? ഓ മൈ ഗോഡ്. എന്നാ അതും കൂടെ ഒന്ന് പറയും. ഫെബ്രുവരി 28 തൊട്ടപ്പുറത്തെ ദിവസമല്ലേ മാർച്ച്. അപ്പൊ ഫെബ്രുവരി 28 ബാംഗ്ലൂർ മിനിസ്ട്രി ഓഫ് കോമഡിയിൽ ഞാനും ആൽബിനും കൂടെ ചെയ്യുന്ന പൺമാൻ എന്ന ഷോ ഉണ്ട്. പേര് മാറ്റിയില്ലേ? പുതിയ സോറി നിസാരം എന്ന് പറയുന്ന ഷോ ഉണ്ട്. ഇത് അനന്തരാമൻ കേസ് കൊടുക്കുകയല്ലേ. നിസാരം എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ട്. വരിക. പുതിയ മെറ്റീരിയലാണ്. പിന്നെ പുതിയൊരു വീഡിയോ വരുന്നുണ്ട്. എന്റെ പുതിയൊരു വീഡിയോ. അത് പക്ഷെ നീ പറഞ്ഞത് ഇതിന് മുന്നേ ഇറങ്ങണം. നീ പറഞ്ഞ അതെ ഞാനാണെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ദീപകിന്റെ പുതിയ സ്റ്റാൻഡപ്പിന്റെ വീഡിയോ ഈ വീഡിയോ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും പോയിട്ട് ദീപകിന്റെ DM പോയി തെറി പറഞ്ഞോളൂ. ഞാൻ ഈ വീഡിയോ ഇറങ്ങുന്ന മുമ്പേ ആ വീഡിയോ ഇറക്കാൻ നോക്കുന്നതായിരിക്കും. സെൽഫ് ഡൗട്ട് ഡിഫീറ്റ് ചെയ്ത് കോൺഫിഡൻസിലൂടെ ഞാൻ ആ വീഡിയോ ഇറങ്ങുന്നതായിരിക്കും. അതേപോലെ കോൺഫിഡൻസോടെ ഞാൻ അടുത്ത സെറ്റും ചെയ്യും, അടുത്ത വീഡിയോ ഇറക്കും. ഓക്കെ. നമ്മുടെ ഒരു തെറപ്പിയാണല്ലോ ഈ പരിപാടി. അല്ലാതെ ഇല്ല ഇപ്പൊ സെറ്റ് ആയില്ലേ? ഇപ്പൊ അല്ലെങ്കിലും സെറ്റല്ലേ. നമുക്കൊരു ചായ കുടിച്ചാലോ? ഓക്കെ ശരി. എഡിറ്റിൽ ചായ വരുമോ? ചായ റിൻഷാദ് എഡിറ്റർ അല്ലേ കട്ട. നിങ്ങൾ ആരോ കഴിഞ്ഞ എപ്പിസോഡിലും നമ്മുടെ എഡിറ്റ്സ് ഔട്ട്ഡേറ്റഡ് ആണെന്നൊക്കെ ഉള്ള സാധനം ഇരുന്നുണ്ട്. പാവം റിൻഷ രാത്രി ഞാനിപ്പോ കോൺഫിഡന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അത് ഫ്രം സീറോ ആണ് ഇത് പ്രീമിയർ പ്രോയുടെ ഈ സാധനം. പ്രീമിയർ പ്രോയിലാണ് നമ്മുടെ ഇവിടെ സിസ്റ്റത്തിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ നുറുങ്ങും പണികളൊക്കെ പഠിച്ച് അതാണ് ഞാൻ എവിടെയൊക്കെ ചോദിക്കുകയല്ലേ. നമ്മളിത് മാനേജർ അങ്ങനെ ഒരു സാധനം വരുമ്പോൾ ആൾക്കാർക്ക് അയ്യേ മാനേജറിന് എന്തോ ഒരു സാധനം ഉണ്ടല്ലോ സംഭവം. നമ്മൾ അങ്ങോട്ട് പറയും റിൻഷ IIT ആണ്, റിൻഷ പാഷൻ വെറുതെ ചെയ്യണത്. ആ ഒരു സാധനം സത്യം പറഞ്ഞാൽ അതാണ്. അതൊക്കെ ഉള്ളു ജീവിതം അല്ലേ. എന്ന് വെച്ചാൽ ജീവിതം അത്ര എഡിറ്റിൽ ഇപ്പൊ ഇവിടെ വേറെ എന്തെങ്കിലും ഒരു ഓവറൊക്കെ അല്ലേ പുറകില്. അപ്പൊ അല്ലല്ല സംഭവം അതേ ഉള്ളൂ. എന്ന് വെച്ചാൽ റിൻഷയ്ക്ക് ഇപ്പൊ ഇതുപോലെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകല്ലോ. പക്ഷെ റിൻഷ നമുക്ക് ഇവിടെ പാതിരാത്രി വന്നിരുന്ന് രാവിലെ വരെ ഇരുന്ന് എഡിറ്റ് ചെയ്യുക, പ്രീമിയർ പ്രോ പഠിക്കുക, എഫേർട്ട് ഇടുക. അപ്പൊ പക്ഷെ അതൊക്കെ ഒരു ഇതല്ലേ. ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ ഒരു ആവശ്യമില്ലാത്ത റിൻഷ ചെയ്തോണ്ടിരിക്കണം. പക്ഷെ രസമുള്ള പരിപാടിയാണ്. ഒരു ഇഷ്ടപ്പെട്ടങ്ങോട്ട് ചെയ്യാ. നമ്മള് ബാക്കി ആൾക്കാർ എന്ത് പറയുന്നത് നോക്കുന്നില്ല അല്ലേ. ചെയ്യാ, അത്രേ ഉള്ളൂ. ജീവിതത്തിൽ എന്ത് തോന്നിയാലും ചെയ്യുക. നമ്മുടെ ജീവിതം മാത്രമാണ്. തീരാവുന്ന ഒരു ജീവിതമാണ്. അതും കൂടെ ഓർത്തിരിക്കുക. പിന്നെ എല്ലാം മായയാണ്. അല്ല എനിക്ക് റിൻഷാദ് ഇപ്രാവശ്യം ഇത്ര പണിയെടുക്കണം കണ്ടപ്പോൾ നൈറ്റ് ഔട്ടൊക്കെ ഇടുന്ന കാരണം ഞാൻ റിൻഷാദ് സാധാരണ റിൻഷാദിന്റെ പാറ്റേൺ റിൻഷാദ് ആദ്യത്തെ ഒരു 3-4 മാസം ഒരു സാധനത്തിൽ പണിയെടുത്തിട്ട് പിന്നെ ഒട്ടും പണിയെടുക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് റിൻഷാദിന്റെ ഒരു പാറ്റേൺ. അല്ല റിൻഷാദിന് ആക്ച്വലി ഫൺ ആയതുകൊണ്ടാണ് റിൻഷാദ് ഇത്രയും സീരിയസ് ആയിട്ട് തിരുന്ന് ചെയ്യുന്നത്. റിൻഷ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ജോൺ ജോയോടായിരുന്നു. പക്ഷെ ജോൺ ജോ മാറിയോണ്ട് ഇപ്പൊ നമ്മള് അല്ലേ അങ്ങനെ റിൻഷ ഇപ്പം കിടുവായി റിൻഷ. പണ്ടേ കിടുവാണ്. അതിന്റെ കോൺഫിഡൻസാ. അത്രേ ഉള്ളൂ. അഖിൽ ബ്രോയ്ക്ക് ബോറടിക്കണു അല്ലേ. ഓക്കെ ഗൈസ്, താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.